അതുപോലെ തന്നെ നമ്മുടെ ഈ ക്ലാസ് ഇതിന് നേതൃത്വം നൽകാൻ വേണ്ടി ഇവിടെ വളരെയധികം സ്നേഹത്തോടുകൂടെയും നമ്മുടെ ഒരു എളിയ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് ഇവിടെ എത്തിയ ബഹുമാനപ്പെട്ട അബുൽ ഖൈർ സാറും മറ്റു സ്നേഹനിധികളായ അധ്യാപകന്മാരെ, ഉദ്യോഗാർത്ഥികളെ, ഒരുപാട് ആളുകൾ നിരന്തരമായിട്ട് അവരുടെ ഒരു ആവശ്യമാണ് നിലവിൽ അറബിക്കിന്റെ തസ്തികകളെ സംബന്ധിച്ച് കൃത്യമായൊരു വിവരണം ലഭിക്കുകയും എങ്ങനെയാണ് ഒരു പുതിയ അറബിക് തസ്തിക സ്കൂളുകളിൽ സൃഷ്ടിക്കുക എന്നുള്ളത്. പ്രത്യേക സാഹചര്യത്തില് LP, UP, ഹൈസ്കൂള്, അതുപോലെ തന്നെ ഹയർ സെക്കൻഡറി അടക്കം ഒരുപാട് റാങ്ക് ലിസ്റ്റുകളുടെ ഒരു നിര തന്നെ അറബിക്കിനെ സംബന്ധിച്ചിടത്തോളം വരികയും ഒരേ സമയം തന്നെ നിരവധി റാങ്ക് ലിസ്റ്റുകളിൽ ആദ്യത്തെ 10 റാങ്കുകളിലൊക്കെ ഇടം പിടിച്ച ആളുകൾ ഒരേ ആളുകളാവുകയും ചെയ്യുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിൽ, പ്രത്യേകിച്ച് ഗവൺമെന്റ് സ്കൂളുകളിൽ കഴിഞ്ഞ 2023-24 ഫിക്സേഷൻ സമയത്തും മറ്റൊക്കെ ആയിട്ട് അറബിക്കിനൊക്കെ തസ്തികകൾ ഒരുപാട് നഷ്ടപ്പെടുകയും ചെയ്ത ഒരു സാഹചര്യത്തിൽ കൂടിയാണ് നമ്മൾ കടന്നു പോകുന്നത്. അപ്പൊ ഇതൊക്കെ കൃത്യമായി മനസ്സിലാക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു ആശയമാണ് PSC സ്റ്റേറ്റ് ഗ്രൂപ്പ് എന്നുള്ള രീതിയിൽ 1-2 സജീവമായി പ്രവർത്തിക്കുന്ന അധ്യാപക സുഹൃത്തുക്കളും നിരവധി റാങ്ക് ലിസ്റ്റിലുള്ള സജീവ പ്രവർത്തകന്മാരും കൂടി ഒരാശയം ഉന്നയിച്ചപ്പോൾ അതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഇങ്ങനൊരു ഗ്രൂപ്പ് നിലവിൽ വന്നിട്ടുള്ളത്. കേരളത്തിലെ എല്ലാ അറബിക് റാങ്ക് ലിസ്റ്റുകളിലെ ഉദ്യോഗാർത്ഥികളെയും ഉൾക്കൊള്ളിച്ച് എല്ലാവരും ഒരേ ആശയത്തിൽ പ്രവർത്തിക്കുന്നവരും ഒരേ സംശയങ്ങളും അതുപോലെ തന്നെ ഒരേ കാര്യങ്ങളിലാണ് പലപ്പോഴും അന്വേഷണങ്ങളും മറ്റൊക്കെ വരേണ്ടതും, പ്രത്യേകിച്ച് RTI കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടും സംഘടനാ നേതാക്കന്മാരെ ബന്ധപ്പെടേണ്ട വിഷയങ്ങളിലൊക്കെ ഈ ഒരു ആശയമായതുകൊണ്ട് തന്നെ എല്ലാവരും ഒരുമിച്ച് കൂടുന്ന ഒരു പ്ലാറ്റ്ഫോം എന്നുള്ള നിലക്കാണ് നമ്മുടെ PSC അറബിക് സ്റ്റേറ്റ് ഗ്രൂപ്പ് എന്നുള്ള ഒരു സംവിധാനം വന്നിട്ടുള്ളത്. ഏകദേശം 1000-ഓളം മെമ്പേഴ്സ് വ്യത്യസ്ത റാങ്ക് ലിസ്റ്റുകളിലുള്ളവർ ഈ ഗ്രൂപ്പിലുണ്ട്. സംഘടനാ ഭേദമില്ലാതെ എല്ലാവരും കാര്യങ്ങൾ മനസ്സിലാക്കുക, അറബിക് ഭാഷയുടെ പുരോഗതിക്ക് വേണ്ട പ്രവർത്തനങ്ങളിൽ എല്ലാവരും സജീവമായി ചലനാത്മകമായിട്ട് ഇടപെടുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന രീതിയിലാണ് അൽഹംദുലില്ലാഹ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ വിഷയങ്ങളിലൊക്കെ സംശയങ്ങൾ ഇതിൽ പലപ്പോഴും നേതാക്കന്മാരായി നിൽക്കുന്ന ആളുകൾക്കും അല്ലെങ്കിൽ സർവീസിലുള്ള അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം പലർക്കും ഈ വിഷയത്തിൽ ഒരു ഐഡിയ ഇല്ല എന്നുള്ളത് നമ്മൾ അറബിക്കിന്റെ മാത്രം ഒരു അവസ്ഥയല്ല, മറ്റു എല്ലാ അധ്യാപകരും നേരിടുന്ന ഒരു ബുദ്ധിമുട്ടാണ്. പ്രത്യേകിച്ച് സർവീസിലേക്ക് പുതിയതായി കയറി വരുന്ന റാങ്ക് ലിസ്റ്റിൽപ്പെട്ടവർക്ക് ഇതിനെപ്പറ്റി ഒരു ധാരണയുമില്ല. DD ഓഫീസിൽ പോകുമ്പോൾ അല്ലെങ്കിൽ PSC ഓഫീസിൽ പോകുമ്പോൾ എങ്ങനെ പോകണം, RTI എവിടെ കൊടുക്കണം, എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, ഒഴിവുകൾ എങ്ങനെ റിപ്പോർട്ട് ചെയ്യണം, ഇങ്ങനെയുള്ള 100 കണക്കിന് വിഷയങ്ങൾ നമ്മുടെ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചുണ്ട്. പലപ്പോഴും ഓഫീസുകളിൽ പട്ടിയെ ആട്ടുന്നത് പോലെ ഉദ്യോഗാർത്ഥികൾ ആട്ടുകയും ഒരു പരിഗണനയും കൊടുക്കാതെ വളരെ പുച്ഛമായിട്ട് തള്ളുന്ന ഉദ്യോഗസ്ഥ വിഭാഗങ്ങളും ഉണ്ട്. ഇതിനൊക്കെ കൃത്യമായി പ്രതിരോധിക്കാനും നമ്മുടെ അധ്യാപക സംഘടനാ നേതാക്കന്മാർ അല്ലെങ്കിൽ ഭരണപക്ഷ MLA-മാര് അല്ലെങ്കിൽ അങ്ങനെയുള്ള രാഷ്ട്രീയ നേതാക്കന്മാരെ ഉപയോഗപ്പെടുത്താനും ഇതൊക്കെ ചെയ്യാം. അതിന്റെ അപ്പുറം അവയെപ്പറ്റി കൃത്യമായ ഒരു അവബോധം നൽകുവാൻ വേണ്ടിയൊക്കെയാണ് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ഒരു മീറ്റിംഗ് നമ്മൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഏതായാലും കൂടുതൽ വലിച്ചു നീട്ടി ഈ പരിപാടിയിലേക്ക് അതിന്റെ പ്രാധാന്യം ഞാൻ നഷ്ടപ്പെടുത്തുന്നില്ല. ഇൻഷാ അല്ലാഹ് നമുക്ക് വിഷയത്തിലേക്ക് കടക്കാൻ ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ടതുണ്ട്. നമ്മുടെ ഈ പരിപാടിയിലേക്ക് ഇന്ന് ആശംസക്ക് വേണ്ടിയിട്ട് എത്തിയിട്ടുള്ള ഒരുപാട് നേതാക്കന്മാരുണ്ട്. നമ്മളെ സമയത്ത് അതിന്റെ കുറവ് പരിഗണിച്ചുകൊണ്ട്
KTF-ന്റെയും അതുപോലെ തന്നെ 2 അറബിക് അധ്യാപക സംഘടനാ നേതാക്കന്മാരെ പ്രതിനിധീകരിച്ച് 2 പേര്, നമ്മുടെ ലത്തീഫ് സാറും മുനീർ സാറും ഉണ്ട്. അവരുടെ ആശംസകൾക്ക് ശേഷം ഇൻഷാ അല്ലാഹ് നമ്മുടെ അബുൽ ഖൈർ സാറ് അവരെ ഇന്നത്തെ നമ്മുടെ ഈ ക്ലാസ് നയിക്കാൻ വേണ്ടി അവരെ നമുക്ക് വിളിക്കാം ഇൻഷാ അല്ലാഹ്. ഏതായാലും ഈ മീറ്റിംഗിൽ ഇവിടെ ഒന്നു ചേർന്നിട്ടുള്ള എൻ്റെ എല്ലാ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്കും ഹാർദവമായ സ്വാഗതം പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ഈ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം നിങ്ങളൊക്കെ കൃത്യമായിട്ട് നിങ്ങളുടെ ഓരോരുത്തർക്കുള്ള വിശാലമായ സംശയങ്ങളും മറ്റൊക്കെ ഉണ്ട്, അത് നിങ്ങൾക്ക് ദൂരീകരിക്കാനുള്ള ഒരു അവസരം കൂടി ഉണ്ടാകും. അത് കൃത്യമായി ഉപയോഗപ്പെടുത്തുക. നിങ്ങളൊക്കെ പറയുന്ന കാര്യങ്ങൾ കൃത്യമായി നോട്ട് ചെയ്യുകയും നിങ്ങളുടെ സബ് ജില്ലകൾ കേന്ദ്രീകരിച്ച് കൺവീനർമാരെ നിയമിച്ച് ഒരു കൂട്ടമായ പ്രവർത്തനം നടത്തുകയും ചെയ്താൽ ഇൻഷാ അല്ലാഹ് വിജയമുണ്ടാകും. റബ്ബ് സഹായിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇൻഷാ അല്ലാഹ് നമ്മുടെ ലീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ബഹുമാനപ്പെട്ട അബുൽ ഖൈർ സാറിനെ വളരെ സ്നേഹപൂർവ്വം ആദരപൂർവ്വം PSC സ്റ്റേറ്റ് ഗ്രൂപ്പിന് വേണ്ടി ക്ഷണിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബഹുമാനപ്പെട്ട സലീം സാറ് എനിക്ക് ഒരുപാട് പേര് അറിയത്തില്ല. അതുപോലെ നമ്മുടെ സംഘടനാ നേതാക്കന്മാരായ പ്രസിഡന്റ്, സെക്രട്ടറിമാർ, മുനീർ സാറ്, KTF-ന്റെ പങ്കെടുത്തിരിക്കുന്ന നേതാക്കളെ, പ്രിയപ്പെട്ട റാങ്ക് ഹോൾഡേഴ്സ്, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സംഗമത്തെ പരിപൂർണമായി കബൂൽ ചെയ്യുമാറാകട്ടെ. വരുന്ന കുറഞ്ഞ വർഷം കൊണ്ട് തന്നെ സർവീസിൽ കയറാൻ നാഥനായ റബ്ബ് നമുക്ക് ഓരോരുത്തർക്കും തൗഫീക്ക് ചെയ്യുമാറാകട്ടെ. ആമീൻ എന്ന് ഞാൻ ഇവിടെ ദുആ ചെയ്യുന്നു. എൻ്റെ പ്രിയപ്പെട്ട സഹപാഠികൾ, ഇത് ഒരു 1-1 ഷോ അല്ല. നിങ്ങളുടെ സംശയങ്ങൾ കൃത്യമായി ചോദിക്കുകയും നിങ്ങൾ മനസ്സിലാക്കി വെച്ചിരുന്ന ആ ഭാഗം ഞാൻ പറയുന്നതിന് വിരുദ്ധമാണെങ്കിൽ കൃത്യമായി നിങ്ങൾ ചോദിച്ച് അതിന് ക്ലാരിഫിക്കേഷൻ വരുത്തുകയും ചെയ്യണമെന്ന് ഞാൻ വിനീതമായി ആദ്യമേ തന്നെ അഭ്യർത്ഥിക്കുകയാണ്. വളരെ ഗഹനമായ ഒരു വിഷയമായതുകൊണ്ട് എല്ലാവരും ഒരു പേപ്പറും പേനയും കൂടെ എടുത്ത് കയ്യിൽ വെച്ചിരുന്നാൽ നമുക്ക് പറഞ്ഞു പോകുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ സംശയങ്ങളൊക്കെ നോട്ട് ചെയ്യാനും തരണം ചെയ്യാനും നമുക്ക് സാധിക്കും. ഇപ്പോൾ നമ്മുടെ മുമ്പിലുള്ള ഒരു വലിയ വിഷയം എന്ന് പറഞ്ഞാൽ നമുക്ക് ടൈം ഇല്ല എന്നതാണ് ഒരു വലിയ വിഷയം. നമുക്കറിയാം, ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ NEP-യുടെ വാള് നമ്മുടെ തലയ്ക്ക് മുകളിൽ ഇങ്ങനെ തൂങ്ങിയാടുകയാണ്. കേന്ദ്രം NEP നടപ്പാക്കുവാൻ വേണ്ടി നമ്മുടെ സംസ്ഥാനത്തോട് ഇങ്ങനെ വളരെ ഗൗരവത്തോട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ഫണ്ടുകളൊക്കെ വെട്ടിച്ചുരുക്കി SSKയുടെ പ്രവർത്തനം പോലും നിലയ്ക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവന്നു എത്തിച്ചിരിക്കുകയാണ്. അപ്പൊ NEP വരുമ്പോ എല്ലാരെയും ബാധിക്കുന്നത് പോലെ വളരെ അധികം ബാധിക്കുന്നത് നമ്മുടെ ഭാഷയായിരിക്കും. വർത്തമാന കാലഘട്ടത്തിലെ സാഹചര്യങ്ങൾ പരിശോധിക്കുമ്പോൾ അതിലൊരു അതിശയോക്തി ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. NEP-യിൽ ചെയ്തിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വ്യവസ്ഥകളിൽ ഒന്ന് -2 +2 ആണ്, അല്ലേ? -2 മുതൽ LKG മുതൽ 3-ാം ക്ലാസ് വരെ ഒരു LP ആയിട്ട് കണക്കാക്കും. അത് കഴിഞ്ഞാൽ UP, അത് കഴിഞ്ഞാൽ HSA ആയിട്ട് ഇങ്ങനെ പോകും. 4 മുതൽ ഏകദേശം 8-ാം ക്ലാസ് വരെ UPയും, അത് കഴിഞ്ഞാൽ ഹൈസ്കൂളുമാക്കിയാണ് അതിൻ്റെ ചട്ടക്കൂടുകളൊക്കെ തയ്യാറാക്കി വെച്ചിരിക്കുന്നത്. ഇതിനകത്ത് ഒളിഞ്ഞിരിക്കുന്ന ഒരു അജണ്ട എന്ന് പറഞ്ഞാൽ അറബിക്കിനെ കുറിച്ച് ഇതിനകത്തൊന്നും പരാമർശിച്ചിട്ടില്ല. ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് സ്റ്റാർട്ടിങ് അഥവാ LKG മുതൽ 3-ാം ക്ലാസ് വരെ LP, ഈ LP ലെവലിൽ മാതൃഭാഷയിലായിരിക്കണം പഠനങ്ങൾ നടത്തേണ്ടത്, മാധ്യമം നടത്തേണ്ടത്. കുട്ടിക്ക് വേണമെങ്കിൽ ദേശീയ ഭാഷ ഒന്നുകൂടി പഠിക്കാം എന്ന് പറഞ്ഞാൽ, ചുരുക്കി പറഞ്ഞാൽ കേരളീയരായ നമുക്ക് മലയാളത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, പാഠപുസ്തകങ്ങളൊക്കെ പഠിപ്പിക്കാം. ഒപ്പം ഹിന്ദിയോ ഇംഗ്ലീഷോ നമ്മുടെ ഇന്ത്യൻ ഭാഷ
ദേശീയ ഭാഷ. പിന്നെ സംസ്കൃതമോ അതുപോലെ തന്നെ കൊങ്ങിണിയോ അങ്ങനെയുള്ള ഭാഷകളൊക്കെ പഠിപ്പിക്കാം. എന്നാൽ ഒരു വൈദേശിക ഭാഷ പഠിക്കണമെങ്കിൽ അത് UP സെഷനിൽ മാത്രമേ അനുവദിച്ചിട്ടുള്ളൂ. എന്ന് പറഞ്ഞാൽ അതിനകത്ത് പറയുന്നത് 6ാം ക്ലാസ്സിന് മുകളിലോട്ട് മാത്രമേ 6ാം ക്ലാസ് മുതൽ മാത്രമേ ഒരു കുട്ടിക്ക് വൈദേശിക ഭാഷ പഠിക്കാൻ പാടുള്ളൂ. അഥവാ ഇംഗ്ലീഷ് പോലും നമുക്കറിയാം, നമ്മുടെ ഒരു സംസ്ഥാനത്തെ മാതൃഭാഷയാണ് ഇംഗ്ലീഷ്. അപ്പൊ ഇംഗ്ലീഷിനൊന്നും ഇവിടെ വിഷയം വരുന്നില്ല, ഹിന്ദിക്ക് വരുന്നില്ല, ഉറുദുവിന് വരുന്നില്ല, സംസ്കൃതത്തിന് വരുന്നില്ല. അവർക്ക് ആർക്കും ഒരു വിഷയം വരുന്നില്ല. അവർക്ക് LP ലെവൽ മുതലേ ഒരു ഭാഷ എന്ന നിലയ്ക്ക് അവർക്ക് അത് പഠിക്കാൻ കഴിയും. എന്നാൽ അറബി എടുക്കുമ്പോൾ അറബി എന്നത് ഒരു വൈദേശിക ഭാഷയാണ്. ആ ഭാഷ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ തന്നെ 6ാം ക്ലാസ് ആകണം. 6ാം ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു അറബി ഭാഷാ പഠനത്തെ കുറിച്ച് നമ്മൾ ആലോചിച്ചു. ഇപ്പം തന്നെ LP പഠിപ്പിച്ച് വന്നാൽ പോലും UP നമ്മൾ കുട്ടിയെ പഠിപ്പിക്കാൻ ഒരുപാട് പാടുപെടുന്നു. ഇനി നമ്മൾ UP സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എത്രത്തോളം കുട്ടികൾ അപ്പം UP സ്റ്റാർട്ട് ചെയ്യാനെ നിങ്ങൾ സങ്കല്പിക്കുക. 1ാം ക്ലാസ് മുതൽ അവൻ ഉറുദു എടുത്ത് പഠിച്ചു വരുന്നു, അല്ലെങ്കിൽ അവൻ സംസ്കൃതം എടുത്ത് പഠിച്ചു വരുന്നു, അല്ലെ ഹിന്ദി എടുത്ത് പഠിക്കുന്നു. 6ാം ക്ലാസ് ആകുമ്പോൾ അത് ഉപേക്ഷിച്ചിട്ട് നമ്മുടെ ഈ ഭാഷയിലേക്ക് വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് അതിനകത്തൊരു കാര്യം. അങ്ങനെ UP തലത്തിൽ ഇത് പഠനം നിലയ്ക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിന്റെ ഫലമായി ഹൈസ്കൂളിലും അത് കഴിഞ്ഞ ഹയർ സെക്കൻഡറിയിലൊക്കെ ഈ നമ്മുടെ ഭാഷാ പഠനത്തെ, അറബി ഭാഷാ പഠനത്തെ വളരെയധികം ബാധിക്കുന്ന ഒരവസ്ഥയാണ് നിലവിൽ NEP-യിലുള്ളത്. അപ്പൊ NEP ഒക്കെ ഇംപ്ലിമെന്റ് ചെയ്യുന്നതിന് മുമ്പ് 2-3 വർഷത്തിനുള്ളിൽ നമുക്ക് ഇതെല്ലാം കാണേണ്ടി വരും. ഈ പ്രതിസന്ധികളെല്ലാം നമ്മൾ നേരിടേണ്ടി വരും. അപ്പൊ അതിനു മുമ്പ് നമുക്ക് എത്രയും പെട്ടെന്ന് ഇതിനകത്തേക്ക്, നമ്മുടെ റോളിനകത്ത് കയറി കഴിഞ്ഞാൽ ഇപ്പൊ NEP ഇംപ്ലിമെന്റ് ചെയ്താൽ പോലും അവസാനത്തെ ആളിനും എന്ത് ചെയ്യും, പ്രൊട്ടക്ഷൻ കിട്ടും. പിന്നീട് ചിലപ്പോൾ ഒരു പക്ഷേ ഈ നിയമനങ്ങൾ വരാൻ സാധ്യതയില്ല. നിലവിൽ നിയമിച്ചവരൊക്കെ അവരുടെ റിട്ടയർമെന്റോട്, പണ്ട് നമുക്കറിയാം മ്യൂസിക് ടീച്ചറും പല ടീച്ചർമാരും ഈ തസ്തിക എടുത്തു കളയുന്ന സമയത്ത് ആരെല്ലാം സർവീസിലുണ്ടായിരുന്നോ അവരെ അവരുടെ അവസാന സർവീസ് വരെ നിലനിർത്തി കൊണ്ടുപോകുന്ന അവസ്ഥയാണ് നിലവിലെ നമ്മുടെ സംവിധാനങ്ങളൊക്കെ ഉള്ളത്. അപ്പോ റാങ്ക് ഹോൾഡേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇനി വരുന്ന വർഷം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സമയം നമ്മുടെ മുമ്പിൽ ഇല്ല. എത്രയും പെട്ടെന്ന് നമ്മൾ ഈ വൃത്തത്തിനുള്ളിൽ കടക്കുക, ഈ ഗവൺമെന്റ് ഉദ്യോഗം എന്ന് പറയുന്ന വൃത്തത്തിനുള്ളിൽ കടക്കുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം. കടന്നു കഴിഞ്ഞാൽ പിടിച്ചു നിൽക്കാനൊക്കെ നമുക്ക് കോടതി വഴിയും സമരങ്ങൾ വഴിയും ഒക്കെ നമുക്ക് നിൽക്കാൻ കഴിയും. പിന്നീട് ഒരുപക്ഷെ നമ്മൾ കേരളം മറ്റൊരു ഭരണ സംവിധാനത്തിലേക്ക് പോവുകയോ, ഇപ്പൊ നിലവില് അവസ്ഥയില് നമ്മളെ വളരെയധികം ബാധിക്കൂലെങ്കിൽ പോലും ഇനി ചിലപ്പോൾ ഒരു തെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മളെ കൂടുതൽ ബാധിച്ചെന്ന് വരും. അപ്പോഴേക്കും ഒരുപക്ഷെ നമുക്ക് എങ്ങനെ അത് നിലനിർത്താൻ പറ്റും എന്നത് ഭാവിയാണ്. അപ്പൊ അതിനു മുമ്പ് നമുക്ക് ഇതിനകത്ത് കയറാൻ നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്നതാണ് വളരെ ഇമ്പോർട്ടൻ്റ്. അതിനായി നമ്മൾ പറയുന്നത്, നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ശ്രമിച്ചാൽ നടക്കാത്തതൊന്നുമില്ല. നമ്മൾ തിരുവനന്തപുരത്തെ LP ലിസ്റ്റ്, UP ലിസ്റ്റ് ഒക്കെ വരുന്ന സമയത്ത് ഞങ്ങള് LP ലിസ്റ്റിൽ ഏകദേശം 55ഓളം പേരുണ്ട് റാങ്ക് ലിസ്റ്റില്. പിന്നെ സപ്ലിയിൽ എല്ലാവരും കൂടെ ഒരു 60-70ഓളം പേരുണ്ട്. അതുപോലെ തന്നെ UP ലിസ്റ്റിൽ 21ഓളം പേരുണ്ടായിരുന്നു. അന്ന് ഞങ്ങൾ LP ലിസ്റ്റിന്റെ അവസ്ഥ അന്വേഷിച്ച് പോകുമ്പോൾ വെറും 5 വേക്കൻറ്റ് മാത്രമാണ് നമ്മുടെ DD-യിലുള്ളത്. അവിടെ നിന്നാണ് നമ്മുടെ LP ലിസ്റ്റിലെ മുഴുവൻ പേരെയും അപ്പോയിൻമെന്റ് ചെയ്യാൻ കഴിയുകയും സപ്ലിമെന്ററി എന്ന് വരെ നമുക്ക് ആളെടുക്കാൻ കഴിയുകയും ചെയ്തു. വളരെ വളരെ ദ്രുതഗതിയിലുള്ള പ്രവർത്തനമായിരുന്നു അവിടെ നടത്തിയത്. അതുപോലെ ഒരു വേക്കൻറ്റ് പോലും ഉണ്ടാകാതിരുന്ന UP-യിൽ നിന്ന് ഏകദേശം 13 പേരെ അപ്പോയിൻമെന്റ് ചെയ്യിക്കാൻ UP റാങ്ക് ലിസ്റ്റിന് കഴിഞ്ഞു. അപ്പോൾ ഏകദേശം ആ റാങ്ക് ലിസ്റ്റുമായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്ത, ജോലി ആവശ്യമായി വർക്ക് ചെയ്ത എല്ലാവർക്കും എന്ത് ചെയ്തു, ജോലി ലഭിച്ചു. ആരെയും വർക്കിന് വന്ന ആരും നിരാശപ്പെട്ടു പോയിട്ടില്ല എന്നതാണ് നമ്മുടെ അവസ്ഥ.
അതിനകത്ത് നമ്മൾ ചെയ്യുന്നത് 2 കാൽക്കുലേഷൻ നമുക്ക് ഉണ്ടാകണം. ഒന്ന്, നമ്മൾ റാങ്ക് ലിസ്റ്റിനെ കുറിച്ച്, റൊട്ടേഷനെ കുറിച്ചൊരു കാൽക്കുലേഷൻ ഉണ്ടാകണം. 2, വേക്കൻസിയെ കുറിച്ചൊരു കാൽക്കുലേഷൻ ഉണ്ടാകണം. ഈ 2 കാൽക്കുലേഷൻ ഒരേ സമയം ചെയ്തു പോയാൽ മാത്രമേ നമുക്ക് കയറാൻ കഴിയത്തുള്ളൂ. ഇതിനകത്ത് കുറെ കുറുക്കുവഴികളുണ്ട്. ആ കുറുക്കുവഴികളാണ് നമ്മൾ വളരെയധികം ഉപയോഗിക്കേണ്ടത്. റാങ്ക് ലിസ്റ്റുകാർ ശ്രമിക്കേണ്ടത്, നമ്മൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത്, നിലവിൽ നമ്മൾ RT കൊടുത്ത്, വിവരാവകാശം കൊടുത്ത് എത്ര ഒഴിവ് നിലവിലുണ്ട് എന്ന് നമ്മൾ ആദ്യം കണ്ടുപിടിക്കണം. ഈ നിലവിലുണ്ട് എന്ന് കണ്ടുപിടിച്ചാൽ മാത്രം പോരാ. നമ്മൾ PSC റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവും നേരത്തെ. ഇപ്പൊ 15 വേക്കൻസി PSC റിപ്പോർട്ട് ചെയ്തു. 7 പേരെ അഡ്വൈസ് ചെയ്തിട്ടുണ്ട്. 8 പേരുടെ വേക്കന്റ് അവിടെ പിടിച്ചിട്ട KNCക്ക് വേണ്ടി. ഇപ്പൊ നമ്മൾ RT വാങ്ങിയപ്പോൾ നമുക്ക് പിന്നെ RT കിട്ടി 15 വേക്കന്റ് ഉണ്ടെന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ എത്ര വേക്കന്റായി കണക്കാക്കണം? 8 വേക്കന്റ് PSC കിടക്കുകയാണ്. പിന്നെ നമുക്ക് ബാക്കി എത്ര വേക്കന്റേ ഉള്ളൂ? 7 വേക്കന്റ് നമ്മുടെ കസ്റ്റഡിയിൽ. ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യണം? കൃത്യമായി കാൽക്കുലേറ്റ് ചെയ്താണ് മുമ്പോട്ട് പോകേണ്ടത്. ഇനി ഞാൻ പറയുന്നത്, നമുക്ക് LP, UP, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി എങ്ങനെയാണ് ഒരു വേക്കന്റ് ക്രിയേറ്റ് ചെയ്യാൻ കഴിയുന്നത്. മുമ്പത്തേക്കാൾ ഇപ്പൊ അല്പം കൂടെ പ്രയാസകരമാണ്. നമുക്ക് ഇതിന്റെ വർക്ക് തുടങ്ങേണ്ടത് ഈ വെക്കേഷൻ മുതൽ തുടങ്ങാം. ഞങ്ങള് ലിസ്റ്റുകാർക്ക് ചോദിച്ചാൽ അറിയാം, ഞങ്ങൾ നോമ്പായിട്ട് പോലും പിന്നെ മെയ് ജൂൺ മാസങ്ങളിൽ കാറെടുത്ത് സംഘങ്ങളായി, 1-2 പേരല്ലോ, സംഘങ്ങളായി ഓരോ സ്കൂളിൽ പോയി, ആ സ്കൂളിന്റെ പരിസരത്ത് താമസിക്കുന്ന, ആ സ്കൂളിൽ പോയി അടുത്ത വർഷം അറബിയിൽ ചേരാൻ സാധ്യതയുള്ള കുട്ടികളുടെ ലിസ്റ്റ് തയ്യാറാക്കി പലരെയും വിളിച്ച് അവരെ പോയി നേരിട്ട് കണ്ട് ജമാഅത്തുമായിട്ട് സംഘടിപ്പിച്ച് അവരെ ഏത് നിലയിലാണ്, ആര് പറഞ്ഞാലാണോ അവരൊക്കെ കേൾക്കുന്നത്, അങ്ങനെ അവരെ പോയി കണ്ടാണ് നമ്മൾ ഓരോ വേക്കന്റുകളും ഇതിനകത്ത് ഫിക്സ് ചെയ്യിപ്പിച്ചത്. അപ്പൊ നമ്മൾ ചിന്തിക്കേണ്ടത്, 1-ാം ക്ലാസ്സിൽ ഒരു വേക്കന്റ് പുതുതായി ഉണ്ടാകണമെങ്കിൽ, ഇതുവരെ അറബി ഇല്ലാത്ത ഒരു സ്ഥലമാണ്, അവിടെ ഉണ്ടാകണമെങ്കിൽ അവിടെ 1-ാം ക്ലാസ്സിൽ 10 കുട്ടികളെ നമ്മൾ എന്ത് ചെയ്യണം? അറബി പഠിക്കാൻ വില്ലിങ് ആക്കി എടുക്കണം. അതിന് നമ്മൾ ചെയ്യേണ്ടത് 10 കുട്ടികളുടെ രക്ഷകർത്താക്കളെ തയ്യാറാക്കുക. അവരിൽ നിന്ന് അവർക്ക് നമ്മൾ സമ്മതപത്രം നേരത്തെ തയ്യാറാക്കുക. എൻ്റെ മകന്, എൻ്റെ മകൾക്ക് അറബി പഠിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു ലെറ്റർ തയ്യാറാക്കുക. അവരെ കൊണ്ട് HM കൊടുപ്പിക്കുക. HM കൊടുക്കുന്നതോടുകൂടി, ഈ വില്ലിങ്നെസ് കൊടുക്കുന്നതോട് നമ്മൾ കഴിഞ്ഞില്ല. പിന്നെ നമ്മൾ അന്വേഷിക്കണം, HM വരുന്ന സമ്പൂർണ്ണയില് 1-ാം ക്ലാസ് മുതൽ 4-ാം ക്ലാസ് വരെ അഡീഷണൽ ലാംഗ്വേജ് ആയിട്ട് ഈ 10 കുട്ടികളെ മാറ്റം വരുത്തിയിട്ടുണ്ടോ എന്ന് 6th വർക്കിംഗ് ഡേക്ക് മുമ്പ് തന്നെ നമ്മൾ അന്വേഷിച്ചിരിക്കണം. അതിന് നമ്മൾ ചെയ്യേണ്ടത്, നിരന്തരമായ ഒരു സ്കൂളിലേക്ക് നമ്മൾ പോകുമ്പോൾ ആ സ്കൂളിലെ ഏതെങ്കിലും, ഒരു സ്കൂളിൽ ചില പറയാം, ആ സ്കൂൾ ലീഡ് ചെയ്യുന്ന 1-2 അധ്യാപകർ കാണും. അവരെ തന്നെ നമ്മൾ കൃത്യമായിട്ട് പിടിക്കുക. നമ്മുടെ അവസ്ഥ പറയുക, സാറേ നിവർത്തിയില്ലാത്ത കേസാണ്, നമുക്കൊരു ജോലി അത്യാവശ്യമാണ്, സാറിൻ്റെ ഒരു സഹായം വേണം, ഇങ്ങനെ പറഞ്ഞ് ആ സാറിനെ നമ്മൾ കൃത്യമായി പിടിക്കുകയും അവരെ നിരന്തരമായി ബന്ധപ്പെടുകയും ആ സ്കൂളിൽ കൊടുത്തിട്ടുണ്ടോ ഇല്ലോ എന്ന് നമ്മൾ ഉറപ്പുവരുത്തുകയും ചെയ്യണം. അപ്പൊ ഈ 10 കുട്ടികളെ നമ്മൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഈ വർഷം നമുക്ക് വേക്കന്റ് ഒന്നും കിട്ടത്തില്ല. ഈ വർഷം പുതുതായി തുടങ്ങുന്നത് കൊണ്ട് ഇവരെന്ത് ചെയ്യും? AO ഈ 10 കുട്ടികളെ വെച്ച് അറബിക്കിന് ഒരു പോസ്റ്റ് പ്രപ്പോസ് ചെയ്യും, DDക്ക് പ്രപ്പോസ് ചെയ്യും. അപ്പൊ ഇതിനകത്ത് പരിശോധിക്കുന്ന, ഒന്ന്, ബില്ലിംഗ് ആയിട്ട് 10 കുട്ടികൾ ഉണ്ടോ, തലയെണ്ണം 10 കുട്ടികൾ ഉണ്ടോ, അവർക്ക് 10 കുട്ടികൾക്കും ആധാർ ഉണ്ടാകണം. നമ്മൾ ശ്രദ്ധിക്കാനുള്ള കേസ്, നമ്മൾ തിരഞ്ഞെടുക്കുന്ന 10 കുട്ടികൾക്കും നിർബന്ധമായും ആധാർ ഉണ്ടാകണം. ഇല്ലെങ്കിൽ നമ്മൾ അവരെ കൊണ്ടുപോയി ആധാർ എടുപ്പിച്ച് സെറ്റ് ചെയ്യണം. 2, ഈ 10 കുട്ടികളിൽ നിന്ന് സമ്മതപത്രം HMന്റെ എത്തിയിട്ടുണ്ടോ, അത് നമ്മൾ എന്ത് ചെയ്യണം? ഉറപ്പുവരുത്തണം. HMനെ നമ്മൾ കണ്ട് നമ്മൾ കാര്യം പറഞ്ഞ് സ്വാധീനിച്ചു കഴിഞ്ഞാൽ HM നമ്മുടെ വഴി വരും. ഇപ്പൊ നമ്മുടെ ഈ പ്രധാനമായിട്ട് നമുക്കുള്ളൊരു പോസിറ്റീവ്, ഏത് സ്കൂളിലെടുത്താലും ആ സ്കൂളിൽ മെയിൻ ആയിട്ട് ലീഡ് ചെയ്യുന്നത് അവിടുത്തെ അറബി സാറായിരിക്കും. ഇപ്പം ടീച്ചേഴ്സിന്റെ ഇടയിലൊക്കെ ഉള്ള ഒരു വലിയൊരു അഭിപ്രായം എന്ന് പറഞ്ഞാൽ,
ഒരു അറബി സാർ ഉണ്ടെങ്കിൽ IT കാര്യങ്ങളെല്ലാം അവർ കൈകാര്യം ചെയ്തോളും, നമ്മളൊരു കാര്യം നോക്കണ്ട എന്ന ഒരു അഭിപ്രായം പൊതുവിലുണ്ട്. അത് നമുക്കുള്ളൊരു പോസിറ്റീവാണ്. നിലവിൽ ജോലി കയറിയ എല്ലാ അധ്യാപകരും വളരെ കാര്യക്ഷമമായി അവരുടെ സ്കൂളിൽ ഇടപെടുന്നു. ഇപ്പൊ എനിക്ക് ജോലി കിട്ടി, ഇനി ശമ്പളം കിട്ടും, ഞാൻ എൻ്റെ ജോലിയായിട്ട് ഞാൻ ഒരു വെറും അറബി സാറായി ഓഫീസിൽ ചെന്നിരുന്ന് എൻ്റെ അറബി മാത്രം നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ എന്നെ ഒരിക്കലും അവിടുത്തെ അധ്യാപകരാരും അംഗീകരിക്കത്തില്ല. അതുകൊണ്ട് ആ സ്കൂളിനും ഗുണമില്ല. രണ്ട്, ഈ നമ്മുടെ ഈ സമൂഹത്തിന്, ഈ വരുന്ന നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇന്നലെ ആരോ ഉണ്ടാക്കിയ ഒരു വേക്കൻറ്റിലാണ് നമ്മൾ ഇന്ന് വർക്ക് ചെയ്യുന്നത്. എനിക്ക് ശേഷവും പലരും പുറത്ത് നിൽക്കുന്നുണ്ട്. അവർക്കും കയറാൻ, അവർക്കും ജോലി ചെയ്യാൻ ഒരവസരം നമ്മൾ ഉണ്ടാക്കി കൊടുക്കണമെന്ന് കയറിയ ഓരോരുത്തരും ചിന്തിക്കണം. കയറാൻ പോകുന്ന നിങ്ങളും അങ്ങനെ ചിന്തിക്കണം. ഞാൻ കയറുമ്പോൾ ഞാൻ മറ്റാരോ ഉണ്ടാക്കിയ ഒരു വേക്കൻറ്റിലാണ്. അതുപോലെ ഒരു 10 പേരെ കയറ്റാൻ എൻ്റെ പരിശ്രമം ഇൻഷാ അള്ളാ ഉണ്ടാകുമെന്ന് ഈ കയറിയവരും ഇനി കയറാൻ പോകുന്നവരും പ്രതിജ്ഞ എടുത്തു കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ നമ്മുടെ ഇവിടുത്തെ വേക്കൻറ്റിയുടെ പ്രശ്നം. അപ്പം ഞാൻ എന്താ പറഞ്ഞത്, 10 കുട്ടികൾ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും, AEO നമുക്ക് വേക്കൻറ്റിന് വേണ്ടി റെക്കമെൻഡ് ചെയ്യും. അത് DOക്ക് ഫോർവേഡ് ചെയ്യും. DOക്ക് ഫോർവേഡ് ചെയ്ത് കഴിഞ്ഞാൽ വെരിഫിക്കേഷൻ DO എന്ന് വരും. DO എന്ന് വെരിഫിക്കേഷൻ വന്ന് എല്ലാവർക്കും ആധാർ അക്കൗണ്ട്, മക്കളെ ആരൊക്കെ അറബി പഠിക്കുന്നു എന്ന് ചോദിച്ച് കുട്ടികളൊക്കെ ചാടി എഴുന്നേറ്റ് കൈയൊക്കെ ഉയർത്തി കാണിച്ചാൽ, എല്ലാ സ്ഥലത്തും വരൂല, മിക്കവാറും സ്ഥലത്ത് വരാൻ സാധ്യതയില്ല. ചില സ്ഥലങ്ങളിൽ DOകൾ സ്ട്രിക്റ്റ് ആണ്, അവർ വന്ന് തലയെണ്ണും. എങ്കിൽ DO എന്ത് ചെയ്യും, വീണ്ടും റെക്കമെൻഡ് ചെയ്യും. അപ്പം DD തലത്തിൽ 2 റെക്കമെൻഡേഷൻ കഴിഞ്ഞുകൊണ്ട് ചിലപ്പം വരത്തില്ല, ചിലപ്പം DD തലത്തിൽ നിന്ന് വരാം. വന്നു കഴിഞ്ഞാൽ ഇപ്പം ജൂണിൽ റെക്കമെൻഡ് ചെയ്തപ്പോൾ അടുത്ത ജൂലൈ 15 മുമ്പ് ഈ ഒരു വേക്കൻറ്റ് പാർട്ട് ടൈം ആയിട്ട് നമുക്ക് ഫിക്സ് ചെയ്ത് കിട്ടും. എന്തായിട്ടാണ് ഫിക്സ് ചെയ്ത് കിട്ടുന്നത്? പാർട്ട് ടൈം ആയിട്ട്. ഒരു ഫുൾ ടൈമിന് വേണ്ടത് 28 കുട്ടിയാണ് LPയിൽ. 28 കുട്ടികളാണെങ്കിലും ആദ്യം നമ്മൾ 28 അല്ല 50 കുട്ടികളെ കൊടുത്താലും ആദ്യത്തെ 3 വർഷം ആ വേക്കൻറ്റ് പാർട്ട് ടൈം ആയേ തുടരുള്ളൂ. ഒന്നാമത്തെ വർഷം നമ്മൾ 10 കുട്ടികൾ 1ാം ക്ലാസ്സിൽ കൊടുത്ത് ബാക്കി 2ാം ക്ലാസ്സിലും 3ാം ക്ലാസ്സിലൊക്കെ കുട്ടികൾ ഇട്ട് കൊടുത്താലും ആദ്യത്തെ വർഷം നമുക്ക് എന്തായിട്ട് തന്നെ കിട്ടും, പാർട്ട് ടൈം ആയിട്ടേ കിട്ടുള്ളൂ. 2ാം വർഷവും അറബി 2ാം വർഷവും നമ്മൾ 2ലും 3ലും ഇട്ട് കൊടുക്കണം. 3ാം വർഷം ടോട്ടൽ 4 ക്ലാസ്. 3ാം വർഷം ശ്രദ്ധിക്കാനുള്ളത്, 1ാം ക്ലാസ്സിൽ നമ്മൾ കൊടുത്തു, 2ാമത്തെ വർഷം 2ാം ക്ലാസ്സിൽ കൊടുത്തു, കുട്ടികളെ കൊടുത്തു. 3ാമത്തെ കൊല്ലം 3ാം ക്ലാസ്സിൽ മാത്രമാണ് കൊടുക്കുന്നതെങ്കിൽ നമുക്ക് 3ാമത്തെ കൊല്ലം ഫുൾ ടൈം അനുവദിക്കത്തില്ല. അതുകൊണ്ട് ശ്രദ്ധിക്കണം, 4ാം ക്ലാസ്സിലും കുട്ടികളെ കൊടുക്കണം. 4ാം ക്ലാസ്സിലും കൂടെ കുട്ടികളെ കൊടുത്താൽ മാത്രമേ ഈ 3ാമത്തെ കൊല്ലം നമുക്ക് പാർട്ട് ടൈം ആയ നമ്മുടെ പോസ്റ്റ് 28 കുട്ടികൾ അല്ലെങ്കിൽ 28ൽ കൂടുതൽ കുട്ടികൾ ആയതുകൊണ്ട് നമുക്ക് ഫുൾ ടൈം ആയി കിട്ടും. അപ്പൊ എല്ലാവർക്കും മനസ്സിലായോ? അപ്പൊ നമ്മളിപ്പോ ആലോചിക്കും, ഇപ്പം നമ്മൾ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് പാർട്ട് ടൈംകാർക്കേ ഇത് ഉപയോഗപ്പെടുള്ളൂ. ഈ വർക്ക് ഈ 3 കൊല്ലം കഴിയുമ്പോഴേക്കും നമ്മുടെ റാങ്ക് ലിസ്റ്റ് തീരും. അപ്പം ഇത് ഫുൾ ടൈം LP റാങ്ക് ലിസ്റ്റുകാർക്ക് ഇത് ചെയ്യുന്നത് കൊണ്ട് ബെനിഫിറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. ആർക്കെങ്കിലും ബെനിഫിറ്റ് ഉണ്ട്. നമുക്ക് ബെനിഫിറ്റ് ഉണ്ടോ എന്ന് വെച്ചാൽ മാത്രമേ ഇല്ല എന്നുള്ളൂ. എങ്കിലും പാർട്ട് ടൈംകാർക്ക് അത് ഉപയോഗപ്പെടും. ഭാവിയിൽ നമുക്ക് കിട്ടുകയും ചെയ്യും. നമ്മൾ റാങ്ക് ലിസ്റ്റ് 4 വർഷം നീട്ടിയാൽ മാത്രമേ ഇപ്പം നമ്മൾ ചേർത്ത ഈ 10 കുട്ടികളുടെ ഫലം നമുക്ക് കിട്ടുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് ഒരു LPയിൽ ഒരു ഫുൾ ടൈം ആയി കിട്ടണമെങ്കിൽ ഇനി അടുത്ത് എന്താണ് എന്നതാണ് ചോദ്യം. ഒരു പ്യുവർ LP ആണ് പറയുന്നത്. പ്യുവർ LP, അവിടെ ഒരു LPയിൽ സാറുണ്ട്. നമ്മൾ ആ സാറിനെ പോയി കാണണം, കണ്ട് നമ്മുടെ അവസ്ഥയും കാര്യങ്ങളും പറയണം. ആ LPയുടെ ടോട്ടൽ സ്ട്രെങ്ത് നമ്മൾ എടുപ്പിക്കണം. ടോട്ടൽ സ്ട്രെങ്ത് എടുത്താൽ എല്ലാ ഡിവിഷനും കുട്ടികളുണ്ടെങ്കിൽ, എല്ലാ ഡിവിഷനും 2 വീതമുണ്ട്. 1ാം ക്ലാസ് 2 ഉണ്ട്, 2ാം ക്ലാസ് 2 ഉണ്ട്, 3ാം ക്ലാസ് 2 ഉണ്ട്, 4ാം ക്ലാസ് 2 ഉണ്ട്. ഈ അറബി സാറിനോട് പറയണം, സാറേ 2
വിദ്യയാണ് നമ്മൾ അതിനകത്ത് ചെയ്യേണ്ടത്. ഒന്ന്, ഈ അറബി സാറിനോട് പറയണം, സാറേ നിങ്ങൾ എല്ലാ കുട്ടികളെയും ഇരുത്തിയൊന്ന് പഠിപ്പിക്കണം. എല്ലാ കുട്ടികളെയും നിങ്ങൾ ഇരുത്തിയൊന്ന് അറബി പഠിക്കണം. താല്പര്യമുള്ളവർ ഇരുന്നോട്ട്, അല്ലാത്തവർ അവിടെ ഇരുന്നോട്ട്, അറബി ക്ലാസ് ഇരുന്നോട്ടെന്ന് പറയണം. ഒന്നുമില്ലെങ്കിൽ ഒരു അലിഫെങ്കിലും വരെ ബുക്കിൽ എഴുതുന്ന രീതിയിൽ ലെവലിൽ പഠിപ്പിക്കണം. എന്നിട്ട് മറ്റു ടീച്ചർമാർക്ക് നമ്മൾ പറയണം, ടീച്ചറെ നിങ്ങൾക്ക് ഒരു പീരീഡ് ഫ്രീ ആകാൻ പോവുകയാണ്. കാരണം നിങ്ങൾ പഠിപ്പിക്കാൻ പോകുന്ന ഒരു വിഷയം രണ്ടാം ക്ലാസ്സിൽ ഈ അറബി സാർ ഒന്ന് എന്ത് ചെയ്യാണ്, ക്ലാസ് എടുക്കാൻ പോവുകയാണ്. അപ്പൊ അത്രയും സമയം ഒരു പീരീഡ് നിങ്ങൾക്ക് ഫ്രീ കിട്ടും. അങ്ങനെ അവരെ ഫ്രീ ആക്കിക്കൊണ്ട് നമ്മൾ ഈ മുഴുവൻ കുട്ടികൾ ഒന്നാം ക്ലാസ്സിൽ നമുക്ക് 31 കുട്ടികളെ അറബി പഠിക്കാൻ കൊടുക്കാൻ കഴിഞ്ഞു. രണ്ടാം ക്ലാസ്സിൽ 31 കുട്ടിയെ അറബി പഠിക്കാൻ കൊടുക്കാൻ കഴിഞ്ഞു. മൂന്നാം ക്ലാസ്സിൽ 31 എബോവ് കുട്ടികളെ അറബി പഠിക്കാൻ കൊടുക്കാൻ കഴിഞ്ഞു. നാലാം ക്ലാസ്സിൽ 31 കുട്ടികളെ അറബി പഠിക്കാൻ കഴിഞ്ഞു. എങ്കിൽ നമുക്ക് കിട്ടുന്ന നേട്ടം രണ്ടാമത്തെ പോസ്റ്റ് അവിടെ ക്രിയേറ്റ് ആയി. എന്താണ് രണ്ടാമത്തെ പോസ്റ്റ്? അര പോസ്റ്റ് അല്ല, നേരത്തെ നമ്മൾ പാർട്ട് ടൈമേ കിട്ടിയുള്ളൂ. ഇപ്പം നമുക്ക് അനുവദിക്കുന്ന രണ്ടാമത്തെ പോസ്റ്റ് ആണ്. ഈ പോസ്റ്റ്, രണ്ടാമത്തെ പോസ്റ്റ് ഇപ്പൊ നമ്മുടെ 25 ഫിക്സേഷനിൽ AU റെക്കമെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ 26 ജൂലൈ 30 മുമ്പ് നമുക്ക് ഈ പോസ്റ്റ് ഫിക്സ് ആയി വരികയും ഇത് PSCക്ക് റിപ്പോർട്ട് ചെയ്യപ്പെടുക തക്കതായ പോസ്റ്റായി മാറുകയും ചെയ്യും. എല്ലാവർക്കും പറഞ്ഞ് മനസ്സിലായാന്തോ? അപ്പം നമുക്ക് ഏറ്റവും എളുപ്പം ഒരു പുതിയ ഒരു അറബി പോസ്റ്റ് നമുക്ക് LP നിർമ്മിക്കണമെങ്കിൽ, കണ്ടെത്തണമെങ്കിൽ, ഒന്ന് നമ്മൾ തിരഞ്ഞെടുക്കേണ്ട സ്കൂള് സ്ട്രെങ്ത് ഉള്ള സ്കൂളുകളാണ് ആദ്യം തിരഞ്ഞെടുക്കേണ്ടത്. എല്ലാ ഡിവിഷനും എന്ത് ചെയ്യണം, 2 ഡിവിഷൻ ഉണ്ടാകണം. ഒന്നിൽ 2 ഡിവിഷൻ, രണ്ടിൽ കൂടുതലോ, 2 അങ്ങനെ എടുത്തു. ഇപ്പൊ നമ്മൾ ഒരു ഡിവിഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പം 30 കുട്ടികൾക്ക് താഴെ ഉണ്ടെങ്കിൽ അതിന് നമ്മൾ 4 പീരീഡ് എന്നാ പറയുന്നത്. എന്താ പറയുന്നത്? 4 പീരീഡ്. അവിടെ 31 കുട്ടികളാകുമ്പോൾ ആ ഒന്നാം ക്ലാസ്സിൽ 8 പീരീഡ് ആയി. എത്ര പീരീഡ് ആയി? ഈ ഫസ്റ്റ് ഡിവിഷന് മാത്രമേ എണ്ണം പരിഗണിക്കുള്ളൂ. ഫസ്റ്റ് ഡിവിഷൻ ഉണ്ടാകാൻ എത്ര കുട്ടികൾ വേണം എന്ന് പറഞ്ഞ് ആരെങ്കിലും ഒരാൾ പറഞ്ഞേ? 28. രണ്ടാമത്തെ ഡിവിഷൻ ഉണ്ടാവുന്ന എത്ര കുട്ടികൾ വേണം? 31. അവിടെ കുട്ടികളല്ല ടീച്ചറെ, അവിടെ പീരീഡ് ആണ് കണക്കാക്കുന്നത്. എന്താണ് കണക്കാക്കുന്നത്? പറയൂ. പീരീഡ്. അപ്പൊ നമ്മൾ പീരീഡ് എങ്ങനെ കണക്കാക്കും? സാറേ, ഓ, ഒരു വിഷയം പറഞ്ഞിട്ട് അതിന്റെ ഉടനെ തന്നെ അതുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ ഉണ്ടെങ്കിൽ അപ്പൊ തന്നെ ക്ലിയർ ചെയ്ത് പോകുന്നതായിരിക്കുമല്ലോ നല്ലത്. അതെ തന്നെ, അതാണ് ഇത് ക്ലിയർ ചെയ്യുന്നത്. LP-കാരുടെ ലാസ്റ്റിക്ക് വെക്കണ്ട. ഇനി സാറ് പറഞ്ഞതിന് ശേഷം ഓരോ വിഷയങ്ങൾ ഇപ്പൊ കഴിഞ്ഞിട്ട് ഘട്ടം ഘട്ടമായിട്ട് ആ വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ചോദിക്കാവുന്ന സംശയങ്ങൾ അപ്പൊ തന്നെ ക്ലിയർ ചെയ്ത് പോയാൽ പിന്നെ നമുക്ക് ലാസ്റ്റ് എല്ലാം കൂടി ചോദിക്കാനും ഇപ്പൊ ഓർമ്മ ഉണ്ടാവണമെന്നില്ല. ഇപ്പൊ ആവുമ്പോ കറക്റ്റ് ഓർമ്മ, സാർ പറയുമ്പോ കൃത്യമായി ഓർമ്മ ഉണ്ടാകും. അപ്പൊ ആ രൂപത്തിൽ തന്നെ സംശയങ്ങൾ ക്ലിയർ ചെയ്ത് പോവാം. അതെ. അപ്പം നമുക്ക് പീരീഡ് ആണ് അടുത്ത് നമുക്ക് വേണ്ടത്. എത്രയാണ് പീരീഡ്? അപ്പൊ നമ്മള് പീരീഡ് കണക്കാക്കുന്നത് ഒന്നാം ക്ലാസ്സിൽ 30 കുട്ടികൾ വരെ ഒരു 4 പീരീഡും, 31 മുതൽ 60 കുട്ടികൾ വരെ 8 പീരീഡും, 61 മുതൽ 12 പീരീഡും, ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, പീരീഡ് കണക്കാക്കി പോകുന്നത്. അപ്പൊ നമുക്ക് ഒരു ഫുൾ ടൈം, ഒരു പാർട്ട് ടൈം കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? 14 പീരീഡിന് താഴെ. ഒരു ഫുൾ ടൈം ആവണമെങ്കിൽ 15 പീരീഡ് മുതൽ 29 പീരീഡ് വരെ എന്താണ്, ഒരു ഫുൾ ടൈം ആണ്. 30 പീരീഡ് ആയി കഴിഞ്ഞാൽ അവിടെ എന്ത് ചെയ്യും? 2 LPST കിട്ടും. അപ്പൊ 2 LPST കിട്ടാൻ നമ്മൾ എന്ത് ചെയ്യണം? അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒന്നാം ക്ലാസ്സിൽ 2 ഡിവിഷൻ ഉണ്ടെങ്കിൽ 8 പീരീഡ്, രണ്ടാം ക്ലാസ്സിൽ 2 ഡിവിഷൻ ഉണ്ടെങ്കിൽ 31 കുട്ടിയാണ് 2 ഡിവിഷൻ, 16 പീരീഡ്. അങ്ങനെ നോക്കിയപ്പോൾ 4 ഡിവിഷനിൽ 4 8 32, 4 ഡിവിഷനിൽ കൂടി നമുക്ക് 32 പീരീഡ് കിട്ടും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും? രണ്ടാമത്തെ ഒരു LP പോസ്റ്റ് വരും.
ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ 3 വർഷം നമ്മൾ കാത്തിരിക്കേണ്ട അത് ഫുൾ ടൈം ആകാൻ. രണ്ടാമത്തെ കൊല്ലം തന്നെ അത് എന്ത് ചെയ്യാൻ നമുക്ക് PSC റിപ്പോർട്ട് ചെയ്യാൻ പറ്റും. ഇനി സ്ട്രെങ്ത് കുറച്ചുകൂടി കൂടുതലാണ്. നമുക്ക് മൂന്നാമത്തെ ഡിവിഷൻ കിട്ടും. പിന്നെ ഒരു ലാംഗ്വേജ് ടീച്ചറിന് കിട്ടുമെങ്കിൽ 55 പീരീഡ് ഉണ്ടാകും. 55 പീരീഡ് അങ്ങോട്ടും 55 പീരീഡ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത്, ഇപ്പം ഓരോ ഡിവിഷനേ ഉള്ളുവെങ്കിൽ 4 ഡിവിഷനും കൂടി 16 പീരീഡ് ആണ്. എല്ലാ ഡിവിഷനും 2 ആകുമ്പോൾ 16 32. എല്ലാ ഡിവിഷനും 3 ആകുമ്പോൾ 32 16 48 ആവണുള്ളൂ. പക്ഷെ അവിടെ വീണ്ടും എന്ത് ചെയ്യണം, ഒരു ക്ലാസ്സും കൂടി വന്നാൽ മാത്രമേ ഈ 55 പീരീഡ് എത്തിയാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, മൂന്നാമതൊരു പോസ്റ്റും കൂടി നമുക്ക് കിട്ടുള്ളൂ. ഇതാണ് പോസ്റ്റിന്റെ കണക്ക്. ഞാൻ ഒന്നും കൂടെ പറയാം. 14 പീരീഡ് വരെ പാർട്ട് ടൈമും 15 മുതൽ 28 വരെ ഒരു ഫുൾ ടൈമും 15 മുതൽ 28 വരെ ഒരു ഫുൾ ടൈമും 29 മുതൽ 53 വരെ 2 ഫുൾ ടൈമും 54 മുതൽ 78 വരെ 4 ഫുൾ ടൈമുമാണ്. നമുക്ക് പരമാവധി ഒരു ആവറേജ് ഒരു 200 കുട്ടികളൊക്കെ പഠിക്കുന്ന സ്കൂളിൽ 2 LPST പോസ്റ്റ് നിഷ്പ്രയാസം നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഞാൻ അരുവിക്കര LPSൽ ഇതേ മെത്തേഡ് വെച്ചാണ് 2 LPST പോസ്റ്റ്, അവിടെ ഒരു 200 കുട്ടികൾക്കകത്തേ വരുള്ളൂ പോസ്റ്റ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇതുപോലെ നമുക്ക് എന്ത് ചെയ്യാം, വളരെ സിമ്പിളായി. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, LP ലിസ്റ്റുകാർ, ഫുൾ ടൈം ലിസ്റ്റുകാർ ഫോക്കസ് ചെയ്യേണ്ടത് ഒരു 200 250 കുട്ടികൾ പഠിക്കുന്ന LP സ്കൂള്, അവിടെ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് രണ്ടാമത്തെ പോസ്റ്റാണ്. രണ്ടാമത്തെ പോസ്റ്റ് ആണെങ്കിൽ മാത്രമേ ഫുൾ ടൈം ആയിട്ട് നമ്മുടെ റാങ്കിൽ തന്നെ എന്ത് ചെയ്യുള്ളൂ, കിട്ടുകയുള്ളൂ. അപ്പൊ LPയിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് UPയിലേക്ക് വരാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ LPക്കാര്? സാറേ, ഒരു ഡൗട്ട് ഉണ്ട്. ചോദിച്ചോണ്ടിരിക്കണേ. അതായത് ഒരു സ്കൂളിൽ 150ഓളം കുട്ടികൾ പഠിക്കുന്നുണ്ട്, പക്ഷെ ഒരൊറ്റ മുസ്ലിം കുട്ടി പോലും ഇല്ല. അപ്പൊ നമുക്ക് അവിടെ പോസ്റ്റ് ചെയ്യാൻ ക്രിയേറ്റ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ? പറ്റും, പക്ഷെ അത് ഒരൊറ്റ മുസ്ലിം കുട്ടി പോലും ഇല്ല ആ നിങ്ങൾക്ക് സ്കൂളിൽ. ആ രക്ഷകർത്താവിൽ നിന്ന് അറബി പഠിക്കണമെന്ന് അപേക്ഷ വാങ്ങി HMന് കൊടുക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് അവിടെ പോസ്റ്റ് ഉണ്ടാക്കാം. ഫസ്റ്റ് വർഷം നിങ്ങൾക്ക് പാർട്ട് ടൈമേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അത് കഴിയുമ്പോൾ നിങ്ങൾക്ക് അത് ഫുൾ ടൈം ആവും. ഒറ്റ കുട്ടി എന്ത് ചെയ്യണ്ട, മുസ്ലിം കുട്ടി കാണണമെന്നില്ല. പക്ഷെ HM റിസ്ക് എടുക്കണ്ടേ? HMനെ കൊണ്ട് റിസ്ക് എടുപ്പിക്കണ്ട. നിങ്ങൾ 10 രക്ഷകർത്താക്കളെ കൊണ്ട് എന്റെ മക്കളെ അറബി പഠിപ്പിക്കണമെന്ന് പറയിപ്പിക്കാൻ പറ്റും. എഴുതി കൊടുക്കാൻ പറ്റിയ ഓക്കെയാണ്. അവരെ കൺസേൺ ലെറ്റർ വാങ്ങിച്ചു കൊടുത്ത ഓക്കെ. ഓക്കെ സാറേ, നമുക്കപ്പം 1 മുതൽ 4 വരെയുള്ള കുട്ടികൾ 30 പേരുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ഫുൾ ടൈം എടുക്കാൻ പറ്റത്തില്ലേ സാറേ? ഫസ്റ്റ് വർഷം കിട്ടൂല സാറേ, കിട്ടത്തില്ലല്ലേ? 50 കുട്ടികളെ കൊടുത്താലും തരൂല. ഓക്കെ, താങ്ക് യു. സംശയം ചോദിക്കട്ടെ. നമ്മളിപ്പോ 1 മുതൽ 4 വരെ പഠിക്കുന്ന കുട്ടികള് മുസ്ലിംസ് ആവണം എന്നില്ലല്ലോ അറബി പഠിക്കാൻ? ഇല്ല. അപ്പൊ നമ്മളെ സ്കൂളിലെ കുട്ടികൾ ഇപ്പൊ 30 പേരുണ്ടെങ്കിൽ ആ 30 പേരെ വെച്ചിട്ടും HMന് ഒരു പോസ്റ്റിന് ഇങ്ങനെ അപേക്ഷ കൊടുക്കുന്നതിൽ കുഴപ്പമുണ്ടോ? മീൻസ് ഞാൻ ചോദിക്കുന്നത്, അമുസ്ലിമായ കുട്ടികളുടെ രക്ഷിതാക്കൾ എഴുതി കൊടുത്ത ഒരു ലെറ്റർ അവിടെ വാങ്ങി വെക്കണം, അങ്ങനെ വല്ല നിയമമുണ്ടോ? വെക്കണം. കൺസെന്റ് വാങ്ങി വെക്കണം. അല്ലെങ്കിൽ HM മറുപടി പറയേണ്ടി വരും. അല്ലെങ്കിൽ കൺസെന്റ് കൃത്യമായിട്ട് നമ്മൾ വാങ്ങിച്ചു കൊടുക്കണം. ഞങ്ങളൊക്കെ കൺസെന്റ് വാങ്ങിച്ചാണ് ചേർത്തത്. കൺസെന്റ് കൊടുത്തില്ലേ ഒരു HM തയ്യാറാവൂല. അവരെ സേഫേ നോക്കുള്ളൂ, എടുക്കത്തില്ല. കൺസെന്റ് വാങ്ങിച്ചു കൊടുക്കണം. ഓക്കെ. ഇപ്പൊ വയനാട് അമ്പുകുത്തി സ്കൂളിന്റെ ഒരു കഥ സാർ അറിഞ്ഞിരുന്നോ? എന്താണ്? വയനാട് അമ്പുകുത്തി സ്കൂള് പാസ്സായപ്പോ തന്നെ ഫുൾ ടൈം ആയിട്ടാണ് പാസ്സായത്.
ശരിക്കും ഇപ്പൊ നിങ്ങൾ പറഞ്ഞില്ലേ ഫസ്റ്റ് അറ്റംപ്റ്റ് 2 കുട്ടികളെ കൊടുത്താൽ പോലും ഫുൾ ടൈം വരൂലെന്നല്ലേ പറഞ്ഞത്? അവിടെ ഇരിക്കുന്ന സൂപ്രണ്ടിന്റെ അറിവ് പോലെ ഇരിക്കും. ആ സൂപ്രണ്ടിന് ഈ അറിവായുള്ളൂ, ഏത് 28 കുട്ടികളുണ്ടെങ്കിൽ ഫുൾ ടൈം. എന്നാൽ ഫസ്റ്റ് ഒരു പിന്നെ അത് ആരംഭിക്കേണ്ട പാർട്ട് ടൈം ആണെന്ന് KER ഇല്ല. ആ റൂള് പുള്ളിക്ക് അറിഞ്ഞുകൂടാത്തതുകൊണ്ട് മാത്രമാണ്. അത് നമ്മൾ വളരെ അദ്ദേഹത്തിന്റെ സംഭവിക്കുന്നതാണ്. നമ്മുടെ പിന്നെ ഈ ഞങ്ങളുടെ ലിസ്റ്റ് ഉണ്ടാക്കിയ സമയത്ത് ഈ 1-2 സ്കൂളിൽ ഇതുപോലെ ഫുൾ ടൈം പിന്നെ ആക്കുകയും DD പിന്നീട് അത് കണ്ടെത്തി പാർട്ട് ടൈം ആക്കുകയും ചെയ്തു ഞങ്ങളുടെ സമയത്ത്. പക്ഷെ നമുക്ക് പിന്നെ അപ്പീലൊന്നും പോകാൻ പറ്റിയില്ല. കാര്യം നമുക്ക് തന്നെ അറിയാം പാർട്ട് ടൈമേ ആവുള്ളൂ. പക്ഷെ ആ ഒറ്റ ഒരു എലിയുടെ കീഴിലുള്ള 4 സ്കൂള് IIO ഫുൾ ടൈം ആയിട്ട് ഫിക്സ് ചെയ്ത് വിട്ടു. പക്ഷെ പിന്നീട് DD അതിനെ രണ്ടാമത് റിവർട്ട് ചെയ്ത് പാർട്ട് ടൈം ആക്കി തന്നു. അപ്പൊ DD ചെയ്തത് നമുക്ക് ഒരിക്കലും തെറ്റെന്ന് പറയാനോ രണ്ടാമതിന്റെ പുറത്ത് അപ്പീലിന് പോകാനോ പറ്റൂല. കുട്ടികളൊക്കെ ഉണ്ട്. ഓക്കെ. കഴിഞ്ഞോ? ചോദിച്ചോ. ഞാന് പിന്നെ ഒരുപാട് കുട്ടി അത് ഫുൾ ടൈം 1 പോസ്റ്റ് ഉള്ള സ്കൂളിലാണ് ഇപ്പൊ വർക്ക് ചെയ്യുന്നത്. അപ്പൊ അവിടെ രണ്ടാമത്തെ പോസ്റ്റിനെ പിന്നെ ഇത് കൊടുത്തിട്ട് സാങ്ഷൻ ആയിട്ടില്ല. അപ്പോ ഫിറ്റ്നസ് ഇല്ല എന്നതിന്റെ പേരിലാണ് ഇപ്പോ അത് അനുവദിക്കാതെ. പിന്നെ അപ്പോ ഇതിനകത്ത് നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾക്ക് അപ്പീൽ കൊടുക്കാം. അറബിക്ക് എന്ത് വേണ്ട? റൂം വേണ്ടെന്നാണ്. അറബിക്കിനോ ഹിന്ദിക്കോ സംസ്കൃതത്തിനോ എന്ത് വേണ്ട? റൂം വേണ്ടെന്നാണ്. അപ്പൊ മതിയായ ക്ലാസ് റൂമുകൾ ഇല്ലാത്തതിന്റെ പേരിൽ, അതുപോലെ ഫയർ ആൻഡ് സേഫ്റ്റി സെക്യൂരിറ്റി ഇല്ലാത്തതുകൊണ്ടും അങ്ങനെ അനുവദിക്കേണ്ടത്. ഞാൻ പറഞ്ഞ വിഷയം ടീച്ചർ മനസ്സിലായില്ല. മനസ്സിലായി. അറബിക്ക് ഫിറ്റ്നസ് വെച്ച് നിങ്ങൾ അപ്പീൽ നിങ്ങൾക്ക് തള്ളിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്പീലിന് പോവാം. അറബിക്കിന് എന്ത് വേണ്ട? റൂം ആവശ്യമില്ല. റൂം ആവശ്യമില്ലാത്തൊന്നും ഫിറ്റ്നസിന്റെ പേരിൽ നമ്മളെ തള്ളാൻ പറ്റൂല എന്നാണ് ഈ പറഞ്ഞത്. അപ്പൊ ഈ അപ്പീൽ പോകേണ്ടത് 6 വർക്കിംഗ് ഡേയ്സിന് മുമ്പ് ആവണ്ടേ? 6 വർക്കിംഗ് ഡേക്ക് മുമ്പല്ല. ഈ ഫിക്സേഷൻ കിട്ടി 15 ദിവസം മുമ്പ്. ഈ ഫിക്സേഷൻ നിങ്ങളുടെ സ്കൂളിൽ തരുമല്ലോ ഫിക്സ് ചെയ്ത്. കിട്ടി 15 ദിവസത്തിനകത്ത് അപ്പീലിന് വേണം. നിങ്ങൾ ഈ അപ്പീൽ അത് നമ്മൾ എവിടെ എങ്ങനെ ഹൈക്കോർട്ടിൽ പോയിട്ടാണോ അപ്പീൽ കൊടുക്കുക? അയ്യോ, ഹൈക്കോർട്ടിലല്ല. നിങ്ങൾക്ക് ഫിക്സ് ചെയ്ത് തരുന്നത് AU എന്നാണെങ്കിൽ നിങ്ങൾ അടുത്ത് അപ്പീലിന് വേണ്ടത് DD-യിലാണ്. അതെ, DD പോയിട്ട് തന്നെയാണ് ഈ പ്രശ്നം പറയണ്ടേ. അപ്പൊ വയനാട് പനമര സ്കൂളിൽ ഈ ഒരു പ്രശ്നം വന്നപ്പോ അവര് ബിൽഡിംഗ് ഇല്ലാന്നാണല്ലോ കാരണം പറഞ്ഞത്. DD പോയി ചോദിച്ചപ്പോഴും അങ്ങനെ തന്നെയാണല്ലോ കാരണം പറഞ്ഞത്. അപ്പീൽ ചെയ്യണം. DPയിലായാലും എവിടെ പോയാലും നിങ്ങൾക്ക് ഈ അപ്പീൽ അംഗീകരിക്കും. അറബി എന്ന് പറയുന്ന നിങ്ങൾക്ക് ഒരു ഡിവിഷൻ തരാത്തല്ല ഞാൻ ചോദിക്കുന്നത്. നിങ്ങളുടെ സെക്കൻഡ് അറബി പോസ്റ്റ് ഈ ബിൽഡിംഗ് ഇല്ല, ഫിറ്റ്നസ് ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് തള്ളിയിട്ടുണ്ടെങ്കിൽ, എന്നാൽ ഒരു LPSTയുടെ ഒരു പോസ്റ്റ് ഫിറ്റ്നസ് ഇല്ലാന്ന് തള്ളിയാ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അവിടെ റൂം കാണിച്ചേ പറ്റുള്ളൂ. പക്ഷെ അറബിക്കിന് എന്തില്ല? അറബിക്കിന് റൂം ആവശ്യമില്ല. നിങ്ങൾ അപ്പീലിൽ അതാണ് സ്പെസിഫൈ ചെയ്യേണ്ടത്. എന്താ സ്പെസിഫൈ ചെയ്യേണ്ടത്? അറബിക് ലാംഗ്വേജ് ആണ്. ഈ ലാംഗ്വേജിന്റെ റൂം ആവശ്യം KER-ൽ ഒന്നും റൂം ആവശ്യപ്പെടുന്നില്ല. അതുകൊണ്ട് ഫിറ്റ്നസ് വെച്ച് നമ്മളെ തള്ളിയത് KER വിരുദ്ധമാണ് എന്ന് തന്നെ നിങ്ങൾ അപ്പീൽ ചെയ്യണം. അപ്പൊ ഒരു സംശയം കൂടി ചോദിക്കട്ടെ. ഇപ്പൊ പറഞ്ഞല്ലോ ബാക്കിയുള്ള LPSTക്കാണെങ്കിൽ നമുക്ക് അങ്ങനെ പറ്റില്ല, റൂം കാണിക്കണമെന്ന്. ഈ കുട്ടികൾ തന്നെ അല്ലേ നമ്മൾ അറബിക്ക് ഉണ്ടാവുക? ആയിക്കോട്ടെ, അവിടെ ഒരു LPST പോസ്റ്റ് ചെയ്യാനാണ് ഫിറ്റ്നസ് ആവശ്യം. അവിടെ അറബി പോസ്റ്റ് ചെയ്യാൻ വേണ്ടി ഫിറ്റ്നസിന്റെ ആവശ്യമില്ല. പക്ഷെ അറബി സംഭവം ഓക്കെ സർ, പക്ഷെ ഞാൻ ചോദിക്കണത് ഈ അറബി പഠിക്കുന്ന കുട്ടികൾ അവര് ഒന്നല്ലേ? ആയിക്കോട്ടെ, നമ്മൾ റൂൾ അല്ലേ പറയുന്നത്. KER കേരള എഡ്യൂക്കേഷൻ റൂൾ എന്ത് നമ്മളോട് പറയുന്നു അതിനെ പ്രസക്തിയുള്ളൂ. മനസ്സിലായില്ലേ? ഡിവിഷൻ അനുസരിച്ചല്ലേ ഇത് പറയുന്നത്? നമ്മളെ ഡിവിഷൻ എന്ന് പറഞ്ഞാൽ 31 കുട്ടികളാകുമ്പോ നമുക്ക് രണ്ടാമത്തെ നമുക്ക് ഡിവിഷനായി 8ാമത്തെ പീരീഡ്. ഈ ഡിവിഷൻ അനുവദിക്കണം എന്നുണ്ടെങ്കിൽ കെട്ടിടം വേണ്ടരും, റൂം വേണ്ടരും. അപ്പൊ അത് അനുവദിച്ച് കിട്ടിയാലല്ലേ അറബി പോസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ. നിങ്ങൾക്ക് രണ്ടാമത്തെ അറബി പോസ്റ്റ് വരാൻ നിങ്ങൾക്ക് ഒരുപാട് ബിൽഡിംഗ് ഉണ്ട്. എല്ലാ ഡിവിഷനും എന്ത് ചെയ്താൽ മതി? ഓരോ ഡിവിഷനും കൂടെ കൂടിയാൽ മതി. മനസ്സിലായോ?
ആ ഓരോ ഡിവിഷൻ കൂടെ 31 ആവശ്യമുള്ളൂ. പലപ്പോഴും ഇത് ഡിവിഷൻ 31 കുട്ടികൾ ഉണ്ടായി കഴിഞ്ഞാൽ രണ്ടാമത്തെ ഡിവിഷൻ കിട്ടണം എന്നുണ്ടെങ്കിൽ റൂം കാണിച്ചു കൊടുക്കണം, കെട്ടിടം കാണിച്ചു കൊടുക്കണം. അത് ഇല്ലാത്തടത്ത് നമുക്ക് കിട്ടൂലല്ലോ. അത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ആ രണ്ടാമത്തെ റൂം കാണിച്ചു കൊടുക്കാൻ ഇല്ലാന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ ഡിവിഷൻ കിട്ടൂല. അത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അറബി പോസ്റ്റും കിട്ടൂലല്ലോ. ഇതിപ്പോ നമ്മൾ പറഞ്ഞ ന്യായീകരണം. പക്ഷെ ഈ ന്യായീകരണത്തിന് എന്താണ് റൂളിന്റെ ബലമില്ല. രണ്ടാമത്തെ ഡിവിഷൻ അവർക്ക് അനുവദിക്കാതിരിക്കാൻ അവർക്ക് പിന്നെ അവിടെ ഇല്ല എന്നല്ല, അവർക്ക് ഏത് നിമിഷം അവർ ആ റൂം അവിടെ ഹാജരാക്കിയാലും ആ ഫിറ്റ്നസ് വാങ്ങി അന്നേരം ഫിക്സ് ചെയ്ത് കൊടുക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായ? അവിടെ എന്തുണ്ട്? രണ്ട് ഡിവിഷൻ ഉണ്ട്. ഇവിടെ ഒരു ഡിവിഷൻ മറഞ്ഞിരിക്കുന്നത് എപ്പോ റൂം കൊണ്ട് കാണിച്ചാലും അപ്പോഴ് ഫിക്സ് ചെയ്ത് കൊടുക്കാം, അപ്പോഴേ ആളിനെ അവിടെ നിയമിക്കാം. എല്ലാരും കഴിഞ്ഞു നമ്മൾ LP വിത്ത് UPയിലേക്ക് വരെയാണ്. 1 മുതൽ 7ാം ക്ലാസ് വരെയുള്ള UPയുടെ കാര്യം അടുത്താണ്. ചെറിയ വ്യത്യാസം ഉണ്ടെല്ലാം ശ്രദ്ധിച്ചോളണേ. LPയിൽ മാഷെ 52 പീരീഡ് ഉണ്ടായാലും 3 ആളെ വെക്കാൻ കഴിയില്ല അല്ലെ? 2 പീരീഡ് വരുമല്ലോ സാറേ, 54 വേണം. ഓക്കെ, അപ്പം ഇനി നമ്മൾ പറയാൻ പോകുന്ന ഏതാണ്? UP സ്കൂളാണ്. എത്രാം ക്ലാസ് മുതലും? 1ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെ നിലവിലുള്ള സ്കൂളിനെ കുറിച്ചാണ് പറയുന്നത്. എല്ലാം വളരെ വ്യക്തമായി മനസ്സിലാക്കിയാണ് പോകേണ്ടത്. അപ്പോൾ 1ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെയുള്ള സ്കൂളിൽ നമുക്ക് 15 പീരീഡ് കിട്ടിക്കഴിഞ്ഞാൽ അവിടെ ഒരു ഫുൾ ടൈം UP ആണ് ആദ്യം ഉണ്ടാകുന്നത്. ഏത് പോസ്റ്റാണ് വരുന്നത്? ഫുൾ ടൈം UP. 1ാം ക്ലാസ്സിൽ 10 കുട്ടിയുണ്ട്, 5ാം ക്ലാസ്സിലും 10 കുട്ടിയുണ്ട്. ഈ ഇടയ്ക്ക് 1-2 ക്ലാസ്സുകളിലും കൂടി കുട്ടികളുണ്ടെങ്കിൽ ഇപ്പം 1ാം ക്ലാസ്സിൽ 10 കുട്ടി എന്ന് പറയുമ്പോൾ ഒരു പാർട്ട് ടൈം അവിടെ ആയി. 5ാം ക്ലാസ്സിൽ ഒരു 10 കുട്ടി എന്ന് പറയുമ്പോൾ അവിടെ ഒരു പാർട്ട് ടൈം ആയി. ഇത് രണ്ടും കൂടി ചേർത്തുകൊണ്ട് തന്നെ ആ ഒരു ഫസ്റ്റില് നമുക്കൊരു ഫുൾ ടൈം UP അനുവദിക്കും. സിമ്പിൾ ആണ്. 2 സ്ഥലത്ത് നമ്മൾ 10 കൊടുക്കാൻ മറന്നു പോകരുത്. ബാക്കി ക്ലാസ്സുകളിലൊക്കെ എന്ത് ചെയ്യുക, എത്രയാണോ ഉള്ളത് അത് കൊടുക്കുക. അപ്പൊ ആദ്യം അനുവദിക്കുന്ന അവിടെ ഫുൾ ടൈം UP ആണ്. രണ്ടാമത് ഈ UP ഉള്ള സ്കൂളില് രണ്ടാമത് ഒരു LPയും കൂടി അനുവദിക്കണമെങ്കിൽ അവിടത്തെ പീരീഡ് 29 പീരീഡിലേക്ക് വരണം. എത്രയിലേക്ക് വരണം? 29. 29 പീരീഡ് ആയി കഴിഞ്ഞാൽ അവിടെ 2 പോസ്റ്റ് അനുവദിക്കും. ഒന്നൊരു ഫുൾ ടൈം UPയും ഒന്നൊരു ഫുൾ ടൈം LPയും. ഇപ്പൊ നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്, നമ്മൾ LPയിൽ നിൽക്കുന്ന അധ്യാപകർ UPയിൽ ഇപ്പം നിൽക്കുന്ന ആൾക്ക് പണിയെടുക്കാന്ന് വിചാരിച്ച് LPയുടെ കുട്ടികളെ കുറച്ച് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? അവിടെ ആദ്യം പോകുന്ന LPയുടെ പോസ്റ്റ് ആയിരിക്കും. UP സ്കൂളിൽ എപ്പോഴും നിലനിൽക്കുന്ന, അവസാനം വരെ നിലനിൽക്കുന്നത് UP പോസ്റ്റാണ്. അവിടെ UP പോസ്റ്റിന് പിന്നെ ലെഫ്റ്റ് ഓവർ പീരീഡ് വരുമ്പോഴാണ് LP പോസ്റ്റും കൂടെ വരുന്നത്. ഇപ്പൊ നമുക്ക് സിമ്പിൾ ആയിട്ട് എല്ലാ UP സ്കൂളിലും ഒരു LPയും ഒരു UPയും നിലനിർത്താൻ പറ്റും. എങ്ങനെയെന്ന് ചോദിച്ചാൽ LPയിൽ 1, 2, 3, 4 ഈ 4 ക്ലാസ്സിൽ ഏതെങ്കിലും ഒരു ക്ലാസ്സിൽ 1ാം ക്ലാസ്സിലോ 2ാം ക്ലാസ്സിലോ 3ാം ക്ലാസ്സിലോ 4ാം ക്ലാസ്സിലോ 31 കുട്ടിയെ കൊടുക്കണം, ഏതെങ്കിലും ഒരു ക്ലാസ്സിൽ. ബാക്കി 5, 6, 7 ക്ലാസ്സിൽ 10 കുട്ടികളോ 15 കുട്ടികളോ വെച്ച് കൊടുത്താലും ആ സ്കൂളിൽ നിലവിലെ നമ്മുടെ സംവിധാനം അനുസരിച്ച് ഒരു ഫുൾ ടൈം UPയും ഒരു ഫുൾ ടൈം LPയും നിൽക്കും. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റും. 1 മുതൽ 4 വരെ പോകുന്ന കുട്ടികളെ അവരെ നമുക്ക് ഒരു 10-31 കുട്ടികളെ നമുക്ക് അറബി ചേർത്ത് വെക്കാൻ ഈസിയാണ്. എന്നാൽ 5, 6, 7 ക്ലാസ്സിൽ സെക്കൻഡ് ലാംഗ്വേജ് ഒരു വിഷയം വരുന്നത് കൊണ്ട് ചിലപ്പം നമുക്ക് അവിടെ 5ാം ക്ലാസ്സിൽ ചേർത്താൽ 31 ചേർക്കണം. 5ാം ക്ലാസ്സിൽ 6ാം ക്ലാസ്സിലാണ് നമ്മൾ പിടിക്കണമെങ്കിൽ 8ാമത്തെ ഒരു പീരീഡ് കിട്ടണമെങ്കിൽ അവിടെ 37 പിടിക്കണം. 7ാം ക്ലാസ്സിൽ ചേർത്താലും 37 പിടിക്കണം. ആകെ നമുക്ക് എണ്ണം കുറച്ച് പിടിക്കാൻ കഴിയുന്ന 5ാം ക്ലാസ്സിൽ. 5ാം ക്ലാസ് 31 ഓട്ടിച്ചിട്ട് പിടിച്ചാൽ മാത്രമേ
പിടിച്ചു. എങ്കിൽ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് അവിടെ 2 പോസ്റ്റ് നിലനിർത്താം. നമ്മൾ LP അധ്യാപനം കൂടെ സഹകരിച്ചാൽ മതി. LPയിലെ 1ാം ക്ലാസ്സിലോ 2ാം ക്ലാസ്സിലോ എപ്പോഴും 32, 33 കുട്ടികളെ ചേർത്ത് വെക്കണം. എപ്പോഴും ശ്രദ്ധിച്ചോളണം. അപ്പൊ UPയിൽ 10 ആയാലും 15 ആയാലും 20 ആയാലും 25 ആയാലും അവിടുത്തെ എണ്ണത്തെ പരിഗണിക്കത്തില്ല. അതെല്ലാം 4 പീരീഡ് എന്ന നിലയ്ക്ക് നമ്മളിപ്പം കൂട്ടാം. 1ാം ക്ലാസ്സിൽ 4, 2ാം ക്ലാസ്സിൽ 8. 2ാം ക്ലാസ്സിലാണ് നമ്മൾ എന്ത് ചെയ്തത് 32 കുട്ടികളെ കൊടുത്തേക്കണം. അപ്പൊ 8 4 എത്രയായി? 12 ആയി. 3ാം ക്ലാസ്സിൽ 4, 12 4 16. 4ാം ക്ലാസ്സിൽ 4, 16 4 20. 5ാം ക്ലാസ്സിൽ 4 24. 6ാം ക്ലാസ്സിൽ 4 28. 7ാം ക്ലാസ്സിൽ 4 32. എപ്പോഴും നിൽക്കും. അതുകൊണ്ട് ഈ എപ്പോഴും പോയാലും ശ്രദ്ധിക്കാനുള്ളത്, എപ്പം പോയാലും ആദ്യം പോകുന്നത് LP പോസ്റ്റ് ആയിരിക്കും. അതുകൊണ്ട് നമുക്ക് LPക്കാരെ കൂടെ നിർത്താനും പറ്റും. നിങ്ങളുടെ പോസ്റ്റാണ്, ഞങ്ങളെ കൂടെ ഹെൽപ്പ് ചെയ്യണം. എപ്പോഴും 1ാം ക്ലാസ്സിലോ 2ാം ക്ലാസ്സിലോ 3ാം ക്ലാസ്സിലോ 4ാം ക്ലാസ്സിലോ ഈ ഒരു 32 35 ഒക്കെ, ഒരു 30ൽ കൂടുതൽ ഏതെങ്കിലും ഒരു ക്ലാസ്സിൽ മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ 2 ഡിവിഷൻ അവിടെ നിൽക്കും. ഇനി നമ്മുടെ UP മാത്രമുള്ള സ്കൂൾ കാണും. ആ സ്കൂളുകാർക്ക് ഈ വിദ്യ അറിയത്തില്ല. ഏത്? LPയിൽ ഇങ്ങനെ കുട്ടിയെ ചേർത്ത് കഴിഞ്ഞാൽ അവിടെ ഒരു പോസ്റ്റ് കൂടെ വരുമെന്നും മിക്കവാറും ആർക്കും അറിയത്തില്ലായിരിക്കും. അപ്പൊ നമ്മൾ അവിടെ പോയിട്ട് 5ാം ക്ലാസ്സിൽ 31 കൂട്ടണമെന്ന് പറഞ്ഞാൽ, ഒരു ഡിവിഷനോടെ കൂട്ടണമെന്ന് പറഞ്ഞാൽ ചിലപ്പം നടന്നു വരില്ല. 6ാം ക്ലാസ്സിൽ കൂട്ടായാലും നടന്നൊന്നും വരില്ല. അപ്പൊ നമ്മൾ അവിടെ പോയി അവരെ സമാധാനത്തോട് പറയണം, നിങ്ങൾ 1ാം ക്ലാസ്സിലോ 2ാം ക്ലാസ്സിലോ 32 കുട്ടികളെ ഒന്ന് കൊടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ച്, അല്ലെങ്കിൽ 35 കുട്ടികളെ കൊടുക്കാമെന്ന് ചോദിച്ച് നിങ്ങൾ കൊടുപ്പിച്ചു കഴിഞ്ഞാൽ ആ വർഷത്തെ ഫിക്സേഷനിൽ 2 പോസ്റ്റ് അവിടെ 2ാമത്തെ പോസ്റ്റ് റെക്കമെൻഡ് ചെയ്യുകയും അടുത്ത ജൂലൈയിൽ നമുക്ക് എന്ത് ചെയ്യും, ആ പോസ്റ്റ് LPയിൽ പുതിയൊരു അഡ്വൈസ് കിട്ടുന്ന നിലയിൽ ആ പോസ്റ്റ് നമുക്ക് PSC റിപ്പോർട്ട് ചെയ്യാനും കഴിയും. ഓക്കെ, ക്ലിയർ ആയോ? ഇങ്ങനെ LP UP ഇപ്പൊ 2ാമത്തെ പോസ്റ്റിന് വേണ്ട 29 അത് കഴിഞ്ഞാൽ വേണ്ടത് എല്ലാം 25 പ്ലസ് 1 ആണ്. അടുത്ത് നമുക്ക് 3ാമതൊരു പോസ്റ്റ് കിട്ടണമെങ്കിൽ 51 പീരീഡ് ഉണ്ടാവണം. അടുത്തോ 76. ഇങ്ങനെ എന്ത് ചെയ്യും, അടുത്ത 3ാമത്തെ പോസ്റ്റ് 76, 4ാമത്തെ പോസ്റ്റ് 101. ഇങ്ങനെ എന്ത് ചെയ്യും, പോസ്റ്റുകൾ പീരീഡ് അനുസരിച്ച് കൂടും. ഓക്കെ, ഇത് ക്ലിയർ ആയോ? ക്ലിയർ ആയെങ്കിൽ അടുത്ത് UPയിലേക്ക് പോവാം. വെറും UP. ഓക്കെ, അപ്പൊ നമ്മൾ അടുത്ത് UPയിലേക്ക് വരാം. സാറേ ഇത് ക്ലിയർ ആയെന്ന് തോന്നണം അല്ലേ? ഇനി വെറും UPയിലേക്കാണ് വരുന്നത്. വെറും UP. അപ്പൊ വെറും UPയിൽ നമുക്ക് ആദ്യമായിട്ടൊരു പോസ്റ്റ് ഉണ്ടാക്കണമെങ്കിൽ 5ാം ക്ലാസ്സിൽ 10 കുട്ടികളെ കൊടുക്കണം. 5ാം ക്ലാസ്സിൽ എത്ര കുട്ടികളെ? 10 കുട്ടികളെ. 5ാം ക്ലാസ്സിൽ 10 കുട്ടികളെ കൊടുത്ത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ 3ാമത്തെ കൊല്ലം നമുക്കവിടെ 15 പീരീഡ് ഉണ്ടെങ്കിൽ നമുക്കത് ഫുൾ ടൈം ആയി മാറും. 15 പീരീഡ് ഉണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ 5, 6, 7 ഡിവിഷനിൽ ഏതെങ്കിലും ഒന്നിൽ 2 ഡിവിഷൻ വരിക. ഒന്നുകിൽ 5ൽ 2 ഡിവിഷൻ എന്ന് പറഞ്ഞാൽ 5ൽ 31, അല്ലെങ്കിൽ 6ൽ 37, 6ൽ 36, അല്ലെങ്കിൽ 7ൽ 36. ഇങ്ങനെ ഏതെങ്കിലും ഒരു ഡിവിഷനിൽ 5ലാണെങ്കിൽ 31 മതി, 6ലാണെങ്കിൽ 36 വേണം, 7ലാണെങ്കിൽ 36 വേണം. ഇങ്ങനെ നമുക്ക് ഒരു ഡിവിഷനും കൂടി കിട്ടിയാൽ നിലവിലെ അവിടുത്തെ പാർട്ട് ടൈം പോസ്റ്റ് ഫുൾ ടൈം ആയി മാറും. അതും 3ാമത്തെ കൊല്ലമേ ഫുൾ ടൈം ആയി മാറുള്ളൂ. അത് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ LPയിൽ പറഞ്ഞതുപോലെ 15 പീരീഡ് വരെ ഒരു ഫുൾ ടൈം, 29 പീരീഡ് വരെ അടുത്ത 29 പീരീഡ് മുതൽ 2 ഫുൾ ടൈം, അടുത്ത 54 പീരീഡ് മുതൽ 3 ഫുൾ ടൈം. ഇങ്ങനെ ഫുൾ ടൈം ആയി മുമ്പോട്ട് പോകും. ഇതാണ് UPക്കാരെ സംബന്ധിച്ച് ഉള്ള ഒരു വിഷയം. UPയെ സംബന്ധിച്ചാണ് പോസ്റ്റുകൾ ഉണ്ടാക്കലും നിലനിർത്തലും വളരെയധികം പ്രയാസം. ഡൗട്ട് ഉണ്ടോ ചോദിച്ചോളൂ. സ്റ്റാർട്ടിങ് സമയത്ത് തന്നെ 5ാം ക്ലാസ്സിൽ 31 കുട്ടികളെ കൊടുത്താൽ ഫുൾ ടൈം ആവൂലേ? ആവൂല സാറേ, 5ലും 6ലും 7ലും ആവത്തില്ല. UPയിൽ അപ്പൊ ആദ്യം പാർട്ട് ടൈം തന്നെ കിട്ടൂ? പാർട്ട് ടൈമേ ഫിക്സ് ചെയ്യുള്ളൂ. ഓ, അല്ലെങ്കിൽ LP കൂടെ ഉണ്ടായിരിക്കണം. LP കൂടെ ഉണ്ടായാൽ അവിടെ ഫുൾ ടൈം UP ആയിട്ട് കിട്ടും.
LP നമ്മൾ കുറച്ച് കുട്ടികളെ കൂടെ കൊടുത്താൽ ഫുൾ ടൈം ആയിട്ട് കിട്ടും. UP മാത്രമുള്ളിടത്ത് എത്ര കുട്ടികളെ കൊടുത്താലും ആദ്യം പാർട്ട് ടൈം കിട്ടും. ആദ്യത്തെ ദിവസം പാർട്ട് ടൈമേ ഫുൾ ചെയ്യുള്ളൂ. 3ാമത്തെ കൊല്ലമേ അവരെന്ത് ചെയ്യുള്ളൂ, ഫുൾ ടൈം ആക്കി തരുള്ളൂ. അറിയുന്നവരാണ്. ഇനി നേരത്തെ പറഞ്ഞ പോലെ ആരെങ്കിലും കയ്യബദ്ധം പറ്റി ഫുൾ ടൈം ഫിക്സ് ചെയ്തെന്ന് മിണ്ടാതിരുന്ന് വാങ്ങാം, DDയുടെ ശ്രദ്ധയിലൊന്നും പെട്ടില്ലെങ്കിൽ. ഓക്കെ, കഴിഞ്ഞോ? ഇനി പിന്നെ അടുത്ത ഹൈസ്കൂളിലേക്ക് കടക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളും പെട്ടെന്ന്. UP-കാർക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളി. UP-കാർക്ക് പോസ്റ്റ് ഉണ്ടാക്കാൻ ഏറ്റവും എളുപ്പം UP-കാർ ഫോക്കസ് ചെയ്യേണ്ടത് 1 മുതൽ 7 വരെയുള്ള സ്കൂളുകളിലാണ്. ആ സ്കൂളിൽ 15 പീരീഡ് കിട്ടിയാൽ മതി. 5ാം ക്ലാസ്സിൽ 10 കുട്ടികൾ പഠിച്ചു കിട്ടിയാൽ മതി. ഇപ്പൊ നമ്മളൊരു UP സ്കൂളിൽ പോയി അന്വേഷിച്ച് 4ാം ക്ലാസ്സിലെ കുട്ടികളെ പഠിപ്പിക്കാൻ അവിടെ LP ടീച്ചറേ ഉള്ളൂ. ആ ടീച്ചർ വളരെ സൂത്രത്തിൽ 4ാം ക്ലാസ് വരെ പഠിപ്പിച്ചിട്ട് വിടുകയാണ്. 5ാം ക്ലാസ്സിൽ പഠിപ്പിക്കുന്നില്ല. UP ഹൈസ്കൂളോ അല്ല UP ആവുമെന്ന് വിചാരിച്ച്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, 4ാം ക്ലാസ്സിൽ പഠിച്ച കുട്ടികളെ വീട്ടിൽ ചെന്നിട്ട് ഒരു 10 കുട്ടികളെ അടുത്ത വർഷം ആദ്യമേ എൻ്റെ മോന് അറബി പഠിക്കണമെന്ന് പറഞ്ഞു കൊണ്ടുവന്ന് HM-ന്റെ കൊടുപ്പിച്ചു കഴിഞ്ഞാൽ ആ വർഷം അവിടെ ഫുൾ ടൈം UP ആകും. ഈ ടീച്ചർ അവിടെ നിന്ന് മാറിക്കൊടുക്കും. മര്യാദയ്ക്ക് ആ ടീച്ചറിന് വേണമെങ്കിൽ നമ്മൾ ഹെൽപ്പ് ചെയ്യാം. എങ്ങനെ ഹെൽപ്പ് ചെയ്യാം? ആ ടീച്ചർ നമ്മളെ ഹെൽപ്പ് ചെയ്യാം. ആ വർഷം പിന്നെ എന്ത് ചെയ്യുക, ഈ LP-യിൽ ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ എത്ര 29 പീരീഡ് എത്തിക്കുന്ന നിലയിൽ LP സെറ്റ് ചെയ്യണം. എന്ന് പറഞ്ഞാൽ 1ാം ക്ലാസ്സിൽ 2 ഡിവിഷൻ കൊടുക്കണം. 1ാം ക്ലാസ്സിൽ 2 ഡിവിഷൻ, 2ാം ക്ലാസ്സിൽ 2 ഡിവിഷൻ. അപ്പം തന്നെ എത്രയായി? 8 8 16 ആയി. 3ാം ക്ലാസ്സിൽ 4 ഡിവിഷൻ ആയ 16 4 20 ആയി. അല്ലെങ്കിൽ 3ാം ക്ലാസ്സിലും കൂടെ ഒരു 16 ഒരു 2 ഡിവിഷൻ 31 വെച്ച് കുട്ടികളെ വെച്ച് കൊടുക്കണം. അപ്പൊ എത്രയായി? 32 6 12 22 16 8 24 ആയി. ഇപ്പൊ 24 ആയി. ഇനി നമുക്ക് 8 പീരീഡ് കിട്ടും. 5ാം ക്ലാസ്സിൽ നമ്മൾ 10 കുട്ടികളെ കൊടുക്കുകയാണ്. അവിടെ 4 കിട്ടും. പിന്നെ 4ാം ക്ലാസ്സിൽ 4 ഉണ്ട്. 4 4 8. ഇപ്പൊ 24 8 എത്ര? 32 ആയി. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ 5ാം ക്ലാസ് കൊടുക്കുമ്പോഴേക്കും ആ സ്കൂളിൽ 2 ഡിവിഷൻ അനുവദിക്കും. ഒരു ഫുൾ ടൈം UP-യും ഒരു ഫുൾ ടൈം LP അനുവദിക്കും. ചാടിക്കേറി ആ ടീച്ചർ സഹകരിക്കുകയാണെങ്കിൽ 10 കുട്ടികൾ മാത്രം കൊടുക്കുക. അവർക്ക് പറഞ്ഞു കൊടുക്കണം, ടീച്ചറെ നിങ്ങൾ 10 കുട്ടികളെ മാത്രം കൊടുത്താൽ നിങ്ങളുടെ പോസ്റ്റ് UP ആയി മാറും. നിങ്ങൾ അപ്പോഴും ഓടേണ്ടി വരും. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഇപ്പൊ നിലവിൽ 1ാം ക്ലാസ് മുതലേ കുട്ടികൾ പഠിക്കുന്നുണ്ട്. ഇപ്പൊ 1ാം ക്ലാസ്സിലോ 2ാം ക്ലാസ്സിലോ ഒരു 32 കുട്ടികളെ കൊടുക്കാൻ നിങ്ങൾക്ക് പ്രയാസം ഇല്ല. പിന്നെ നിലവിൽ പോസ്റ്റ് ഉള്ളത് കൊണ്ട് ഇവന്മാരാരും ഇവരെല്ലാം പിന്നെ പെർമിഷൻ ഉണ്ടോയെന്ന് അന്വേഷിച്ചും വരില്ല. അതുകൊണ്ട് എന്ത് ചെയ്യുക, നിങ്ങൾ 2ലും 3ലും ഒരു 3 ഡിവിഷനിൽ ഒരു 32 വെച്ച് കൊടുത്തിട്ട് നിങ്ങൾ 5ാം ക്ലാസ്സിലത്തേക്ക് ഒരു 10 15 കുട്ടികളെ കൊടുക്കാൻ പറഞ്ഞാൽ അവിടെ നമ്മൾ ഈ 10 കുട്ടികളെ കൊണ്ട് തന്നെ അവിടെ ഒരു ഫുൾ ടൈം UP-യും ഒരു ഫുൾ ടൈം LP-യും ക്രിയേറ്റ് ചെയ്യപ്പെടും. ഞാൻ പറഞ്ഞ ക്ലിയർ ആവുന്നുണ്ടോ? അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, ആ ടീച്ചറിന് നമ്മളെ ഒരു UP-കാരനെ എന്ത് ചെയ്യാൻ സഹായിക്കാൻ കഴിയും. നമ്മൾ പിന്നെ അവിടെ കയറിയിട്ട് പിന്നീട് ആ ഡിവിഷൻ പോകൂല. എപ്പോഴും എന്ത് ചെയ്താൽ മതി, LP-യെ ആ എണ്ണം കൊടുക്കുമ്പോൾ നമ്മൾ പ്രൊട്ടക്ട് ചെയ്താൽ മതി. ക്ലിയർ ആയോ? ഇനി ഹൈസ്കൂളിലേക്ക് പോകട്ടല്ലോ. പറഞ്ഞ ക്ലിയർ ആയോ? ആർക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ, സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കുക, അല്ലെങ്കിൽ ഇൻഷാല്ലാ ഹൈസ്കൂളിലേക്ക് പോകാം. കാരണം ഹൈസ്കൂൾ ലിസ്റ്റുകളാണ് ഇപ്പൊ കുറെ വന്നിട്ടുള്ളത്, ഏകദേശം ജില്ലകളൊക്കെ. പിന്നെ ഹയർ സെക്കൻഡറി ലിസ്റ്റും UP കൂടുതൽ വന്നിട്ടില്ല. കുറെ ലിസ്റ്റുകൾ ഇനിയിപ്പോ വരാനുണ്ട്. 2-3 ജില്ലകൾ. ഓക്കെ, നമ്മൾ ഹൈസ്കൂളിലേക്ക് പോവുകയാണ്. അപ്പൊ ഹൈസ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ഹൈസ്കൂളുകാർ ഫോക്കസ് ചെയ്യേണ്ടത്, ഹൈസ്കൂളുകാർ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കേണ്ടത് UP അറ്റാച്ച്ഡ് ആയ ഹൈസ്കൂളുകൾക്കാണ്. എന്ന് പറഞ്ഞാൽ 8 മുതൽ 10 വരെ പഠിക്കുന്ന സ്കൂളുകളേക്കാൾ നമ്മൾ പ്രയോറിറ്റി കൊടുക്കേണ്ടത് 5 മുതൽ 10 വരെ പഠിപ്പിക്കുന്ന സ്കൂളുകൾക്കാണ്. ഇപ്പൊ LP ഹൈസ്കൂളിനെ സംബന്ധിച്ചിടത്തോളം വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് വേക്കൻ്റ് ഉണ്ടാക്കാൻ കഴിയുന്നത് ഒരു UP പോസ്റ്റ് നിലനിൽക്കുന്ന സ്കൂളാണെങ്കിൽ
പാർട്ട് ടൈം പീരീഡ് UPയും പാർട്ട് ടൈം പീരീഡ് ഹൈസ്കൂളിലും കിട്ടിക്കഴിഞ്ഞാൽ അവിടെ ഒരു ഫുൾ ടൈം HSC അനുവദിക്കും. നമുക്ക് 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ പഠിപ്പിച്ചാൽ മതിയാവും എന്ന് പറഞ്ഞ് ചുരുക്കി പറഞ്ഞാൽ 8ാം ക്ലാസ്സിൽ 15 കുട്ടികളെ നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞാൽ ഹൈസ്കൂള് പാർട്ട് ടൈം UPയിൽ ഒരു പാർട്ട് ടൈം വേക്കൻ്റ് ഉണ്ടെന്ന് വിചാരിച്ചോളൂ, ഹൈസ്കൂളിൽ അല്ലെങ്കിൽ ഒരു ഫുൾ ടൈം വേക്കൻ്റ് ഉണ്ട് എങ്കിൽ നമ്മൾ 8ാം ക്ലാസ്സിൽ ഒരു 15 കുട്ടികളെ ഹൈസ്കൂളിൽ പഠിപ്പിക്കാൻ നമ്മൾ വില്ലിങ് ആയി കഴിഞ്ഞാൽ ആ സ്കൂളിൽ ഒരു ഫുൾ ടൈം HSC കിട്ടും. കേൾക്കുന്നുണ്ടോ? UPയിലെ കൂടി കൂട്ടിയിട്ടാണ് സാറേ പറഞ്ഞത്. UPയിലെ കൂടെ കൂട്ടിയാണ് ഫിക്സ് ചെയ്യുന്നത്. UPയും കൂടെ കൂട്ടിയാണ് എന്ത് ചെയ്യുന്നത്? UPയിലും ഹൈസ്കൂളിലും കൂടി കുട്ടികൾ നോക്കിയാൽ പോസ്റ്റ് വരികയാണെന്നുണ്ടെങ്കിൽ ഹൈസ്കൂളിലാണ് വരിക അല്ലേ? പോസ്റ്റ് ഹൈസ്കൂളിലേ വരുള്ളൂ. ഇപ്പൊ 2 പോസ്റ്റ് അനുവദിച്ച് കിടക്കുന്നത് UPയും ഹൈസ്കൂളും കൂടെ ഒരു പിന്നെ ഉണ്ട്. ഹൈസ്കൂളിലെ കുട്ടികളുടെ എണ്ണം കുറഞ്ഞു പോയി. അപ്പൊ നഷ്ടപ്പെടുന്ന പോസ്റ്റ് ഏതാണ്? 2 പോസ്റ്റ് ഉണ്ട്, ഒരു UP പോസ്റ്റും ഉണ്ട്, ഒരു ഹൈസ്കൂൾ പോസ്റ്റും ഉണ്ട്. ഹൈസ്കൂളിലെ കുട്ടിയുടെ എണ്ണം കുറഞ്ഞു പോയി. അപ്പൊ UP പോസ്റ്റേ നഷ്ടപ്പെടുള്ളൂ. മനസ്സിലായോ? എപ്പോഴും UPയില് നമ്മൾ പാർട്ട് ടൈമിന്റെ കുട്ടികളുണ്ട്. UPയിലെ പാർട്ട് ടൈമിന്റെ കണക്ക് നമുക്കറിയാം. 9, 6, 3 ഈ ഒരു നില എപ്പോഴും ഈ പിടിച്ച് നിർത്തരുത്. കാര്യം എന്താ പറയുക, ഒരു കുട്ടി പിന്നെ ആധാർ ഇൻവാൾവ് ആയ പോസ്റ്റ് പോകും. പാർട്ട് ടൈം സെക്ഷൻ 9, 6, 3 5ാം ക്ലാസ്സിൽ 9 കുട്ടികളുണ്ട്, 6ാം ക്ലാസ്സിൽ 6 ഉണ്ട്, 7ാം ക്ലാസ്സിൽ 3 കുട്ടിയുണ്ട്. ഹൈസ്കൂളിന്റെ ഭാഗത്തിൽ 15 കുട്ടിയുണ്ടെങ്കിൽ എപ്പോഴും അവിടെ എന്ത് ചെയ്യും? HSA ഫുൾ ടൈം നിൽക്കും. HSA ഫുൾ ടൈം എന്ത് ചെയ്യും? നിലവിൽ നിൽക്കും. സ്റ്റാർട്ടിങ്ങിൽ കിട്ടൂല. സ്റ്റാർട്ടിങ്ങിൽ ഇങ്ങനെ കിട്ടത്തില്ല. നിലവിലുള്ളയാണെങ്കിൽ എന്ത് ചെയ്യും? ഇങ്ങനെ നിൽക്കും. ഇനി നമുക്ക് HSAയും ഹൈസ്കൂളും കൂടെ കിട്ടണമെങ്കിൽ 29 പീരീഡ് വന്നാൽ, ഹൈസ്കൂളിന്റെയും UPയുടെയും കൂടെ പീരീഡ് കൂട്ടുമ്പോൾ 29 പീരീഡ് ഉണ്ടെങ്കിൽ അവിടെ ഒരു ഹൈസ്കൂള് HSAയും കിട്ടും, ഒരു UPയും കിട്ടും. 29 പീരീഡ് കിട്ടുമെങ്കിൽ എത്ര പാടുണ്ട്? ഈ 3, 7, 5, 6, 7 8 വെച്ചായാൽ 24. അല്ലെങ്കിൽ എന്ത് ചെയ്യണം? 5ാം ക്ലാസ്സിൽ 8, 6ാം ക്ലാസ്സിൽ 4, 8, 4, 12, 7ാം ക്ലാസ്സിൽ 4, 12, 4, 16, 16 പീരീഡ് ഇവിടെ ആയി. ഇനി നമുക്ക് എത്ര? 13 പീരീഡും കൂടെ ആകുമ്പോഴേക്കും 29 ആവും. 13 പീരീഡ് വരണമെങ്കിൽ ഹൈസ്കൂളിൽ ഏതെങ്കിലും ഒരു ഡിവിഷൻ ഉണ്ടാവണം. 8ാം ക്ലാസ്സിലോ 9ാം ക്ലാസ്സിലോ അത് ഭയങ്കര പാടായിരിക്കും. അപ്പോഴും നമ്മൾ ചെയ്യേണ്ടത് UPയുടെ 2 ഡിവിഷൻ 5ഉം 6ഉം എപ്പോഴും 2 ഡിവിഷനായി നിലനിർത്തി ഹൈസ്കൂളിലെല്ലാം ഓരോ ഡിവിഷൻ ആക്കിയാൽ അവിടെ HSA ഫുൾ ടൈം നിൽക്കും, ഒരു UP ഫുൾ ടൈമും കിട്ടും. എന്ന് പറഞ്ഞാൽ 5ാം ക്ലാസ്സിൽ നമുക്ക് 31 കുട്ടികളെ കൊടുക്കാനുണ്ട്, 6ാം ക്ലാസ്സിൽ 36 കുട്ടികളെ കൊടുക്കാനുണ്ട്, 7ാം ക്ലാസ്സിൽ ഒരു 15 ആവട്ടെ ഒരു ഡിവിഷൻ, 8ാം ക്ലാസ്സിൽ 15, 9ാം ക്ലാസ്സിൽ 10, 10ാം ക്ലാസ്സിൽ 10 ഇങ്ങനെ കൊടുത്താലും അവിടെ HSA ഫുൾ ടൈമും UP ഫുൾ ടൈമും നിൽക്കും. ക്ലിയർ ആയോ? ക്ലിയർ ആയോ? ഇനി ഹൈസ്കൂള് മാത്രമാണെങ്കിൽ 8ാം ക്ലാസ്സിൽ നമ്മൾ 15 കുട്ടികളെ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ പാർട്ട് ടൈം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. 3ാമത്തെ കൊല്ലം നമുക്ക് 15 പീരീഡ് കിട്ടിയാൽ, എത്ര? 15 പീരീഡ് കിട്ടിയാൽ നമുക്കത് ഫുൾ ടൈം ആക്കാം. 15 പീരീഡ് കിട്ടുക എന്ന് പറഞ്ഞാൽ 8ാം ക്ലാസ്സിൽ 2 ഡിവിഷൻ ആക്കാൻ കഴിഞ്ഞാലോ, 9ാം ക്ലാസ്സിൽ 2 ഡിവിഷൻ ആക്കാൻ കഴിഞ്ഞാലോ, 10ാം ക്ലാസ്സിൽ 2 ഡിവിഷൻ ആക്കാൻ കഴിഞ്ഞാലോ നമുക്ക് അവിടുത്തെ HSA ഫുൾ ടൈം ആക്കാം. ഈ പറഞ്ഞപ്പെട്ട 5, 6 അല്ല 8, 9, 10 ഡിവിഷനിൽ ഏതെങ്കിലും ഒന്നിൽ എന്ത് ചെയ്യണം? നമ്മൾ കുട്ടികളെ കൂട്ടാൻ കഴിയണം. എങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ?
ഹൈസ്കൂളിൽ ഫുൾ ടൈം ആക്കാം. ഹൈസ്കൂൾ മാത്രമുള്ളതിൽ ഫുൾ ടൈം ആക്കാൻ പറ്റുള്ളൂ. സാറേ ഇപ്പൊ ഇതില് മൊത്തത്തിലൊരു സംശയം നിലനിൽക്കുന്നേ, ഒരു പോസ്റ്റ് വന്നാല് 3 വർഷം നിലനിൽക്കണം അപ്രൂവൽ കിട്ടാന്ന് പറഞ്ഞിട്ട്, അത് നമ്മള് ഹയർ സെക്കൻഡറി അല്ലേ സാധാരണ നോക്കാറുള്ളൂ. ഹൈസ്കൂളിൽ മറ്റുള്ള LP UPയിലൊക്കെ വിഷയം വരാറുണ്ട്. ഇല്ല, അവര് ഫസ്റ്റില് പിന്നെ പ്രൊഫഷണൽ ആയിട്ട് ഇത് ചെയ്തു തരുള്ളൂ സാറേ. എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ ഫിക്സേഷനിൽ എങ്ങനെയാലും അപ്രൂവൽ കിട്ടൂലേ? ഫസ്റ്റത്തിലല്ലേ കിട്ടായിരിക്കുള്ളൂ. സ്റ്റാർട്ടിങ് ഇല്ല സാർ, ഞാൻ ഉദ്ദേശിച്ച സ്റ്റാർട്ടിങ്. ഇതുവരെ അറബി ഇല്ലാത്ത സ്കൂളുകൾക്ക് മാത്രമേ ആ പ്രശ്നം വരണുള്ളൂ. നിലവിൽ അറബി ഉള്ള പാർട്ട് ടൈം ഉണ്ടായ സ്ഥലത്ത് ഫുൾ ടൈം ഈ വർഷം തന്നെ ആവും. ഈ വർഷം തന്നെ നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ പറ്റും. തീരെ ഇല്ലാത്തോടത്ത് വരുമ്പോഴാണ് അല്ലേ? സ്റ്റാർട്ടിങ് എന്ന് ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ. ഇപ്പൊ നമുക്ക് കഴിഞ്ഞ വർഷം വരെ LP ഉണ്ടായിരുന്നു, ഈ വർഷം UP സ്റ്റാർട്ട് ചെയ്യണതിന് ഈ പറഞ്ഞതൊന്നുമല്ല. UP ആയിട്ട് തന്നെ ഫുൾ ടൈം UP ആയിട്ട് തന്നെ കിട്ടും. നമുക്ക് വിശേഷം വന്നുകൊണ്ട് തന്നെ റിപ്പോർട്ട് ചെയ്യാൻ പറ്റും. സാറേ, അപ്പൊ നമ്മള് പുതിയതായിട്ട് സ്കൂളിൽ ഉണ്ടാക്കുമ്പോ UPയും ഹൈസ്കൂളും കൂടെ ഒരുമിച്ച് കൊടുത്താല് നമുക്ക് ഏത് വർഷം കിട്ടും? അപ്പോൾ തന്നെ കിട്ടും, ആ വർഷം തന്നെ കിട്ടും. ആ വർഷം പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ 2025 ജൂലൈ, ഇപ്പൊ ജൂൺ 6-ാം തീയതി, ജൂൺ 1-ാം തീയതി തുറന്ന് സങ്കല്പിക്കുക. ജൂൺ 6-ാം തീയതി ആണല്ലോ ഫിക്സേഷൻ, അല്ല 6 വർക്കിംഗ് ഡേ. ജൂൺ 6-ന് നമുക്ക് ഹൈസ്കൂളിൽ 8-ാം ക്ലാസ്സിൽ 15 കുട്ടിയെ നമുക്ക് കൊടുക്കാൻ പറ്റി. UPയിൽ അവിടെ പാർട്ട് ടൈമിന്റെ കുട്ടികളുണ്ട്, അല്ലെങ്കിൽ ഫുൾ ടൈമിന്റെ കുട്ടിയുണ്ടെങ്കിൽ അടുത്ത ഇതിപ്പം ഈ ജൂണിൽ തന്നെ 25 ജൂണിന് റെക്കമെൻഡേഷൻ ചെയ്യുകയും 26 ജൂലൈ 15-ന് മുമ്പ് നമുക്കത് റിപ്പോർട്ട് ചെയ്യാൻ പറ്റുകയും ചെയ്യും. അവിടെ UP മുമ്പ് പോസ്റ്റ് ഇല്ല എങ്കിൽ UP പോസ്റ്റ് ഇല്ലെങ്കിലും ഫുൾ ടൈം പോസ്റ്റ് ആയിട്ട് തന്നെ വെച്ച് കിട്ടും. രണ്ടും കൂടെ കിടക്കണോണ്ട് പാർട്ട് ടൈം ആയിട്ട് കിട്ടൂല. മഹല് ഹൈസ്കൂൾ ആണെങ്കിൽ മാത്രമേ പാർട്ട് ടൈമിന്റെ പ്രശ്നം പറഞ്ഞോളൂ. മഹല് UP ആണെങ്കിലേ പാർട്ട് ടൈമിന്റെ പ്രശ്നം പറഞ്ഞോളൂ. മഹല് LP ആണെങ്കിലേ പാർട്ട് ടൈമിന്റെ പ്രശ്നം പറഞ്ഞോളൂ. രണ്ടും കൂടെ ചേർന്ന് കിടക്കുന്നോണ്ട് ഫുൾ ടൈം ആയിട്ട് ഫിക്സ് ചെയ്ത് കിട്ടും. അപ്പൊ നമുക്ക് 5-ാം ക്ലാസ്സിൽ 12 കുട്ടികൾ വേണ്ടേ? 9 കുട്ടികൾ മതിയോ? 5-ാം ക്ലാസ്സിൽ 10 കുട്ടി മതി ടീച്ചറെ. അല്ല, നേരത്തെ പറഞ്ഞ അത് പാർട്ട് ടൈമിന്റെ ഒരു പാറ്റേൺ ആണ് കേട്ടാ. 10 കുട്ടി ഉണ്ടെങ്കിൽ അവിടെ ഓട്ടോമാറ്റിക്കലി 4 പീരീഡ് ആയി. എന്നാൽ ഒരു പീരീഡും ഇല്ലാതെ പാർട്ട് ടൈം നിൽക്കുന്ന ഒരു പാറ്റേൺ ആണ് 9-6-3. ഈ പറയപ്പെട്ട ഒരു ക്ലാസ്സിൽ എന്തില്ല, 4 പീരീഡ് കിട്ടാനുള്ള കുട്ടികളുടെ എണ്ണയില്ല. 1 മുതൽ 5 വരെ 4 പീരീഡ് കിട്ടണമെങ്കിൽ ആ ക്ലാസ്സിൽ 10 കുട്ടി വേണമെന്നാണ്. എങ്ങനെ? 1 മുതൽ 5-ാം ക്ലാസ് വരെ 4 പീരീഡ് കിട്ടണമെങ്കിൽ ആ ക്ലാസ്സിൽ 10 കുട്ടി ഉണ്ടാകണം. 6-ാം ക്ലാസ് മുതൽ പിന്നെ 4 പീരീഡ് കിട്ടണമെങ്കിൽ 15 കുട്ടികൾ ഉണ്ടാകണം. ഈ പാറ്റേൺ, ഈ കുട്ടികളൊന്നും ഇല്ലാതെ നമുക്ക് പീരീഡ് കിട്ടുന്ന ഒരു പാറ്റേൺ ആണ് 9-6-3 എന്ന് പറയുന്നത്. 10 കുട്ടി വന്നാൽ അവിടെ 5-ാം ക്ലാസ്സിൽ നമുക്ക് 4 പീരീഡ് കിട്ടിക്കഴിഞ്ഞു. മനസ്സിലായോ? അവിടെ പിന്നെ വേറെ വിഷയം വരുന്നില്ല. അപ്പൊ നമ്മള് ഈ UPയിൽ ഇങ്ങനെ പാർട്ട് ടൈം വന്നു, ഹൈസ്കൂളില് 8-ാം ക്ലാസ്സിലെ 8 കുട്ടികൾ മതിയോ? 15 കുട്ടികൾ വേണം. 15 കുട്ടികൾ വേണം. 4 പീരീഡ് നമ്മൾ കുട്ടികൾ ഉണ്ടെങ്കിലോ? 9-ല് ഒരു സ്റ്റാർട്ട് ചെയ്യാൻ 9-ലെ കുട്ടികളെ പരിഗണിക്കൂല സാർ, നോക്കൂല. 8-ാം ക്ലാസ് തന്നെ എന്ത് ചെയ്യണം, 15 കുട്ടികളെ കൊടുക്കണം. ഹൈസ്കൂൾ ക്ലിയർ ആയോ? ഹൈസ്കൂളുകാർക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. സാറേ, നമ്മുടെ ഹൈസ്കൂള് പാർട്ട് ടൈം ആയി, UP ഹൈസ്കൂളും കൂടെ ഉള്ളത്. അപ്പൊ ഇനി അത് അടുത്തൊരു ഫിക്സേഷനിൽ ഫുൾ ടൈം ആയി കിട്ടണമെന്നുണ്ടെങ്കിൽ എത്ര എണ്ണം? ഏത് ഭാഗത്താണ് പാർട്ട് ടൈം ആയി പോയെന്ന് ആദ്യം പഠിക്കണം. ഹൈസ്കൂൾ കുട്ടികൾ കുറഞ്ഞതാണോ പാർട്ട് ടൈം ആകാൻ കാരണം? UPയിലെ കുട്ടികൾ UPയിൽ കുറഞ്ഞതാ. UPയിലെ കുട്ടികൾ എപ്പോ കൂട്ടിയാലും അപ്പൊ ഫുൾ ടൈം ആവും. അടുത്ത വർഷം തന്നെ 9-6-3 എന്ന ഒരു പാറ്റേൺ, അല്ലെങ്കിൽ 5-ാം ക്ലാസ്സിൽ 10 കുട്ടികളെ തവിട്ടി പിടിക്കണം. അത്ര ഉണ്ടെങ്കിൽ അടുത്ത വർഷം നമുക്ക് കിട്ടാവുന്നതാണ്. ഫുൾ ടൈം HSA ആവും. പിന്നെ ഇതിലേ നമുക്കിപ്പോ ഈ ഫിക്സേഷനിലും 23-ലെ ഫിക്സേഷനിലും 24-ലും ഒക്കെ ഇപ്പൊ നമ്മള് നിലവില് ഉണ്ടായിരുന്ന പോസ്റ്റ് നഷ്ടപ്പെട്ട സ്ഥലങ്ങളുണ്ടല്ലോ, അവിടെ നമുക്ക് പെട്ടെന്ന് തിരിച്ചു പിടിക്കാൻ ഇപ്പൊ എന്താ ചെയ്യാ? നമ്മളിപ്പോ
ആ മുമ്പുണ്ടായിരുന്ന ആ അത് കുട്ടികളുടെ പോകാൻ സാധ്യമായ കാരണം കണ്ടെത്തി അത് പരിഹരിച്ചാൽ മാത്രം മതി. അപ്പൊ എത്ര കുട്ടികളെ കുറവുകൊണ്ടാണ് ആ തസ്തിക അവിടെ ഇപ്പൊ പല സ്ഥലങ്ങളിലും മലപ്പുറം ജില്ലയിലടക്കം ഹൈസ്കൂളിൽ തന്നെ ഇപ്പൊ 2-3 പോസ്റ്റ് ഈ വർഷം പോയിട്ടുണ്ട്. 23-24 ഫിക്സേഷനില്. അപ്പൊ അവിടെ നമുക്ക് വേഗം പെട്ടെന്ന് പോസ്റ്റ് ഉണ്ടാക്കാൻ പറ്റുമല്ലോ, ആ കുട്ടികളെ വേഗം എത്തിച്ചു കൊടുത്താൽ ഉണ്ടാക്കാൻ പറ്റും. ആ പ്രശ്നം ആ എണ്ണം പരിഹരിച്ചു കൊടുത്താൽ. ഒരെണ്ണം ഉള്ളിടത്ത് രണ്ടാമത് പോസ്റ്റ് ഉണ്ടാക്കാനൊന്നും വലിയ പ്രയാസമില്ല. എണ്ണം നമ്മൾ കറക്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. നമ്മൾ പറ്റേ പുതിയൊരു പോസ്റ്റ് ഒരു സ്ഥലത്ത് കൊണ്ടുവരുന്നതാണ് നമ്മുടെ റിസ്ക്. മനസ്സിലായോ? ഉള്ള സ്ഥലങ്ങളിൽ ഉണ്ടാക്കാൻ വലിയ പണിയില്ല അല്ലെ? വലിയ പണിയില്ല. ഹയർ സെക്കൻഡറിയിലേക്ക് വരാല്ല. ഡൗട്ട് ഉണ്ടോ? ഹയർ സെക്കൻഡറിയിൽ ഇനിയൊരു പുതിയ പോസ്റ്റ് അനുവദിക്കാൻ പറ്റില്ലല്ലോ. 2 ലാംഗ്വേജ് ഉള്ളിടത്ത് പുതിയൊരു ലാംഗ്വേജ് വരില്ലല്ലോ ഇനി. ഹയർ സെക്കൻഡറി വിഷയമാണ് ടീച്ചറെ. ഹയർ സെക്കൻഡറിയുടെ നിലവിലൊരു കണ്ടീഷൻ ടീച്ചർ പറഞ്ഞതാണ്. ഹയർ സെക്കൻഡറിയിൽ നമ്മൾ ഒരു പോസ്റ്റ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ 10 കുട്ടികൾ മതി. മുസ്ലിം കുട്ടികൾ 10 പേര് അറബി പഠിക്കണമെങ്കിൽ മതി. പക്ഷെ ഇപ്പൊ ഒരു ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ ആ സ്കൂളിൽ 2 ലാംഗ്വേജ് ഇല്ലാതിരിക്കണം. ഇപ്പൊ മലയാളവും ഹിന്ദി അവിടെ ഉണ്ടെങ്കിൽ അറബിക്ക് അവർ പരിഗണിക്കത്തില്ല. മലയാളം മാത്രമേ ഉള്ളെങ്കിൽ പരിഗണിക്കും. ഇതിൽ ഏതെങ്കിലും ഒരു ലാംഗ്വേജ് പഠിക്കാൻ കുട്ടി ഇല്ലെങ്കിലും പരിഗണിക്കും. ഇപ്പൊ അവിടെ ഹിന്ദി പഠിക്കാനുള്ള കുട്ടികൾ ആരും പറ്റില്ല. ഈ വർഷം അറബി പഠിക്കാൻ വേണ്ടി മാത്രമേ ഉള്ളൂ. മലയാളം അറബി മാത്രമാണെങ്കിൽ അവിടെ ജൂനിയർ ഒരു പോസ്റ്റായിട്ട് ആദ്യം അനുവദിച്ച് 3-ാം കൊല്ലമേ എന്ത് ചെയ്യുള്ളൂ, അത് പെർമനന്റ് ആയിട്ട് അംഗീകരിച്ച് PSCക്ക് റിപ്പോർട്ട് ചെയ്യുള്ളൂ. ആ 3 കൊല്ലം വരെ അവിടെ എന്ത് ചെയ്യാം, ഡെയിലി വേസ് വെച്ചായിരുന്നു പരിഗണിക്കുന്നത്. അപ്പൊ ഹയർ സെക്കൻഡറിക്കാരെ സംബന്ധിച്ചുള്ള റിസ്ക് ആണ്. രണ്ടാമത്തെ പോസ്റ്റ് ഉണ്ടാക്കാൻ അറിയാലോ, 60 കുട്ടികൾക്ക് മുകളിൽ വരണം. അത് ഉണ്ടാക്കാൻ പറ്റുമോ എന്നുള്ളതൊക്കെ ആലോചിക്കണം. ഹയർ സെക്കൻഡറി ഇപ്പൊ നിലവിലുള്ള പോസ്റ്റിനെ സംരക്ഷിച്ച് കേരളം മാത്രമേ ഇതിനകത്ത് അഭികാമ്യമായി ഉള്ളത്. ഹയർ സെക്കൻഡറി റാങ്ക് ലിസ്റ്റ് ഉള്ളവർ ഉണ്ടെങ്കിൽ അവര് സംശയങ്ങളൊക്കെ ചോദിക്കുക. കാരണം കുറെ ആളുകൾ ഇപ്പൊ ഇനി അടുത്ത് കയറാൻ വേണ്ടിയിട്ടൊക്കെ പരിശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ലയനമൊക്കെ വരുമ്പോ അതിന്റെ ഭാവി എന്തെന്നും കുഴപ്പത്തിലാണ് സാറേ. ഹൈസ്കൂളും ഹയർ സെക്കൻഡറിയിലും എടുത്താണെങ്കിലോ? അല്ല സാറേ, ഈ ലയനം വരുമ്പോഴേ ഹൈസ്കൂളും ഹയർ സെക്കൻഡറിയും കൂടി ഒന്നിച്ചാക്കാണല്ലോ. അപ്പൊ ഈ ഹൈസ്കൂളുകാരും അതേമാതിരി ഹയർ സെക്കൻഡറിക്കാരും ഓരോ പോസ്റ്റിന്റെ ഒരു അവസ്ഥ എന്താണ്? ഹൈസ്കൂൾ പോസ്റ്റായി പോവുകയുള്ളൂ. ലയനം വരുന്നതോടുകൂടി ഹയർ സെക്കൻഡറി പോസ്റ്റ് എന്നേക്കുമായി ഇല്ലാതായി പോവുകയാണ്. പിന്നെ ഹൈസ്കൂൾ പോയി ജസ്റ്റ് HSI പോസ്റ്റേ വരുള്ളൂ. അപ്പോൾ HSI പോസ്റ്റിന്റെ എണ്ണം വളരെയധികം കൂടുകയും ചെയ്യും. അല്ല, ഞാൻ ചോദിക്കണത് ഇപ്പൊ നിലവിൽ ഇപ്പൊ ഹൈസ്കൂളിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിൽ അയാളിപ്പോ നിലവിൽ 8, 9, 10 മാത്രമാണല്ലോ പഠിപ്പിക്കാനുള്ള ക്വാളിഫിക്കേഷൻ ഉള്ളൂ. ഇപ്പൊ ആൾക്ക് B.Ed ഉണ്ട്, സെറ്റ് ഉണ്ട്, അല്ലെങ്കിൽ മറ്റേ PG ഉണ്ട്. PGയും B.Edഉം സെറ്റും ആണല്ലോ ഹയർ സെക്കൻഡറിന്റെ ക്വാളിഫിക്കേഷൻ. അതെ. പക്ഷെ ആ ക്വാളിഫിക്കേഷൻ ഉള്ള ഒരാള് ഹൈസ്കൂളിലാണ് നിലവിൽ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ലയനം വരുമ്പോ അയാൾക്ക് സാധ്യത കൂടുകയാണോ ചെയ്യുക, അതോ എങ്ങനെയാണ് ഈ ലയനം വരുമ്പോ എന്താണ് സംഭവിക്കുക? ഇതിപ്പോ നിലവിൽ നിൽക്കുന്ന ഹയർ സെക്കൻഡറിക്കാർ ആരുടെ ജോലിയും പോകത്തില്ല. ഒന്ന്, ലയനം വരുമ്പോ ഇനി അടുത്ത ഇവരെ അധ്യാപകരെ ശാക്തീകരിക്കുകയുള്ളൂ. നിലവിലുള്ള അധ്യാപകരെയൊക്കെ ഇപ്പം ഹയർ സെക്കൻഡറി വരെ പഠിപ്പിക്കണമല്ല. പിന്നെ ഹൈസ്കൂൾ പോസ്റ്റ് എന്ന് മാത്രമേ നിലനിൽക്കുകയുള്ളൂ. ഹയർ സെക്കൻഡറി ഹൈസ്കൂൾ പോസ്റ്റ് ആകുകയും ഹൈസ്കൂൾ പോസ്റ്റിന്റെ ക്വാളിഫിക്കേഷൻ ഉയർത്തുകയും ചെയ്യുന്നത്. അപ്പൊ ഈ അധ്യാപകരെ ശാക്തീകരിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പം നിൽക്കുന്ന ഹൈസ്കൂളുകാരനെ ഡിഗ്രി B.Ed ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് അയാളെ അടുത്ത് കളയാൻ പറ്റൂല. അയാൾ തന്നെയാണ് ഹയർ സെക്കൻഡറി പഠിപ്പിക്കേണ്ടി വരുന്നത്. അയാൾക്ക് ശാക്തീകരണം വരും. അയാൾക്ക് PG പഠിക്കാനൊക്കെ ഉള്ള അവസരം ഉണ്ടാവും. അതല്ല സാറേ, ഇപ്പൊ ഹൈസ്കൂളില് B.Edഉം PGയും സെറ്റും അല്ലെങ്കിൽ നെറ്റും, അതായത് ഹയർ ക്വാളിഫിക്കേഷൻ ഉള്ള ഒരാള് ഹൈസ്കൂളിൽ ഓൾറെഡി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഈ ലയനം സംഭവിച്ചതിന്റെ ശേഷം അയാൾക്ക് ഹയർ സെക്കൻഡറിക്കും കൂടി അയാളെ തസ്തിക ഉയരാണോ ചെയ്യുക, അതോ അയാൾക്ക് ഹൈസ്കൂളിൽ മാത്രം വേറെ പൊസിഷൻ ആവുകയാണോ ചെയ്യുക എന്നുള്ളതാണ് ഞാൻ ചോദിച്ചത്. സാറേ, ഈ ലയനം വരുന്നതോടുകൂടി ഹയർ സെക്കൻഡറി എന്ന് പറയുന്ന സംവിധാനം പോവുകയല്ലേ. പിന്നെ ഹയർ സെക്കൻഡറി പോസ്റ്റ് ഇല്ലല്ലോ ഇവിടെ. ഹലോ, നിലവിലെ റാങ്ക് ലിസ്റ്റുകള് വർക്ക് ചെയ്യുന്ന ക്വാളിഫിക്കേഷൻ ഉള്ള ആൾക്കാർക്കാണ് കൂടുതൽ സാധ്യത എന്നാണോ സാർ പറഞ്ഞത്? സാറിന് അത് ഞാൻ പറഞ്ഞ സാറിന് മനസ്സിലായി. ഞാൻ ഒന്നും കൂടെ പറയുന്നു. ലയനം വരുന്നതോടുകൂടി HSI എന്ന് പറഞ്ഞ പോസ്റ്റ് മാത്രമേ ഉള്ളൂ. ഇപ്പൊ സാറ്
ഈ HSC നിൽക്കുന്ന ആൾ, നേരത്തെ HSC നിൽക്കുന്ന ആള്, അയാൾക്ക് വെറും BEd മാത്രമേ ഉണ്ടായിരുന്ന പോലും അയാൾ തന്നെയാണ് എന്ത് ചെയ്യുന്നത്, ഹയർ സെക്കൻഡറി വരെ പഠിപ്പിക്കേണ്ടത്. അയാളെ ശാക്തീകരിക്കുകയുള്ളൂ. അതാണ് ഞാൻ ചോദിച്ചത്. അതായത് ഇപ്പൊ നിലവിൽ അയാളെ പറഞ്ഞ പിടിച്ച് PG ഇല്ലാത്ത UP-യിലാക്കുമെന്നാണ് ഒരാളാണെങ്കിൽ ഈ പറയുന്നത്. അയാളെ പിടിച്ച് അല്ല UP-യിലാക്കിയാലേ നിങ്ങളുടെ ചോദ്യത്തിന് പ്രസക്തി വരണുള്ളൂ. അല്ല നിലവിൽ അല്ല ഹയർ സാറേ, സെക്കൻഡറിയിൽ ഇപ്പോ ആരൊക്കെ നിൽക്കുന്നു അവരെ ഹയർ ഇപ്പോ സെക്കൻഡറി അധ്യാപകനായി നിലനിർത്തും, അയാൾ അതല്ല സാറേ, വിരമിക്കുന്നത് വരെ. ഇപ്പൊ BA അറബിക്കും BEഡും മാത്രം, അതായത് BA അറബിക്കും BEഡും കാറ്ററ്റ് 3യും മാത്രമുള്ള ഒരാള് ഹൈസ്കൂളിൽ, അങ്ങനെയാണല്ലോ, ഹൈസ്കൂളിന്റെ അതെ ക്വാളിഫിക്കേഷൻ ആണല്ലോ അത്. അതെ അങ്ങനെ ഹൈസ്കൂളിൽ സർവീസ് കയറിയ ഒരാളെ സംബന്ധിച്ചിടത്തോളം ലയനം വരുമ്പോ അയാൾക്ക് എന്ത് സംഭവിക്കും എന്നാണ് ഞാൻ അയാൾക്കൊന്നും ചോദിച്ചത്. പേടിക്കാനില്ല. ലയനമായപ്പോ അയാൾക്കൊന്നും പേടിക്കുക, അയാളെ തസ്തിക താഴ്ത്താൻ പറ്റൂല. നിലവിലെ നിയമം അനുസരിച്ച് അയാളെ അല്ല ശാക്തീകരിക്കാനേ പറ്റുള്ളൂ. ഓക്കെ അത് ഇപ്പൊ നിലവില് ഈ ഹയർ സെക്കൻഡറിയിൽ സീനിയർ ആൾക്കാർ ഗസറ്റഡ് ഓഫീസർമാരാണല്ലോ. അതെ, അപ്പൊ ഈ അതല്ല ഈ ഹൈസ്കൂളിൽ ഇത് വർക്ക് ചെയ്യുന്ന ലയനത്തോട് PGയും BEഡും സെറ്റും ഉള്ള ആൾക്കാർ പിന്നെ ഈ ലയനം വന്നതിന് ശേഷം അവർ ഗസറ്റഡ് ആയിട്ട് മാറോ? അതെങ്ങനെയായിരിക്കും? ആ സംവിധാനം പോവുമല്ലോ. ഇത് HSC എന്നുള്ള സംവിധാനത്തിലേക്കല്ലേ പിന്നെ വരുന്നത്. ഓക്കെ, അപ്പൊ ഇനിയിപ്പോ ഹയർ സെക്കൻഡറിക്കായിട്ട്, അതായത് ഹയർ സെക്കൻഡറി മാത്രമായിട്ട് ഒരു നോട്ടിഫിക്കേഷൻ PSC വിളിക്കാൻ സാധ്യത ഈ ഇല്ല എന്നാണോ സാർ ലയനത്തോടുകൂടി പറഞ്ഞത്? കാണൂല. ഇല്ല, ഇനി ഉണ്ടാവില്ല. ഓക്കെ അപ്പൊ ലയനം ഇതില് കഴിഞ്ഞാൽ പിന്നെ സാറേ ഹയർ സെക്കൻഡറിക്കായിട്ട് ഒരു പോസ്റ്റ് അപ്പൊ ഉണ്ടാവില്ല. ഈ പറഞ്ഞ പോലെ ലയനത്തോട് ഒരു കൂടെ മിക്സഡ് ഹയർ ആയിട്ടുള്ള പോസ്റ്റ് സെക്കൻഡറി തന്നെ വരുള്ളൂ അല്ലേ? സംവിധാനം ഇല്ലാതെയാകും, അങ്ങനെയാണോ? ഇല്ലാതാവുകയാണ്. അതാണ് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ 5+3+3+4 ആയിരിക്കില്ലേ? അപ്പൊ ഹയർ സെക്കൻഡറി ഉണ്ടായില്ല. ഉണ്ടാവില്ല. അപ്പൊ ഇതില് നിലവിലെ സാർ ഹയർ വേറൊരു സെക്കൻഡറി സംശയം കയറി എന്ന് വെച്ച പറഞ്ഞാലേ, അവരും പേടിക്കാനില്ല. അവരുടെ വിരമിക്കുന്നതോടുകൂടി അവരുടെ ആനുകൂല്യങ്ങൾ നഷ്ടപ്പെടുകയുള്ളൂ. അതുവരെ അവർക്ക് ഹയർ സെക്കൻഡറിക്കാരുടെ ശമ്പളവും അവരുടെ സ്കെയിലും പറ്റിക്കൊണ്ട് അവർക്ക് അത് തുടരാം. അല്ല അതല്ല നിലവിലെ സാറേ, ഇപ്പൊ നിലവിൽ ഹയർ സെക്കൻഡറി വർക്ക് ചെയ്യണമല്ലോ പറ്റില്ല. നിലവിൽ ഹൈസ്കൂളിൽ ജോയിൻ ചെയ്ത അല്ലെങ്കിൽ ഹൈസ്കൂളിന് ക്വാളിഫിക്കേഷൻ ഉള്ള ആൾക്കാരുടെ ഒരു ഭാവി എന്തായിരിക്കും എന്നുള്ളതാണ് ഞാൻ ചോദിച്ചത്. അയാൾ ഹയർ സെക്കൻഡറി വരെ പഠിപ്പിക്കണം. നിലവിൽ ഹൈസ്കൂളിൽ കയറിയ ആള് ഹയർ സെക്കൻഡറി വരെ ഭാവിയിൽ പഠിപ്പിക്കേണ്ടി വരും. അപ്പൊ ആൾക്ക് PG ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? അതായത് PGയും ഡിഗ്രിയും BEഡും സെറ്റും ആണല്ലോ ഹയർ സെക്കൻഡറി നിലവിലുള്ള ക്വാളിഫിക്കേഷൻ. അപ്പൊ ഈ അതാണ് ലയനം നിങ്ങൾക്ക് വരുമ്പോ പറയുന്നത്. ക്വാളിഫിക്കേഷനിൽ മാറ്റം വരുന്നതാണ് സാർ പറയുന്നത്. അതെ, ഈ ശാക്തീകരണേ വരുള്ളൂ. ഇവിടെ വെറും ടൈറ്റിൽ വെച്ച് UP വരെ പഠിപ്പിക്കുന്ന ഒരു കാലമുണ്ട്. വെറും ടൈറ്റിൽ കോഴ്സ് വെച്ച് UP വരെ പഠിപ്പിച്ചെന്ന്. ഈ ടൈറ്റിലൊക്കെ എടുത്ത് കളഞ്ഞ് കാലങ്ങൾ കഴിഞ്ഞിട്ടാണ് ഈ ടൈറ്റിൽ കോഴ്സുകാർ എന്ത് ചെയ്തത്, UP എന്നൊക്കെ റിട്ടയർഡ് ആയത്. അതങ്ങനെയാണ്. അതുകൊണ്ട് ക്വാളിഫിക്കേഷൻ ഉയർത്തി എന്ന് പറഞ്ഞുകൊണ്ട് ടൈറ്റിലുകാരെ എടുത്ത് നീ UP പഠിപ്പിച്ചാൽ നിങ്ങളുടെ താഴോട്ട് താഴ്ത്തൂല. അല്ല അതല്ല സാറേ, ഇപ്പൊ നിലവില് ഹൈസ്കൂളിന് BEഡും BAയും കാറ്റഗറി 3 ആണല്ലോ ക്വാളിഫിക്കേഷൻ. ഹയർ സെക്കൻഡറിക്ക് ആകുമ്പോൾ BEഡും BAയും മറ്റേ PGയും സെറ്റും ആണ് ക്വാളിഫിക്കേഷൻ. അപ്പൊ നിലവിൽ BAയും BEഡും കാറ്റഗറി 3യും മാത്രം വെച്ചിട്ട് സർവീസ് കയറിയ ആൾക്ക് ഈ പണ്ട് കാറ്ററ്റിന്റെ ഒരു സംഭവം ഇല്ലാത്ത സമയത്ത് കയറിയ ആൾക്കാർക്കൊക്കെ പിന്നീട് കാറ്ററ്റ് എഴുതിയെടുക്കാൻ വേണ്ടി അവസരം നൽകിയ പോലെ ഈ PG ഇല്ലാത്ത ആൾക്കാർക്ക് പിന്നെ സർവീസിലുള്ള ആൾക്കാർക്ക് PG എടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ സമയം നൽകി അവരെയും കൂടി പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു രീതിക്കാണ് വരാൻ പോണത്. അങ്ങനെയൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല സാറേ. കാര്യം എന്ന് പറഞ്ഞാൽ നിലവിൽ അധ്യാപകൻ അയാളുടെ പോസ്റ്റിൽ അയാൾ കയറുന്ന സമയത്ത് ഏത് ക്വാളിഫിക്കേഷൻ ഉണ്ടായി ആ ക്വാളിഫിക്കേഷന് മുകളിൽ അയാളെ നിർബന്ധിക്കാൻ നിലവിൽ നിയമം ഇല്ല. അയാളെ ശാക്തീകരിക്കാനേ പറ്റുള്ളൂ. അയാൾക്ക് കോഴ്സ് കൊടുത്ത് പഠിപ്പിക്കാനല്ലാതെ അയാൾ പഠിക്കൂല എന്ന് പറഞ്ഞാൽ അയാൾക്ക് പഠിക്കണ്ട. അയാള് റിട്ടയർഡ് ആവുന്നവരെ ഇങ്ങനെ തന്നെ ഹയർ സെക്കൻഡറി പഠിപ്പിച്ച് പോകാൻ പറ്റും. സാറേ ഇതില് നമ്മളെ പത്രങ്ങളിലൊക്കെ ഡൗട്ട് സാറേ എന്താന്ന് വെച്ചാല് ഒറ്റ ഇപ്പൊ ഈ മിനിറ്റ് BAയും ഓക്കെ, നിങ്ങൾ BEഡും പറഞ്ഞത് മനസ്സിലായി. ഓക്കെ, റിപ്പീറ്റ് ചെയ്യല്ലേ. ഞാനേ ഇതിപ്പോ വിഷയം എന്ന് പറഞ്ഞാൽ ഇത് ഹയർ സെക്കൻഡറി ഇപ്പൊ പത്രത്തിലൊക്കെ ഈ NP മറ്റേ ദേശീയ വിദ്യാഭ്യാസ നയവുമായി ബന്ധപ്പെട്ട് വിശദമായ ചർച്ചകളൊക്കെ പല ദിവസം പത്രങ്ങളിൽ വന്നിരുന്നു. അപ്പൊ അതില് യോഗ്യതകളില് ഹയർ സെക്കൻഡറി ഹൈസ്കൂളിൽ നിലവിലിരിക്കുന്ന അധ്യാപകർ അഥവാ അവർക്ക് ഹയർ സെക്കൻഡറി യോഗ്യതകൾ കൂടി ഉണ്ട് എന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യേണ്ടി വരും? ഹയർ സെക്കൻഡറി കൂടി അഥവാ +1 +2 എന്ന് പറയുന്ന സ്ഥാനത്തുള്ള ക്ലാസ്സുകൾ കൂടി പഠിപ്പിക്കേണ്ടി വരും എന്നുള്ള രീതിയിലാണ് ഞാൻ വാർത്ത വായിച്ചത് ഓർക്കുന്നത്. അഥവാ ഇപ്പോഴത്തെ ഹയർ സെക്കൻഡറി യോഗ്യത ഉള്ള ഹൈസ്കൂളിൽ ഇരിക്കുന്ന അധ്യാപകര് അവര് ഹയർ സെക്കൻഡറി കൂടി പഠിപ്പിക്കേണ്ടി വരും എന്നുള്ള രീതിയിൽ. പിന്നെ ഇപ്പൊ ഈ ജൂനിയർ നിലവിൽ സീനിയർ എടുക്കുന്നത് ഹയർ സെക്കൻഡറി യോഗ്യത ഉള്ളവരെ ഹൈസ്കൂളിൽ എടുക്കുള്ളൂ. അല്ല സാറേ, നിലവിൽ ഇപ്പൊ ഹൈസ്കൂളിന്റെ നോട്ടിഫിക്കേഷൻ വരുന്നത് ഫുള്ള് ഹൈസ്കൂൾ യോഗ്യത മാത്രം വെച്ചിട്ടാണ്. BAയും BEഡും കാറ്റഗറി 3യും വെച്ചിട്ടാണ് ഹൈസ്കൂളിൽ ഇപ്പൊ നോട്ടിഫിക്കേഷൻ ഹൈസ്കൂൾ വരൂല.
അല്ല സാറേ ഞാൻ അത് ചോദിക്കണതേ, ഇപ്പൊ നിലവില് ഹൈസ്കൂളില് അതായത് ഹൈസ്കൂൾ ക്വാളിഫിക്കേഷൻ ഉള്ള സർവീസിലുള്ള BA-യും B.Ed-ഉം കാറ്റഗറി 3-യും മാത്രമുള്ള ഒരാൾ അവിടെ നിൽക്കണു. അതേപോലെ തന്നെ അപ്പുറത്ത് BA-യും B.Ed-ഉം സെറ്റും PG ഉള്ള ഒരാൾ അവിടെ നിൽക്കണം. അപ്പൊ ഇവരെ രണ്ടുപേരുടെയും സർവീസിൽ ഒരാൾക്ക് ക്വാളിഫിക്കേഷൻ കൂടുതലായതുകൊണ്ട് അവർക്ക് ഈ കുറച്ചുകൂടി ഉയർന്ന പൊസിഷൻ കൊടുക്കും, അതോ ഈ എന്ത് സെയിം പൊസിഷൻ ശമ്പള കൊടുക്കാൻ തസ്തികയിൽ പറ്റുമെന്ന് സാർ അയാൾ പറയും. ഹയർ സെക്കൻഡറി കൂടി പഠിപ്പിക്കേണ്ടി വരികയാണെങ്കിൽ അത് അയാളെ സംബന്ധിച്ചിടത്തോളം നഷ്ടമല്ലേ? അതായത് ഹൈസ്കൂളിന്റെ ഒരു ശമ്പള സ്കെയിലിൽ നിന്നിട്ട് ഹയർ സെക്കൻഡറി കൂടി പഠിപ്പിക്കാന്ന് പറഞ്ഞത് ഹൈസ്കൂളിലുള്ള ആളെ സംബന്ധിച്ചിടത്തോളം നഷ്ടമല്ലേ? അതാണ് ഞാൻ ചോദിച്ചത്. അങ്ങനെ പിന്നെ എല്ലാം ശമ്പള സ്കെയിൽ ഏകീകരിക്കപ്പെടുകയല്ലേ? നിലവിൽ നിൽക്കുന്നവർക്ക് മാത്രമല്ലേ ആനുകൂല്യം കിട്ടുള്ളൂ. പിന്നെ എല്ലാം ഏകീകരിക്കപ്പെടുകയല്ലേ? അപ്പൊ നിങ്ങൾ പറഞ്ഞ ചോദ്യത്തിന് അവിടെ പ്രസക്തി വരുന്നില്ല. ഓക്കെ ഓക്കെ. അപ്പൊ ഈ ലയനത്തിന്റെ മുന്നേ സർവീസ് കയറിയവർക്കൊക്കെ സേഫ് ആണെന്നാണ് സാർ പറയുന്നത് അല്ലേ? അതെ 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 അതെ. ഓക്കെ 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 സാർ. ഓക്കെ സാർ, ഇതിലേ വേറൊരു വിഷയം എന്ന് പറഞ്ഞാൽ ഹയർ സെക്കൻഡറിയുടെ നിലവിലുള്ള റാങ്ക് ലിസ്റ്റ് ഇപ്പൊ നിലവിലൊരു കണ്ടീഷൻ കൂടെ ഞാൻ പറഞ്ഞുതരാം. ഇപ്പം നിലവിൽ ഇപ്പൊ LP UP-യിലൊക്കെ കയറിയവർക്ക് ഹയർ സെക്കൻഡറി പിന്നെ യോഗ്യത ഉള്ളവരെ ഹൈസ്കൂളിലേക്ക് ഇനി വരുന്ന HSയിലേക്ക് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി അവർ ലിസ്റ്റ് തയ്യാറാക്കുന്നുണ്ട്. ഇനി പുറമെ ഒരു ലിസ്റ്റ് വിളിച്ച് ഹയർ സെക്കൻഡറി നടത്താതെ, ഹയർ സെക്കൻഡറി എന്ന് പറഞ്ഞാൽ ഹൈസ്കൂള് നിലവില് LP UP-കാർക്ക് ആ ലാഭമുള്ളൂ. ആ ക്വാളിഫിക്കേഷൻ ഉള്ളവർ എന്ത് ചെയ്യാണ്? അത് ഈ വർഷം നടപ്പിലാക്കിക്കണം. അതെ, അതിപ്പോ നമ്മളെ AEO-കളൊക്കെ ഇവിടെയൊക്കെ ഇപ്പൊ നമ്മളെ AEO-കളെന്നൊക്കെ ഗവൺമെന്റ് AEO ഒന്ന് വന്നിട്ട് അവിടുന്ന് നിർദ്ദേശം തന്നെ, അഥവാ നിലവിലെ ഹയർ സെക്കൻഡറി പഠിപ്പിക്കാൻ യോഗ്യത ഉള്ള അധ്യാപകർ അഥവാ സെറ്റ് ഉള്ള അധ്യാപകര് എന്ത് ചെയ്യണം? AEO-ല് കൊണ്ടുപോയിട്ട് പ്രൊമോഷന് വേണ്ടിയിട്ട് ഹയർ സെക്കൻഡറി അധ്യാപക പ്രൊമോഷന് വേണ്ടിയിട്ട് ഇപ്പൊ തന്നെ ഈ വർഷം തന്നെ എല്ലാ AEO-കളിലും കണക്കെടുപ്പ് നടത്തിയിട്ടുണ്ട്. ഞാനൊക്കെ ഞങ്ങളുടെ സ്കൂളിൽ നിന്ന് ഞാനും വേറെ അറബിക് സാറുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ യോഗ്യത ഉണ്ടായത് കൊണ്ട് തന്നെ എഴുതി കൊടുത്തു. അപ്പൊ ഈ വിഷയം ഇപ്പൊ അബുൽ ഖൈർ സാർ പറഞ്ഞതുപോലെ എല്ലാ ജില്ലകളിലും AEO നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അഥവാ ഹയർ സെക്കൻഡറി അധ്യാപക യോഗ്യത അവർക്ക് കൊടുക്കുന്ന പ്രൊമോഷൻ ഹൈസ്കൂൾ പ്രൊമോഷൻ ആണ് സാറേ. അവർക്ക് കിട്ടുന്ന ഹയർ സെക്കൻഡറി പ്രൊമോഷൻ ഹൈസ്കൂൾ പ്രൊമോഷൻ ആണ്. മനസ്സിലായേ? നേരത്തെ ഹൈസ്കൂൾ ആണല്ലോ. കൊടുക്കുകയാണ്. അതുകൊണ്ട് പ്രൊമോഷൻ ഇവിടെ എന്ത് ചെയ്യുന്നില്ല, വേറെ നിയമ തടസ്സവും വരുന്നില്ല. ഇതിലിപ്പോ ഹയർ സെക്കൻഡറിയിലുള്ള റാങ്ക് ലിസ്റ്റുകാര് കേസ് കൊടുത്തു കഴിഞ്ഞാല്, ഇപ്പൊ നിലവിൽ ഇപ്പൊ അവര് വന്ന റാങ്ക് ലിസ്റ്റുകൾ വന്ന് അറബി മാത്രമല്ല, ഇപ്പൊ ഈ ലയനം വന്നു കഴിഞ്ഞാല് അറബിക്കിന്റെ ഹയർ സെക്കൻഡറി ലിസ്റ്റിന് പുറമെ മറ്റ് ലിസ്റ്റുകാരൊക്കെ ഉണ്ട്. അപ്പൊ അവരുടെ ഒക്കെ സാധ്യത എന്ത് ചെയ്യാണ്? ഇപ്പൊ ഈ വർഷം തന്നെ ലയനം നടപ്പിലാക്കും എന്നൊക്കെ അഥവാ BRC-യിലൊക്കെ അധ്യാപകരായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ അവര് പറയുന്നത് ഹയർ സെക്കൻഡറി ഹൈസ്കൂളും ഒക്കെ ഈ വർഷം തന്നെ ഈ വരുന്ന ജൂൺ മുതൽ നടപ്പിലാക്കി തുടങ്ങും എന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഉള്ള ഹയർ സെക്കൻഡറി റാങ്ക് ലിസ്റ്റുകൾ അത് കാര്യമായിട്ട് തന്നെ ബാധിക്കൂലേ? അവരിപ്പോ ഇത് കേസിന് പോയാലും പിന്നെ അവർക്ക് നേരത്തെ പറഞ്ഞ പോലെ ഒരു അറബിക് എന്നുള്ള വിഷയത്തിലൊക്കെ അവിടെ ഒരു സാധ്യത കൂടി കുറയുന്നുണ്ട്. അവിടെ പിന്നെ മലയാളം ഹിന്ദി ഭാഷകളും അത് രണ്ടും കൂടി അനുവദിക്കാത്തത് കൊണ്ടുള്ള സാധ്യതകൾ കൂടി കുറയുമ്പോ ഒന്നും കൂടി സാധ്യത ഹൈസ്കൂൾ റാങ്ക് ലിസ്റ്റുകളിലുള്ളവർക്കല്ലേ പ്രാധാന്യം കൂടുന്നത്? ഇങ്ങനെയൊക്കെയുള്ള സാധ്യതകൾ വരില്ലേ? ഹൈസ്കൂളുകാർക്കാണ് അവസരം കൂടുതൽ വരുന്നത്. ഹയർ സെക്കൻഡറിക്കാരുടെ അവസ്ഥ നമുക്ക് കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു. സാറ് നേരത്തെ ഇവിടെ പറഞ്ഞ ഈ പ്രൊമോഷന്റെ AEO തലങ്ങളിൽ നിന്നുള്ള എല്ലാ ജില്ലകളിലും അങ്ങനെ വരുന്നുണ്ടോ? നമ്മളൊന്നും അങ്ങനെ കേട്ടിട്ടില്ല. 14 ജില്ലയിലും എടുത്തു. സാറേ ഞാനൊരു ഡൗട്ട് ചോദിക്കട്ടെ. അതായത് ഇപ്പോ നിലവില് ഹൈസ്കൂളിൽ വർക്ക് ചെയ്യണ ഒരാൾക്ക് ഹയർ സെക്കൻഡറിക്ക് പ്രൊമോഷൻ രീതിക്ക് എത്തണമെങ്കിൽ ഒരു ഇത്ര സമയത്ത് സർവീസ് വേണം. എനിക്ക് തോന്നുന്നത് 10 കൊല്ലോ 12 കൊല്ലോ അങ്ങനെ എന്താണ്ട് ഒരു സർവീസ് ഉണ്ടെങ്കിൽ മാത്രമാണല്ലോ അയാൾ ഹയർ സെക്കൻഡറിക്ക് പ്രൊമോഷൻ ആയിട്ട് ഹയർ സെക്കൻഡറി പോസ്റ്റിലേക്ക് എത്തുള്ളൂ. ഹയർ സെക്കൻഡറി പ്രൊമോഷൻ ഇല്ല. അപ്പൊ ഞാൻ ചോദിച്ചത്, ഇപ്പൊ നിലവിൽ ഹൈസ്കൂളിൽ വർക്ക് ചെയ്യണ ഹയർ സെക്കൻഡറിക്ക് എത്താൻ ക്വാളിഫിക്കേഷൻ ഉള്ള ആൾക്കാർക്ക് ഈ വെറുതെ ഈ പറഞ്ഞ പോലെ AEO റിക്വസ്റ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം അവർ നേരെ ഹയർ സെക്കൻഡറിക്ക് എത്തുന്നാണ് പറയണത് എന്നുണ്ടെങ്കിൽ, നിലവിലുള്ള ഹയർ സെക്കൻഡറി റാങ്ക് ലിസ്റ്റ് ഇപ്പൊ അറബിന്റെ മാത്രം കേസല്ലല്ലോ, ഇപ്പൊ നിലവിലുള്ള മുഴുവൻ ഹയർ സെക്കൻഡറി റാങ്ക് ലിസ്റ്റിലുള്ള ആൾക്കാരും ഇത് കേസുമായിട്ട് മുന്നോട്ട് പോയാൽ അത് പിന്നെ നിയമനങ്ങളെ ബാധിക്കുകയും മൊത്തം പിന്നെ ഫുള്ള് ഗസ്റ്റ് ആയിട്ട് പിന്നെ മുന്നോട്ട് പോവുകയും ചെയ്യുന്ന അവസ്ഥയിൽ ഉണ്ടാവും പോണത്. അല്ല, ഹയർ സെക്കൻഡറി എന്ന് പറയുന്ന പിന്നെ ആ സംവിധാനം നിലയ്ക്കുന്നതോടുകൂടി ക്യാസിന്റെ പ്രസക്തി ഇല്ലാതെ പോയല്ലേ സാറേ? ചർച്ചയ്ക്ക് പ്രസക്തി ഇല്ലല്ലോ. ഈ ചർച്ച തന്നെ അവസാനിച്ചില്ല. ഹയർ സെക്കൻഡറി ഇനി ഈ പ്രൊമോഷൻ സെക്കൻഡറി എന്ന് പറഞ്ഞ സ്റ്റേജ് മാത്രമേ ഉള്ളൂ. ഇതിൽ ഇനി പറയുന്ന സെക്കൻഡറി എന്ന് പറയുന്ന സ്റ്റേജ് മാത്രമേ ഉള്ളൂ. അഥവാ ഈ 8 9 10 11 12 ഈ 4 ക്ലാസ്സുകളും കൂടി കൂട്ടി സെക്കൻഡറി ഒരൊറ്റ സ്റ്റേജ് ഉള്ളൂ. ഇനി ഹയർ സെക്കൻഡറി ഹൈസ്കൂൾ എന്നുള്ള പരിപാടി തന്നെ ഇല്ല.
പിന്നെ ഈ കേസിനും മറ്റൊന്നും അവിടെ പ്രസക്തി ഇല്ലല്ലോ, ദേശീയ വിദ്യാഭ്യാസം നടപ്പിലാക്കി കഴിഞ്ഞത്. അല്ല സാറേ, അപ്പൊ ഇപ്പൊ ഈ ഞാൻ അങ്ങനെ പറഞ്ഞ പോലെ മനസ്സിലാക്കിയിട്ടുള്ളത്. ഹൈസ്കൂളില്, അതായത് ഹൈസ്കൂൾ ക്വാളിഫിക്കേഷൻ, അതായത് ഹൈസ്കൂളിൽ ലിസ്റ്റിലുള്ള അല്ലെങ്കിൽ സർവീസ് കയറിയിട്ടുള്ള ഹയർ സെക്കൻഡറി ക്വാളിഫിക്കേഷൻ ഉള്ള ആൾക്കാർ സേഫ് ആണ്. അതുപോലെ ഹയർ സെക്കൻഡറിയിൽ ലിസ്റ്റിലുള്ള ആൾക്കാർ അവർക്ക് സാധ്യത ഇല്ലാതെ ആവുകയാണ്. ഞാൻ ചോദിക്കണത്, അപ്പൊ ഹൈസ്കൂളിൽ ഹയർ സെക്കൻഡറി ക്വാളിഫിക്കേഷൻ ഇല്ലാതെ ഹൈസ്കൂൾ ക്വാളിഫിക്കേഷൻ മാത്രമുള്ള ആൾക്കാരുണ്ടാവില്ല, അതായത് BA-യും BEd-ഉം കാറ്റഗറി 3-യും മാത്രമുള്ള ആൾക്കാർ ഉണ്ടാവുമല്ലോ സർവീസിലുള്ള, ഓലെ ഭാവി എന്തായിരിക്കും അപ്പോ ഈ ലയനം വരുന്നതോടുകൂടി? അവരും സേഫ് ആണ്, അതാണ് പറഞ്ഞത്, അവരും സേഫ് ആണ് അവരുടെ റിട്ടയർമെന്റ് വരെ. അത് നേരത്തെ പറഞ്ഞില്ലേ. എന്താ സാറിന് മനസ്സിലായില്ലേ സാറേ? സാറേ അവരെല്ലാം സേഫ് ആയിട്ട് അവിടെ നിൽക്കും. UP ഹൈസ്കൂൾ അറ്റാച്ച്ഡ് ആയിട്ടുള്ള എയ്ഡഡ് സ്കൂളുകാരാണെങ്കിൽ എന്താ ഏതെങ്കിലും രീതിയിൽ അവരെ എങ്ങനെ ടീച്ചറെ? UP ഹൈസ്കൂള് ഹയർ സെക്കൻഡറി ഉണ്ടെങ്കിലും ഹയർ സെക്കൻഡറിയിൽ അറബിക്ക് ഇല്ല, അങ്ങനെ ആണെങ്കിൽ എയ്ഡഡ് സ്കൂളിനെ സംബന്ധിച്ച് ഞാൻ ചോദിക്കുന്നത്. അപ്പൊ അവരെ ഈ ലയനം വരുമ്പോൾ എല്ലാവർക്കും വരുമ്പോൾ നിങ്ങളെ ബാധിക്കും സാറേ. ടീച്ചറെ, നിങ്ങളുടെ ഹൈസ്കൂൾ പോസ്റ്റ് എന്ന് പറയുന്നത് ഹയർ സെക്കൻഡറി വരെ പഠിപ്പിക്കാൻ പറ്റുന്ന അവസരത്തിലേക്ക് പോകും. അപ്പൊ നിങ്ങളുടെ പോസ്റ്റ് നഷ്ടപ്പെടില്ല, അവിടെ നിങ്ങൾക്ക് അപ്പൊ UP ക്ലാസ് എന്താവും? UP-യുടെ നിങ്ങൾ തന്നെ പഠിപ്പിക്കേണ്ടി വരും, നിങ്ങളെ പോസ്റ്റ് നഷ്ടപ്പെടില്ല. ചിലപ്പോൾ ഒരു പോസ്റ്റ് കൂടെ കിട്ടാനുള്ള സാധ്യത ഉണ്ട്, മൊത്തത്തിൽ നിങ്ങൾ ഹയർ സെക്കൻഡറി വരെ ഈ അറിവ് വ്യാപിക്കുകയാണെങ്കിൽ. അല്ല സാറേ, ഇപ്പൊ ഈ UP-യും ഹൈസ്കൂളും കൂടി കൂടിയിട്ട് ഒരു പോസ്റ്റുള്ള പല സ്കൂളുകളും ഉണ്ട്. ഇപ്പൊ വയനാട്, ഇടുക്കി പോലത്തെ ജില്ലകളിലൊക്കെ കുട്ടികൾ കുറവായതുകൊണ്ട് UP-യും ഹൈസ്കൂളും കൂടി ചേർന്നിട്ട് ഒരു ഹൈസ്കൂൾ ഫുൾ ടൈം പോസ്റ്റ് ആയിട്ട് നിലനിൽക്കുന്ന പല സ്കൂളുകളും ഉണ്ട്. അപ്പൊ അങ്ങനത്തെ സ്കൂളുകൾ ഈ ലയനം വരുന്ന സമയത്ത്, അതായത് ഹൈസ്കൂൾ വരെ മാത്രമുള്ളൂ, 10ാം ക്ലാസ് വരെ മാത്രമുള്ള സ്കൂളുകളിൽ, അല്ലെങ്കിൽ മറ്റേ UP ഹൈസ്കൂളും മാത്രമുള്ള സ്കൂളുകളിൽ ഹയർ സെക്കൻഡറി ഇല്ല, ഹയർ സെക്കൻഡറി ഓപ്ഷനെ അവിടെ ഇല്ലെങ്കിൽ അങ്ങനെയുള്ള സ്കൂളുകളിൽ ലയനം വരുമ്പോ എന്ത് ചെയ്യും? ലയനം വരുമ്പോ UP പോസ്റ്റ് ആയിട്ട് താഴോട്ട് വരും. അവര് ഹൈസ്കൂൾ അതെ, ഒന്നുകിൽ അവർ ഹയർ സെക്കൻഡറി ചേർക്കും, കൂട്ടിച്ചേർത്തില്ലെങ്കിൽ അവർ ആ പോസ്റ്റ് താഴേക്ക് പോകും. അല്ല, ഈ ഗവൺമെന്റ് സ്കൂളാണെങ്കിൽ ഇപ്പോ വേറെ ഗവൺമെന്റിന്റെ ഹയർ സെക്കൻഡറി സ്കൂളിനായിട്ട് അത് ഒരു കൊളാബറേഷൻ ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇപ്പൊ ഈ എയ്ഡഡ് സ്കൂൾ ആണെങ്കിൽ സിംഗിൾ മാനേജ്മെന്റ് കൂടി ആണെങ്കിൽ, പ്രത്യേകിച്ച് വെറും UP ഹൈസ്കൂൾ മാത്രമുള്ള സ്കൂളാണെങ്കിൽ അവിടെയുള്ള ഹൈസ്കൂൾ അധ്യാപകരുടെ പോസ്റ്റ് നഷ്ടപ്പെട്ട് UP-യിലേക്ക് താഴും. അതായത് ഇപ്പൊ കുട്ടികൾ കുറവാണെങ്കിൽ, അതായത് UP ഹൈസ്കൂളും കൂടി കൂടിയിട്ട് ഒരു UP ഹൈസ്കൂൾ ഫുൾ ടൈം പോസ്റ്റ് ആവണ സ്കൂളുകളാണെങ്കിൽ അവിടെ ഈ ഹൈസ്കൂളിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരെ തസ്തിക താഴ്ന്ന് UP-യിലേക്ക് പോകും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അങ്ങനെ ഇഷ്ടംപോലെ കേസുകൾ ഇപ്പോൾ നിലവിലും പോയിട്ടുണ്ട്. എനിക്കറിയാം, ഹൈസ്കൂളായിട്ട് പൈസ കൊടുത്ത് കയറി 50 ലക്ഷം രൂപ കൊടുത്ത് കയറി, അവസാനം ഈ പിന്നെ ഹൈസ്കൂളിൽ കുട്ടി കുറഞ്ഞു, UP ഫുൾ ടൈം ആയി, അയാൾ തസ്തിക താഴ്ന്ന് വീണ്ടും റീ അപ്പോയിന്റ്മെന്റ് ചെയ്താണ് പല സ്കൂളിൽ നിലവിൽ നിൽക്കുന്നത്. ഈ അവസ്ഥ തന്നെ ആയിരിക്കും വരുമ്പോഴും. ഓക്കെ സാറേ, അപ്പൊ ഈ ഗവൺമെന്റ് ആകുമ്പോൾ പിന്നെ ഈ വേറെ ഗവൺമെന്റ് സ്കൂളായിട്ട് കൊളാബറേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. എയ്ഡഡിന് ഇപ്പൊ അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ലല്ലോ. സിംഗിൾ മാനേജ്മെന്റ് ആണെങ്കിൽ പ്രത്യേകിച്ചും അങ്ങനെ വേറെ സ്കൂളായിട്ട് കൊളാബറേറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട്, അപ്പൊ അങ്ങനെ എയ്ഡഡില് ഹൈസ്കൂളിൽ നോക്കിയിട്ട് ഈ കയറിയ ആൾക്കാരൊക്കെ ഒരു ഭാവി അനിശ്ചിതത്വത്തിലാണ് എന്നാണ് ഇപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ലേ? അതെ, അതങ്ങനെ തന്നെ, അതിനകത്ത് വേറെ ഒരു ഡൗട്ടും ഇല്ല. ഗവൺമെന്റ് ആണെങ്കിൽ അവർക്ക് പകരം വേറെ സ്കൂളിൽ അവരെ നിയമിക്കും. പിന്നെ ഇതിൽ സാറേ കുറെ വിഷയങ്ങൾ ലയനവുമായി ബന്ധപ്പെട്ട് പോസ്റ്റ് കുറഞ്ഞൊരു ജില്ലയിലൊക്കെ ഹൈസ്കൂളിൽ ഈ പറഞ്ഞ പോലെ UP ഹൈസ്കൂൾ പ്ലസ് പോസ്റ്റ് ആയിട്ട് നിൽക്കുന്ന ഒരാള് ഇതുപോലെ കുട്ടികൾ കുറഞ്ഞാൽ UP ഇപ്പൊ ഇടുക്കി ജില്ലയിൽ വേറെ ഒരു സ്കൂളിൽ ഒഴിവില്ല എന്നുണ്ടെങ്കിൽ ഗവൺമെന്റ് സ്കൂളിലാണെങ്കിൽ അവരെ എന്താ ചെയ്യുക? വേറെ ജില്ലയിലേക്ക് മാറ്റി വേറെ ജില്ലയിലേക്ക് മാറ്റും. പക്ഷെ അവർക്കുള്ള ആ ജില്ലയിലേക്ക് മാറ്റുമ്പോഴുള്ള ഗുണമെന്ന് പറഞ്ഞാൽ, ഇപ്പൊ സാധാരണ നിലയ്ക്ക് ട്രാൻസ്ഫർ ആയി വേറെ ജില്ലയിലേക്ക് പോകുമ്പോൾ അയാൾ ജൂനിയർ മോസ്റ്റ് ആവുമെങ്കിൽ ഡയറക്റ്റ് ഇയാൾ അപ്പോയിന്റ്മെന്റ് ചെയ്താൽ അയാൾ ജൂനിയർ മോസ്റ്റ് ആവൂല. ഏതെങ്കിലും ഒരു കാലത്ത് ഇവിടെ ഒഴിവ് വരുമ്പോൾ അയാൾക്ക് തിരിച്ചു വരികയും അയാളുടെ പൂർവ്വ സർവീസോട് കൂടി ഇവിടെ നിലനിൽക്കുകയും ചെയ്യാം. ഓക്കെ സാർ, അപ്പൊ അതായത് ഇപ്പൊ നിലവില് സർവീസ് കയറിയ ആൾക്കാരൊക്കെ സേഫ് ആണ് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് അല്ലേ? അതെ അതെ, ഓക്കെ ഓക്കെ ഓക്കെ. ഇതിൽ സത്യം പറയാൻ ലയനവുമായി ബന്ധപ്പെട്ട് സർക്കാരിന് തന്നെ എനിക്ക് തോന്നുന്ന പല വിഷയങ്ങളും ഇപ്പോഴും അവരുടെ തന്നെ തീരുമാനങ്ങളായിട്ടില്ല എന്നുള്ളതാണ്. പല വിഷയങ്ങളും ഹൈസ്കൂളാകട്ടെ ഹയർ സെക്കൻഡറി ആകട്ടെ അങ്ങനെയുള്ള ആശങ്കകളൊക്കെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അതിന്റെ ഇടയിൽ കൂടിയാണ് ഇപ്പൊ പ്രതിപക്ഷ നേതാവ് ഇപ്പൊ അടുത്ത് കണ്ടില്ലേ നിയമസഭാ ചർച്ചയിലൊക്കെ, പിന്നെ എന്താണ് നിങ്ങൾ ഇതുവരെ തീരുമാനിച്ചിട്ടുണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് പരിഹാസ രൂപത്തിലൊക്കെ ചോദിച്ചിട്ടുണ്ട്. എന്നിട്ട് പിന്നെ തീരുമാനങ്ങൾ എടുക്കാതെ നിങ്ങൾ എങ്ങനെ അത് നടപ്പിലാക്കും എന്നുള്ള രൂപത്തിലൊക്കെ നിയമസഭയിലൊക്കെ സംസാരിക്കുന്നുണ്ട്. അപ്പൊ നമ്മള് അത്തരം വിഷയങ്ങളെ പറ്റി കൂടുതൽ ആരാധിപ്പെടാതെ തീരുമാനങ്ങൾ വരുമ്പോ നമുക്ക് അതിനനുസരിച്ച് ചെയ്യാം.
ഇപ്പൊ നമുക്ക് അങ്ങനെ ആകും എന്നുള്ള ഒരു കണ്ടീഷനെ പറയാൻ പറ്റുള്ളൂ. പത്രങ്ങളിലും ഇത് കൃത്യമായിട്ട് ഇപ്പൊ ഹൈസ്കൂളിലുള്ള അധ്യാപകൻ ഹയർ സെക്കൻഡറിയിലുള്ള ക്ലാസ്സുകൾ പഠിപ്പിക്കും, എത്ര വർഷം കഴിഞ്ഞാൽ അവർക്ക് എന്തോ ഒരു മെച്ചം ഉണ്ടാകും, സാമ്പത്തികമായിട്ട് കൊടുക്കും, സീനിയർ ജൂനിയർ എന്നുള്ളതിന് പകരം അങ്ങനെയൊക്കെ വാർത്തകളിൽ കണ്ടിരുന്നു. എത്രമാത്രം അത് പൂർണ്ണമായി വിശ്വസിക്കാൻ പറ്റുമെന്ന് അറിയില്ല. അതാണ് സലീം സാറേ, ഞാൻ ഇതേപോലെ പത്രത്തിൽ കണ്ട് വെച്ചിട്ടാണ് ഞാൻ ചോദിച്ചത്. അതായത് നിലവിൽ ഹൈസ്കൂളിൽ വർക്ക് ചെയ്യണ ഹയർ സെക്കൻഡറിയിൽ പഠിപ്പിക്കാൻ ക്വാളിഫിക്കേഷൻ ഉള്ള ആൾക്കാരൊക്കെ ഈ പറഞ്ഞ പോലെ സീനിയർ പോസ്റ്റിലേക്ക് ഒരു ഗസറ്റഡ് പോസ്റ്റിലേക്ക് വരും എന്നുള്ളത് ഞാൻ പത്രത്തിൽ ഇങ്ങനെ വായിച്ചിരുന്നു. ഞാൻ ആ ഒരു ഇതിന്റെ കൂടെ വെളിച്ചത്തിലാണ് ഞാൻ ഇങ്ങനെ ഈ ഡൗട്ടൊക്കെ ചോദിച്ചത്. അതെ അതെ, അത് അങ്ങനെ ഒരു വാർത്ത ഉണ്ടായിരുന്നു. പക്ഷെ അതിന് നിലവിൽ ഉത്തരവൊന്നും വന്നിട്ടില്ല. സർക്കാർ തലത്തിൽ അങ്ങനെ ഒരു അറിയിപ്പും വന്നിട്ടില്ല. അല്ല സാറേ, പക്ഷെ ഈ ലയനം നടക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ ഈ ക്വാളിഫിക്കേഷൻ ഉള്ള ആൾക്കാരൊക്കെ ഗസറ്റഡിലേക്ക് മാറും എന്നുള്ളതാണ് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്നത് അല്ലേ? അത് പറയാൻ പറ്റില്ല സാറേ. ഹൈസ്കൂളിലേക്ക് മാറ്റുമ്പോൾ അവർക്ക് ഗസറ്റഡ് HM മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ KER അങ്ങനെ പറയുന്നുണ്ട്. HM-നും അതേപോലെ എന്താ HM വൈസ് പ്രിൻസിപ്പൽ എന്നുള്ള തസ്തികയിലേക്ക് മാറും. അതുപോലെ ഹയർ സെക്കൻഡറിയിലെ ആള് പ്രിൻസിപ്പൾ, അങ്ങനെ രണ്ടും കൂടിയുള്ള സ്കൂളാണ്. മനസ്സിലാക്കാനുള്ളത് ഇപ്പൊ നമ്മൾ ഒരു റൂളിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നത്. ഇപ്പൊ KER എന്നതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പ്രവർത്തിക്കുന്നത്. ഇപ്പൊ എന്റെ LP-യിൽ ഒരു HM 95,000 രൂപ ശമ്പളം മേടിച്ചെന്ന് വിചാരിച്ചു. 95,000 1 ലക്ഷം ഒക്കെ വാങ്ങുന്ന HM-മാരുണ്ട്. അവരുടെ സർവീസ് അനുസരിച്ച് അവരാരും ഗസറ്റഡ് ആവില്ല. എന്നാൽ ഹയർ സെക്കൻഡറി HM ഒരു 10-15 വർഷം HM അവരുടെ ശമ്പളം 70,000 65,000 പോട്ട്. സീനിയർ സൂപ്പറുണ്ട് 55,000 60,000 രൂപ അയാൾ ഗസറ്റഡ് ആവും. ഈ ഗസറ്റഡ് എന്ന് പറഞ്ഞ ശമ്പളം ഒന്നുമല്ല മാനദണ്ഡം, ആ ഒരു റൂളാണ്, പാറ്റേൺ ആണ്. ഇപ്പൊ ഹൈസ്കൂളിലേക്ക് വരുമ്പോൾ ഹയർ സെക്കൻഡറിയിലേക്ക് വരുമ്പോൾ ഹയർ സെക്കൻഡറി സീനിയേഴ്സ് എല്ലാം ഗസറ്റഡ് ആണ്, റൂളാണ്. ഹൈസ്കൂളിലേക്ക് വരുമ്പോൾ ഹൈസ്കൂൾ പ്രിൻസിപ്പൽ ആണ് ഗസറ്റഡ്. അപ്പൊ പ്രിൻസിപ്പലിന് കവിഞ്ഞ് ഒരു ഗസറ്റഡ് ഹൈസ്കൂളിലേക്ക് കൊണ്ടുവരണമെങ്കിൽ ഈ നിയമങ്ങളെല്ലാം അമെന്റ്മെന്റ് ചെയ്യേണ്ടി വരും. അത് സാറേ, ഇതിലുള്ള ഭയങ്കര കൺഫ്യൂഷൻ എന്താ വെച്ചാൽ ഇപ്പൊ ഈ ഗവൺമെന്റ് സെക്ടർ വിഷയമല്ല. കാരണം മറ്റേ നിലവിലുള്ള ഹയർ സെക്കൻഡറി സ്കൂളായിട്ടൊക്കെ കൊളാബറേറ്റ് ചെയ്തിട്ട് പല ഓപ്ഷൻസ് ഉണ്ട്. പക്ഷെ ഈ എയ്ഡഡ് സ്ഥാപനങ്ങള് ഈ പറഞ്ഞ പോലെ പ്രത്യേകിച്ച് സിംഗിൾ മാനേജ്മെന്റും കൂടി ആണെങ്കിൽ ഈ പറഞ്ഞ UP ഹൈസ്കൂൾ മാത്രമുള്ള സ്കൂളുകൾ, അല്ലെങ്കിൽ UP മാത്രമുള്ള സ്കൂളുകൾ, അല്ലെങ്കിൽ 8, 9, 10 ഹൈസ്കൂൾ മാത്രമുള്ള സ്കൂളുകൾ, അങ്ങനത്തെ സ്കൂളുകൾ കുറെ ഉണ്ടല്ലോ. അല്ലെങ്കിൽ ഹയർ സെക്കൻഡറി മാത്രമുള്ള സ്കൂളുകൾ, അങ്ങനത്തെ സ്കൂളുകളൊക്കെ വരുമ്പോൾ ഈ ലയനം സംഭവിക്കുമ്പോൾ ഇവരൊക്കെ ഇവിടുത്തെ ഈ മറ്റേ അധ്യാപകരുടെ ഭാവി എന്താവും, അവരുടെ പൊസിഷൻ എന്താവും, അവരുടെ ഒരു തസ്തിക എന്താവും എന്നുള്ള കാര്യത്തിലൊക്കെ ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ട്. അതാണ് ഞാനിങ്ങനെ പിന്നെ ഈ ചോദിക്കണ കാര്യം. അതൊക്കെ നീ വരുന്ന റൂളുകൾക്ക് അനുസരിച്ച്, ഓർഡറുകൾക്ക് അനുസരിച്ചിരിക്കുള്ളൂ സാറേ. നമുക്ക് വന്ന് കഴിഞ്ഞാൽ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇതിനകത്ത് പല കേസുകളുണ്ട്. ഗവൺമെന്റിന് ആ ഒരു സമൂഹത്തെ സംരക്ഷിക്കേണ്ടി വരും. ചിലപ്പോൾ ഒരു സംഘടനാ തലത്തിൽ ഒരു നല്ല വലിയൊരു സംഘടനയുടെ ഭാഗമായി നിൽക്കുന്ന വലിയൊരു ടീമാണെങ്കിൽ ഒക്കെ സംരക്ഷിക്കേണ്ടി വരും. അങ്ങനെയൊക്കെ വരുമ്പോൾ ആ സമയത്ത് ഗവൺമെന്റിന് ഉചിതമായ തീരുമാനങ്ങൾ എടുക്കാം. അങ്ങനെയൊക്കെ ഉണ്ടാവും എന്ന് നമുക്ക് കാണാം. ആരും തേരാപ്പാരം നടക്കേണ്ടി വരില്ല. ഓക്കെ, അപ്പൊ സാറ് പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ നിലവിൽ സർവീസിൽ കയറിയ എയ്ഡഡ് ആണെങ്കിലും ഗവൺമെന്റ് ആണെങ്കിലും നിലവിൽ കയറിയ ആൾക്കാരൊക്കെ സേഫ് ആണ്. ഇനി വരാനുള്ളവർക്കാണ് ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ഉണ്ടാവാൻ സാധ്യത ഉള്ളൂ അല്ലെ? എയ്ഡിനെ സംബന്ധിച്ചിടത്തോളം കുറച്ച് നഷ്ടം കൂടെ ചിലപ്പോൾ സഹിക്കേണ്ടി വരും. അത്രേ തോന്നുന്നു. ജോലി മുഴുവനായിട്ട് പോകില്ല, ചിലപ്പോൾ ചില നഷ്ടങ്ങൾ സഹിക്കേണ്ടി വരും എയ്ഡഡ് മേഖലയെ സംബന്ധിച്ച്. അതാണ് മുമ്പും കണ്ടിട്ടുള്ളത്. ഓക്കെ സാർ, അതായത് ഇപ്പൊ നിലവിലുള്ള തസ്തികേനേക്കാളും താഴെയുള്ള തസ്തികയിൽ വർക്ക് ചെയ്യേണ്ടി വരും, ശമ്പളത്തില് താഴും, അങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എയ്ഡഡില്ലേ? ഓക്കെ സാർ. ഓക്കെ, എയ്ഡഡില് സംബന്ധിച്ചിടത്തോളം എനിക്ക് അറിയാം, ഒരു 25 വർഷം ഫുൾ ടൈം ആയിരുന്ന ഒരു സാറ് ഒറ്റയടിക്ക് ഒരു സുപ്രഭാതത്തിൽ പാർട്ട് ടൈം ആയിട്ട് പോയി. അയാൾക്ക് ഒരിക്കലും അത് അംഗീകരിക്കാൻ പറ്റില്ല. പെട്ടെന്ന് തന്നെ അയാൾ മരണപ്പെട്ടു പോവുകയും ചെയ്തു. എന്ന് പറഞ്ഞാൽ ഉൾക്കൊള്ളാൻ പറ്റൂല ചിലവർക്ക്. സാറേ, അങ്ങനെ വരുമ്പോ അവർക്ക് 2 സ്കൂള് കമ്പൈനായിട്ട് എടുക്കുന്ന അങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റൂല ടീച്ചറെ. സിംഗിൾ മാനേജർ ഒന്നും ചെയ്യാൻ പറ്റൂല. നിങ്ങൾ പറയും പോലെ ഒന്നും അല്ല. നമ്മളെ തിരുവനന്തപുരം ജില്ലയിൽ വർക്ക് ചെയ്യുന്നുണ്ടല്ലോ സാറേ. കുറെ സ്കൂളുകളിലെ മാനേജ്മെന്റ് ആണെങ്കിൽ അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഒരു കൊളാബറേഷൻ ഒക്കെ നടത്തിയിട്ട് എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യാൻ പറ്റും. പക്ഷേ സിംഗിൾ മാനേജ്മെന്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അതെ, മുസ്ലിം മാനേജ്മെന്റുകളൊക്കെ അതിന് ഈ ക്രിസ്ത്യൻസ് അതിരൂപതയുടെ കീഴിലുള്ളതൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ഒരുപാട് സ്കൂളുകൾ ഉണ്ടാവും. അപ്പൊ അങ്ങനത്തെ അധ്യാപകർക്കൊന്നും വലിയ പ്രശ്നം വരില്ല. അറബിക്ക് പിന്നെ അവിടെ കൂടുതൽ ഉണ്ടാവാറില്ല. സാറേ, തിരുവനന്തപുരം ജില്ലയിൽ ഇതുപോലെ മാനേജ്മെന്റ് സ്കൂളിലും എയ്ഡഡ് സ്കൂളിലും സാറ് വർക്ക് ചെയ്യുന്നുണ്ട്, ഒരു ഗവൺമെന്റ് സ്കൂളിലും പാർട്ട് ടൈം വർക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ സാർ ഫുൾ ടൈം വാങ്ങിക്കുന്നുണ്ട്?
അത് മുമ്പ് എപ്പോഴെങ്കിലും പോസ്റ്റ് നഷ്ടപ്പെട്ട് ഗവൺമെന്റ് ക്ലബ് ചെയ്ത് കൊടുത്തതായിരിക്കും. അങ്ങനെ ആ കണ്ടിട്ടുണ്ട്. ആ അതെ അതെ പ്രൊട്ടക്ഷൻ ഉള്ളവർക്കാണ് അങ്ങനെയുള്ള ആനുകൂല്യങ്ങൾ എന്നാണ്. പക്ഷെ അങ്ങനത്തെ ഒരു ആനുകൂല്യമൊന്നും ഇനി അങ്ങോട്ട് കിട്ടാൻ സാധ്യത കുറവാണ്. കാരണം എനിക്ക് തോന്നുന്നത് 2014 2018 അതിന്റെ മുന്നേ സർവീസ് കയറിയ ആൾക്കാർക്ക് മാത്രമാണല്ലോ ഗവൺമെന്റിന്റെ പ്രൊട്ടക്ഷൻ ഉള്ളൂ. അതിന്റെ ശേഷം കയറിയവർക്കൊക്കെ ഈ പറഞ്ഞ പോലെ എയ്ഡഡ് മാനേജ്മെന്റിന്റെ കീഴിൽ നിൽക്കാന്നുള്ളതല്ലാതെ ഗവൺമെന്റ് അവരെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള ഒരു നിയമമൊന്നും ഇല്ലല്ലോ. ഏതൊരു വർഷത്തിന്റെ ഒരു എന്തൊരു ഇതുണ്ട്. അതിന്റെ ശേഷമുള്ളവർക്ക് അതിന്റെ മുന്നിൽ കയറിയവർക്ക് മാത്രമാണല്ലോ ഈ പറഞ്ഞ ഗവൺമെന്റിന്റെ പ്രൊട്ടക്ഷൻ ഉണ്ടാവുള്ളൂ. സാറേ ഈ ഹൈസ്കൂളിലെ റാങ്ക് ലിസ്റ്റിൽ കിടക്കുന്നവരെ ഈ ലയനം ബാധിക്കോ സാറേ? ഈ പോസ്റ്റ് ഉണ്ടാക്കുന്നതിനൊക്കെ ബാധിക്കും? ടീച്ചറെ, ലയനം വരുമ്പോ ഹൈസ്കൂളുകാർക്കിടെ സാധ്യത കൂടും. അപ്പൊ അവർക്ക് എംഎഡോ ബിഎഡോ ഒന്നും നിലവിലില്ലാതെ തന്നെ ഇപ്പൊ നമുക്ക് കയറാൻ പറ്റും. പക്ഷെ ഹയർ സെക്കൻഡറി ലിസ്റ്റിൽ കിടക്കുന്നവർക്ക് ലയനം വരുന്നതോടുകൂടി അവരുടെ ആ ആവാസ വ്യവസ്ഥ നഷ്ടപ്പെടുകയല്ലേ. പിന്നെ അവർക്ക് പിന്നെ എവിടെ ചെന്ന് കയറും അവര്? അവരെ താഴ്ത്തി ഹൈസ്കൂളിലും കയറ്റാൻ പറ്റൂലല്ലോ. അല്ല സാറേ, ഞാനേ പത്രത്തില് ഈ ന്യൂസിൽ കണ്ടത് ഈ അധ്യയന വർഷം മുതൽ ലയനം നിലവിൽ വന്നു എന്നുള്ള നിലക്കുള്ള വാർത്തകളാണ് ഞാൻ കണ്ടത്. ശരിക്കും ലയനം നിലവിൽ വന്നോ അതോ വരാൻ പോണേ ഉള്ളോ? വന്നിട്ടില്ല. നിലവില് ഉത്തരവൊന്നും വന്നിട്ടില്ല ലയനം നടത്തിക്കൊണ്ട്. പക്ഷേ ഈ വൈസ് പ്രിൻസിപ്പൾ എന്നുള്ളത് വന്നിട്ടുണ്ടല്ലോ. അത് ഇപ്പൊ വന്നല്ലല്ലോ. അത് ഹയർ സെക്കൻഡറി HSS ഉള്ളതിലേ വന്നിട്ടുള്ളൂ. നമ്മളെ അത് ഈ ഹൈസ്കൂളിലെ HML ഇനി വൈസ് പ്രിൻസിപ്പൾ ആവുന്നത്. അതെ. അപ്പൊ ഈ വൈസ് പ്രിൻസിപ്പൾ HM, അതായത് സ്കൂളിലെ HM വൈസ് പ്രിൻസിപ്പൾ ആവുക എന്നുള്ളത് ഈ പറഞ്ഞ ഹയർ സെക്കൻഡറി ലയനവുമായി ബന്ധപ്പെട്ട് വന്ന നിയമല്ലേ? അപ്പൊ അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ലയനം സംഭവിച്ചു എന്നാണോ? അല്ലല്ല. അത് ഈ ഹൈസ്കൂളുള്ള സ്ഥലത്ത് ഹയർ സെക്കൻഡറി അനുവദിച്ചപ്പോഴാണ് ആ ഇത് വന്നത്. അവിടുത്തെ ഹയർ സെക്കൻഡറി പ്രിൻസിപ്പളായിട്ടും അവിടുത്തെ ആ സ്കൂളിൽ നിലവിൽ അവിടെ HM ഉണ്ടായിരുന്നല്ലോ. അതിനുശേഷമാണല്ലോ അവിടെ ഹയർ സെക്കൻഡറി വരുന്നത്. അപ്പൊ ഹയർ സെക്കൻഡറി വന്നപ്പോൾ അവിടെ ഒരു പ്രിൻസിപ്പൾ വന്നതുകൊണ്ട് അയാളെ പ്രിൻസിപ്പളും ഈ ആ സ്കൂളിലെ നിലവിലുണ്ടായിരുന്ന HMനെ വൈസ് പ്രിൻസിപ്പൾ ആക്കി. സാറേ, ഈ NEP പ്രകാരം 5+3+3+ അങ്ങനെയല്ലേ വരുന്നേ? അതെ. ഈ 5+ എന്ന് പറയുമ്പോ ഈ 1 മുതൽ 5 വരെയാണല്ലോ വരുന്നത് അല്ലേ? ആണോ? അത് LKG മുതലാണ് പറയുന്നത്. LKG മുതലാകുമ്പോ LKG UKG 1 2 3 വരെ അല്ലേ വരിക? അങ്ങനല്ലേ 5 കൊല്ലാവുള്ളൂ? LKG UKG 1 2 3 അങ്ങനല്ലേ വരിക? അപ്പൊ ഈ LP മാത്രമുള്ള എയ്ഡഡ് സ്കൂളില് 4ാം ക്ലാസ്സുകാർ അല്ലെങ്കിൽ 4ാം ക്ലാസ് വരെയുള്ള സ്കൂളിൽ ഈ 4th ഡിവിഷൻ എന്താവും അപ്പോ സിംഗിൾ മാനേജ്മെന്റ് ആണെങ്കിൽ? അപ്പോഴേ അറിയാവും. പിന്നെ അല്ല, അതൊക്കെ സാറേ നമുക്ക് വരുമ്പോ നോക്കാം. വേറെ എന്തെങ്കിലും പ്രധാനപ്പെട്ട സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കും. ഇൻഷാല്ലാ നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ സമയം ഒരുപാട് വൈകിട്ടുണ്ട്. പിന്നെ ലയനവുമായി ബന്ധപ്പെട്ട് നമുക്ക് ഇൻഷാല്ലാ ലയനം വരുമ്പോ നോക്കാം. മറ്റ് പ്രധാനപ്പെട്ട ഇനിയിപ്പോ നമ്മൾ അതിന്റെ മുമ്പുള്ളത് ചർച്ച ചെയ്യാതിരിക്കാനല്ലേ. മാറ്റം വരാം. പിന്നെ നമ്മൾ വെറുതെ ഓരോ തീരുമാനിച്ചു വെച്ചിട്ട് കാര്യമില്ലല്ലോ. സാറേ, ഞാൻ കഴിഞ്ഞ വർഷമേ ഈ കഴിഞ്ഞ ജൂണില് ഞാനൊരു സ്കൂളില് പോസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് കുട്ടികളുടെ എണ്ണം കൊടുത്തായിരുന്നു. അങ്ങനെ അപ്പൊ 28 അല്ലായിരുന്നോ ഈ LP പോസ്റ്റിന് വേണ്ടിയാ. പക്ഷെ അവിടെ ഇത് വന്നപ്പം ഫിക്സേഷൻ വന്നപ്പം അത് സ്റ്റാർട്ടിങ് അത് പുതിയൊരു പോസ്റ്റിന് വേണ്ടിയാ കൊടുത്തത്. പക്ഷെ അവിടെ ഒരു പാർട്ട് ടൈം പോസ്റ്റോ ഫുൾ ടൈം പോസ്റ്റോ ഒന്നും വന്നില്ല. അപ്പൊ ആ HM കൊടുക്കാതിരുന്നതാണോ? അല്ല, അവിടെ 1ാം ക്ലാസ്സിൽ 10 കുട്ടികളെ കൊടുത്തു. 28 ഞാൻ 28 കുട്ടികളുടേതും കൊടുക്കാൻ പറഞ്ഞ് കൺസേൺ ഫോം വാങ്ങി കൊടുത്തായിരുന്നു. ഞാൻ ചോദിച്ചത് 1ാം ക്ലാസ്സിൽ 10 കുട്ടികളെ കൊടുത്തോ? 1ാം ക്ലാസ്സിൽ 10 കുട്ടികളെ കൊടുത്ത്. അപ്പീൽ കൊടുത്താൽ മതിയായിരുന്നു. ടീച്ചറെ, കലക്കോട് സ്കൂളിന്റെ കാര്യമാണെങ്കിൽ അവിടെ അവരുടെ ആ ഫോം നഷ്ടപ്പെട്ടു. അതുകൊണ്ട് അവർക്ക് കൊടുക്കാൻ പറ്റിയില്ലെന്നാണ് ഞാൻ അറിഞ്ഞത്. ടീച്ചറെ, ഞാനത് കറക്റ്റ് ആയിട്ട് സ്കൂളിൽ കൊടുത്തതാ. സ്കൂളില് ഇവിടെ ചാത്തന്നൂർ സബ് ജില്ലയിൽ കലക്കോട് എന്ന് പറഞ്ഞൊരു സ്കൂളുണ്ട്. ആ സ്കൂളില് വന്ന വിഷയം അതാണ്. അത് രക്ഷിതാക്കളെ വാങ്ങി വെച്ചിരുന്ന ലെറ്റർ അവരെ നഷ്ടപ്പെട്ടു പോയി, കൊടുക്കാൻ പറ്റിയില്ല. അങ്ങനെ അവര് കൊടുക്കാൻ പറ്റിയില്ല. 1ാം ക്ലാസ്സിലാണ് 2 ഫോം നഷ്ടപ്പെട്ടെന്ന് പറഞ്ഞത്. അപ്പോഴാ
അത് പക്ഷേ ടീച്ചർ എന്നോട് അങ്ങനെ പറഞ്ഞില്ല. ടീച്ചർ പറഞ്ഞ ഞാൻ കറക്റ്റ് ആയിട്ട് കൊടുത്ത് എന്നാ പറഞ്ഞത്. പക്ഷെ പാർട്ട് ടൈമും വന്നില്ല, ഫുൾ ടൈമും വന്നില്ല പോസ്റ്റ്. കൊടുക്കാത്തോണ്ട് പിന്നെ എങ്ങനെ വരും? അത് അല്ല ടീച്ചർ, ഈ ഫോമിന്റെ പ്രശ്നമില്ല. ആ 2 ഫോം പോയെങ്കിൽ പോട്ടെ, പക്ഷെ ആ സമ്പൂർണ്ണയിൽ ആഡ് ചെയ്ത് കറക്റ്റ് ആയിട്ട് കിട്ടത്തില്ലയോ? അതിനാൽ അവർ ആഡ് ചെയ്തില്ല എന്നാ പറയുന്നത് ആണോ? എന്നാണ് ഞാൻ അറിഞ്ഞത്. പിന്നെ അവിടെ ഇത്തിരി പാടാണ്, അറബിക്കിന്റെ പോസ്റ്റ് ആ സ്കൂളിൽ വരാൻ കുറച്ച് പാടുണ്ട്. ഞാൻ സന്തോഷത്തിൽ ഇരുന്നായിരുന്നു കിട്ടുമെന്നും പറഞ്ഞു. സാറേ, ഈ NCA നിയമനത്തെ കുറിച്ച് എന്തെങ്കിലും പുതുതായിട്ട് ഉണ്ടോ? പഴയ പോലെ തന്നെയാണോ? 2 പ്രാവശ്യം നോട്ടിഫൈ ചെയ്തിട്ട് അല്ലെ? ഇപ്പോൾ ഒരു ആശാവകം എന്ന് പറഞ്ഞാൽ SCയും നമുക്ക് എന്ത് ചെയ്യും, റൊട്ടേഷൻ ചെയ്യും. മുമ്പ് SC ഒന്നും ചെയ്യൂലല്ലോ. അത് ഓർഡർ വന്നോ സാറേ? അത് ഓർഡർ വന്നില്ല എന്ന് സാറെ പറയുന്നത്. ഓഫീസുകളിലൊക്കെ പലരും പോകുമ്പോ ഇത് SC/ST നിലവിൽ ഓർഡർ വന്നിട്ടില്ല, അങ്ങനെ വാർത്തകളേ ഉള്ളൂ എന്നൊക്കെ പറയുന്നത്. PRD നമ്മൾ വാങ്ങി ഇവിടെ കൊണ്ട് കൊടുക്കേണ്ടി വരും. PRD പോയാണ് ആദ്യം അന്വേഷിക്കേണ്ടത്. എവിടെയാണ് സാറേ PRD? അതും കൂടെ ഒന്ന് പറഞ്ഞാ സാർ, അത് എവിടെയാണ്? തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിനകത്ത് P&RD. അവിടുന്ന് വാങ്ങി ഇവിടെ കൊണ്ട് കൊടുത്താലേ അവന്മാരത് ഇവിടെ എന്ത് ചെയ്യുന്നറിയാമോ? ഇവിടെ അടുത്തൊരു PSC മീറ്റിംഗിൽ വെച്ച് അത് അപ്രൂവ് ചെയ്യണം. അല്ലാതെ ഗവൺമെന്റ് ഒരു ഓർഡർ അടിച്ചെന്ന് പറഞ്ഞുകൊണ്ട് PSCക്ക് അത് ബാധകമല്ല. സാറേ, അപ്പൊ ഇത് ഹയർ സെക്കൻഡറിക്കും ബാധകമല്ലേ? ഏത്? ഈ SC/ST വിളിക്കുന്നത് എല്ലാവർക്കും. നിലവിലപ്പോ ഈ വിഷയം, ഈ ഓർഡർ നിലവിൽ ആരും PSCയിൽ എത്തിച്ചു കൊടുത്തിട്ടുണ്ടാവില്ല അല്ലെ? അതുകൊണ്ടാണ് അവര് പോകുന്ന ഓഫീസുകളിൽ SC/ST വിഷയം തരാത്തത് അല്ലേ? അതെ, കാര്യം ഇതുപോലൊരു കേസ് മുമ്പ് എന്റെ വന്നിട്ട് നമ്മള് ഈ ഹിസ്റ്ററിയൊക്കെ അറബിക് മെയിൻ ആയിട്ട് അംഗീകരിച്ചത്, അതുപോലെ തന്നെ അഫ്സൽ ഉലമ പ്രിലിമിനറി +2 ആയിട്ട് അംഗീകരിച്ചൊക്കെ ഒരു സമയത്ത് PSC തള്ളിക്കൊണ്ടിരുന്നു. അപ്പൊ അത് പിന്നീട് അവർ പറഞ്ഞെന്ന് പറഞ്ഞാൽ ഈ ഉത്തരവാദിത്തത്തിന് കൊടുത്ത് അടുത്ത PSC മീറ്റിംഗിന് അവർ വെച്ചത് അപ്രൂവ് ചെയ്യണം. അതുവരെ PSCക്ക് അത് ബാധകമല്ല എന്നാ. PSC എന്ന് പറഞ്ഞാൽ പ്രത്യേക അധികാരമുള്ളൊരു സ്വതന്ത്ര ബോഡിയാണ്. മുഖ്യമന്ത്രി ഉത്തരവ് ഇറക്കിയെന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് പിറ്റെന്നെടുത്ത് അത് നടപ്പാക്കണമെന്ന് നിർബന്ധമില്ല. അതുപോലെ സാറേ, ഈ ഹയർ വെരിഫിക്കേഷൻ കഴിഞ്ഞ സ്കൂളിലൊക്കെ പെട്ടെന്ന് അപ്രൂവൽ ആവോ? അടുത്ത ഫിക്സേഷൻ മുമ്പ് നമുക്ക് കിട്ടും. അടുത്ത ജൂലൈ 15 മുമ്പ് നമുക്ക് റിവൈസ് ചെയ്ത് തരും. ഈ 24 ഫിക്സേഷന്റെ സാറേ എന്തെങ്കിലും ഇപ്പൊ വല്ല അപ്ഡേഷൻ ഉണ്ടോ? അതുവരെ നിയമസഭ പാസ്സാക്കിയിട്ടില്ലല്ലോ 24 ഫിക്സേഷന്റെ. ഇപ്പോഴേക്ക് ഉടനെ വരും സാറേ. എന്തായാലും ഏപ്രിൽ മെയ് ഒക്കെ ആകുമ്പോഴേ എല്ലാം അത് കറക്റ്റ് ആവും. ഇപ്പൊ മലപ്പുറത്ത് 2 ഹൈസ്കൂൾ പോസ്റ്റുകൾ ഈ 24 ഫിക്സേഷനിൽ പോയിട്ടുണ്ട്. പക്ഷെ പുതിയ പോസ്റ്റുകൾ എത്ര വന്നെന്നുള്ളത് അവര് പറയുന്നില്ല. അപ്പൊ ഇതിലിപ്പോ 2 പോസ്റ്റ് നഷ്ടപ്പെട്ടത് കുറച്ച് കഴിഞ്ഞാല് പിന്നെ അപ്പൊ അവിടെ പോസ്റ്റ് കുറക്കാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ പോസ്റ്റ് പുതിയത് ഉണ്ടാവോ? പുതിയതുണ്ടാവും, അതിനൊന്നും പ്രശ്നമില്ല. അവര് പറഞ്ഞത് DD-യിൽ 7 പോസ്റ്റ് 2023 ഫിക്സേഷൻ പ്രകാരം വന്നു, പുതിയ പോസ്റ്റുകളായിട്ട് ഹൈസ്കൂൾ മലപ്പുറത്ത്. അപ്പോ ഞങ്ങള് DD-യിൽ വിവരാവകാശം കൊടുത്ത സമയത്ത് അവർ പറഞ്ഞത് ഒരു 3 PSCയിലേക്ക് റിപ്പോർട്ട് ചെയ്യും, ബാക്കി 2 DD-യിൽ, ബാക്കി 7 2 ഈ വർഷത്തെ 24 ഫിക്സേഷനിൽ എന്ത് ചെയ്തിട്ടുണ്ട്, 2 ഹൈസ്കൂൾ പോസ്റ്റ് നഷ്ടപ്പെട്ടിട്ടുണ്ട് മലപ്പുറം ജില്ലയിൽ. അതുകൊണ്ട് എന്ത് ചെയ്യില്ല, ഈ 2 പോസ്റ്റ് പോവുകയും ചെയ്യും. അപ്പൊ ഞാൻ ചോദിക്കുന്നത് ഈ മാറ്റും. അങ്ങനെ ചെയ്യാൻ പറ്റും, അവർക്ക് പറ്റും. അതെ, ഞാൻ ചോദിക്കുന്നത് അപ്പൊ 24 പുതിയ പോസ്റ്റുകൾ ഉണ്ടായിട്ടുണ്ടാവോ എന്നുള്ളത് ഞാൻ ചോദിക്കുന്നത്. അത് മൊത്തത്തിൽ വരപ്പോഴേ അറിയാൻ പറ്റുള്ളൂ സാറേ. ഇപ്പൊ 2 പോസ്റ്റല്ലേ നമ്മൾ ഈ പറഞ്ഞതുപോലെ 2 പോസ്റ്റ് പോയതിന് പകരം വെക്കാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞ് 3 പോസ്റ്റ് ഉണ്ടായാൽ അത് പുതുതായിട്ട് ഒരെണ്ണം പുതുതായിട്ടുണ്ടായിട്ട് പിന്നെ കണക്കാക്കും. 2 കോമ്പൻസേറ്ററി ആയിട്ട് പോവുള്ളൂ. ഹലോ സാറേ, പിന്നെ ഒരു UP സ്കൂളില് ഒരു അഡീഷണൽ പോസ്റ്റ് വന്നു. പുതിയ അഡീഷണൽ പോസ്റ്റ് വന്നു കഴിഞ്ഞാല് 3 വർഷം നിലനിൽക്കണം എന്നുണ്ടോ? അത് PSCക്ക് റിപ്പോർട്ട് പോകണമെന്നുണ്ടെങ്കിൽ? ഇല്ല. അഡീഷണൽ പോസ്റ്റ് വന്നു കഴിഞ്ഞാൽ ആ വർഷം തന്നെ PSCക്ക് റിപ്പോർട്ട് ചെയ്യാം, പെർമനന്റ് റിപ്പോർട്ട് ചെയ്യാം. അല്ലെങ്കിൽ ആരെങ്കിലും എന്ത് ചെയ്താൽ മതി.
അങ്ങനെ ചെയ്യാല്ലേ. അതുപോലെ തന്നെ ഇപ്പോ 2 പോസ്റ്റുള്ള സ്കൂളില് ഒരു പോസ്റ്റ് നഷ്ടപ്പെട്ടു, പിറ്റേ വർഷം തന്നെ കുട്ടികൾ കൂടിയോടുകൂടി ആ പോസ്റ്റ് തിരിച്ചു കിട്ടിയാല് അത് PSC റിപ്പോർട്ട് പോലെ പോകുന്നല്ലേ. എപ്പോഴും കേഡസ് എന്ന് വെച്ചാൽ അവർ റിപ്പോർട്ട് ചെയ്യുള്ളൂ എന്ന് പറഞ്ഞാൽ നിലവിൽ കഴിഞ്ഞ വർഷം വരെ എത്ര പോസ്റ്റ് ഉണ്ടോ അത് കഴിഞ്ഞിട്ട് വരുന്നതാണ് ഈ വർഷത്തെ പോസ്റ്റായിട്ട് കണക്കാക്കുന്നത്. ക്ലിയർ ആയ? നമുക്ക് അവസാനിപ്പിക്കാം അല്ലെ? ഇനി എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നമ്മുടെ അബുൽ ഖൈർ സാറിന്റെ നമ്മളെ ഗ്രൂപ്പിന്റെ അഡ്മിനാണ്, സാറായിട്ട് കോണ്ടാക്ട് ചെയ്താൽ മതി. ഏതായാലും അൽഹംദുലില്ലാ ഏകദേശം ഒരു 115ഓളം ആളുകൾ ഇവിടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഫോക്കസ് അക്കാദമിയാണ് നമുക്ക് ഇതിന് വേണ്ട ഈ ഒരു പ്ലാറ്റ്ഫോം ഒരുക്കി തന്ന സാറിന്, നമ്മുടെ നസീറുദ്ദീൻ സാറിനും ഖാലിദ് സാറിനൊക്കെ പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് നിങ്ങളൊക്കെ സജീവമായിട്ട് നിങ്ങളുടെ സബ് ജില്ലാ പ്രവർത്തനങ്ങളിൽ, സബ് ജില്ല തിരിച്ചുകൊണ്ട് തന്നെ വളരെ സജീവമായി പ്രവർത്തനങ്ങൾ ഈ വെക്കേഷൻ കാലയളവിൽ, പ്രത്യേകിച്ച് ഫെബ്രുവരി മാർച്ച് കാലയളവിൽ നന്നായി ഇടപെടുകയും സാറ് പറഞ്ഞതുപോലെ എല്ലാ വിഷയങ്ങളും കൃത്യമായി നമ്മൾ സജീവമായി മുന്നോട്ട് പോവുകയും ചെയ്യുക. ഏതായാലും ഇത്രയും സമയം നമുക്ക് വേണ്ടി മാറ്റിവെച്ച 2 മണിക്കൂറോളം ഒരുപാട് ചർച്ചകൾ, ഉപകാരപ്രദമായ ചർച്ചകൾ നടത്തി സംശയങ്ങളൊക്കെ അദ്ദേഹം വളരെ ഭംഗിയായി പൂർത്തീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അള്ളാഹു അദ്ദേഹത്തിന് ഖൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കട്ടെ. അദ്ദേഹത്തിന്റെ ഈ പ്രവർത്തനം അള്ളാഹു സ്വീകരിക്കട്ടെ. ഇൻഷാ അല്ലാഹ് ഈ പരിപാടിയിൽ തുടക്കം മുതൽ ഇവിടെ വരെ പങ്കെടുത്ത, വിജയിപ്പിച്ച എല്ലാവർക്കും മനസ്സിൽ നിന്ന് നന്ദി അറിയിച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് പരിപാടി അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സർ ഒരു കാര്യം ചോദിക്കട്ടെ? സർ, കഴിഞ്ഞ ലിസ്റ്റിലെ NCA എടുത്തിട്ട് ഇപ്രാവശ്യത്തെ റാങ്ക് ലിസ്റ്റിന് NCA ഇടുക, അങ്ങനെ ഒരു പരിപാടി ഉണ്ടോ? സർ, വയനാട് ലിസ്റ്റില് നിലവിലെ ഇതുവരെ കയറിയ റാങ്ക് ലിസ്റ്റ് പ്രകാരം 11 NPA സീറ്റും 12 ഓപ്പൺ കാറ്റഗറിയുമാണ് കയറിയിട്ടുള്ളത്. ഇപ്പം അവര് പറയുന്നത് കഴിഞ്ഞ വർഷത്തെ ലിസ്റ്റിലെ 3 അഥവാ ഞങ്ങളെ റാങ്ക് ലിസ്റ്റിന്റെ തൊട്ട് മുമ്പത്തെ റാങ്ക് ലിസ്റ്റിലെ ഒരു 3 പേരെയും കൂടെ NCA ഇതിലേക്ക് എടുത്തിട്ടിട്ടുണ്ട് PSC എന്നാണ് DD ഞങ്ങളോട് പറയുന്നത്. അപ്പൊ NCA സീറ്റ് 14 ആയിട്ടുണ്ട്. TPO ആയിരിക്കും ടീച്ചറെ. നേരത്തെ നമുക്ക് TPO അറിയാലോ, ഈ 50% ജനറലിലും 50% എന്താണ് സംവരണം പറഞ്ഞു. ഇപ്പൊ നമ്മൾ റൊട്ടേഷൻ ചാർട്ട് എടുക്കുന്ന സമയത്ത് ഈ സംവരണ സമുദായം കൂടുതൽ വരുമ്പോൾ അവരുടെ അവസരം TPO ആയിട്ട് താഴോട്ടിടും. എന്നിട്ട് ചിലപ്പോൾ ആ TPO ഈ ലിസ്റ്റിൽ തന്നെ കൊടുക്കണമെങ്കിൽ അടുത്ത് വരുന്ന ലിസ്റ്റിലേക്ക് വേണമെങ്കിലും മാറ്റാം. കാര്യം ഈ ലിസ്റ്റ് ഇങ്ങനെ എടുക്കുന്ന സമയത്ത് ഒരു സ്ഥലത്തും ഈ 50 ഈക്വൽ ചെയ്യാൻ പറ്റാതെ വന്ന് ഇവരെപ്പോ എടുക്കുന്ന സമയത്ത് 55 ആയിപ്പോ അല്ലെ 51 ആയിപ്പോ 60 ആയിപ്പോ, അപ്പൊ ഇവരെന്ത് ചെയ്യാൻ പറ്റത്തില്ല, എടുക്കാൻ പറ്റത്തില്ല. അവരെന്ത് ചെയ്യുന്ന അടുത്ത ലിസ്റ്റിലേക്ക് താക്കും. TP അങ്ങനെ ചെയ്യാൻ പറ്റും. ഓക്കെ, അങ്ങനെയാണെങ്കിലില്ലേ ഇപ്പം അവിടെ ഒരു 5 ഒഴിവ് വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പൊ അവര് 11 ആദ്യത്തെ NCAന്റെ സീറ്റും എക്സ്ട്രാ ഒരു 3 സീറ്റും കൂടെ അവർ അതിന് മാറ്റി വെക്കുന്നാണ് പറഞ്ഞത്. അപ്പൊ ഇപ്പൊ ഒരു 5 ഒഴിവ് വന്നാൽ ആ 5നോട് ആ 3 കൂട്ടിയിട്ടാണോ അവര് DDന്ന് PSCയിലേക്ക് വിടുക? അവർക്കുള്ള NCA 11 അവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ 11 വേക്കൻറ്റ് മാറ്റി വെച്ചിട്ട് അടുത്ത് വരുന്നതേ അടുത്ത ഒരു ജനറൽ കാറ്റഗറി ആയിട്ട് പരിഗണിച്ച് റിപ്പോർട്ട് ചെയ്യുള്ളൂ. ഓക്കെ, താങ്ക് യു.